കമ്പനിയുടെ ട്രെയിനിങ്ങുകളൊക്കെ വീക്കിലി നടക്കുന്നുണ്ടായിരുന്നു. സൺഡേകളിലൊക്കെ ട്രെയിനിങ് നടക്കും. ഞാനും ആ സമയത്ത് സ്റ്റേജിലൊക്കെ കയറിയിട്ട് മൈക്കൊക്കെ പിടിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു, നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നു, അവർ ജോയിൻ ചെയ്യുന്നു, അങ്ങനെയൊക്കെ നടക്കുന്നു. ഞാനെന്തോ ആ ജോലി അങ്ങനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടിപൊളിയായിട്ട് ഇങ്ങനെ പോയി. പെട്ടെന്ന് ഇങ്ങനെ ട്രെയിനിങ്ങുകൾ നടക്കാതായി തുടങ്ങി. പതിയെ ഇത് എവിടേക്കോ എൻ്റെ ആവാൻ പോകാമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അറിഞ്ഞപ്പോൾ സംതിങ് എന്തൊക്കെ ഒരു ഫ്രോഡ് ഉണ്ടായി അതിൻ്റെ പിന്നിൽ. അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് ഞാൻ ഒരു സ്റ്റക്കായി. കാരണം ഇനി എന്ത് ചെയ്യണം എന്ന് നല്ലൊരു രീതിയിൽ വരികയായിരുന്നു. അപ്പോൾ എന്ത് സ്റ്റോക്കായും ചെയ്തു. ഫ്രണ്ട്സിനൊക്കെ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. നമ്മുടെ ഒരു ട്രസ്റ്റും പോയി, നമ്മുടെ ഇൻകവും മുടങ്ങി, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. ഏകദേശം ഒരു 8,000-9,000 രൂപ മൈനസ് വന്നു അതിൽ. അപ്പം അത് ഞാൻ ആരോട് പറഞ്ഞില്ല. എനിക്ക് ഭയങ്കര ഒരു വിഷമമായി. കാരണം ഞാനും ചെക്ക് ചെയ്തില്ല. ഞാനും അതിൽ വെക്കണം ക്യാഷ്. എന്നെ സംബന്ധിച്ചിട്ട് അത്രയും എമൗണ്ട് എനിക്കിപ്പോൾ കളക്ഷനിൽ നിന്ന് കിട്ടില്ല. ആകെ 2,000-2,500 രൂപ ഒരു മാസം കിട്ടുള്ളൂ. 9,000 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു 3 മടങ്ങ് അല്ലെങ്കിൽ അത്രയും അങ്ങോട്ട് എത്തി. വലിയ എമൗണ്ടായി. ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാനിത് ആലോചിച്ചിട്ട് ഞാൻ തല കറങ്ങി വീണു. ഭയങ്കര ഉമ്മക്ക് ചോദിച്ചാൽ എന്താ വെച്ചപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. എൻ്റെ മൈൻഡിൽ ഇത് ടെൻഷനായി. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം. ഗോൾഡൻ കപ്പ് കേൾക്കുമ്പോൾ തന്നെ എന്ത് രസമുള്ളൊരു പേരാണല്ലേ. മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, എസ്പെഷ്യലി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികൾക്കും അവരുടെ പേരൻസിനും മറക്കാൻ അല്ലെങ്കിൽ ലൈഫിൽ ഒഴിച്ചുകൂടാനാകാൻ പറ്റാത്തൊരു പേരായിട്ട് ഗോൾഡൻ കപ്പ് ഇന്ന് കേരളത്തിൽ മാറിയിരിക്കുകയാണ്. അതെ, റെന്റൽ ജ്വല്ലറി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വരുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം വരുന്ന പേര് ഗോൾഡൻ കപ്പ്. ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തി അതിൻ്റെ സാരഥിയാണ് നിഹാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ കണ്ട ഒരു സ്വപ്നം. ആ സ്വപ്നത്തിന് പുറകെ ഒരുപാട് യാത്ര ചെയ്തു. ആ യാത്രകളുടെ അവസാനമായിരുന്നു ഇന്ന് കാണുന്ന ഈ വിജയം. ആ വിജയത്തിന്റെ വഴികളാണ് ഇന്ന് സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. നിഹാൽ, സ്വാഗതം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിലേക്ക്. വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ എല്ലാവരോടും പറയും, അഭിമാനത്തോടു കൂടിയാണ് സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ ഞങ്ങൾ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്നത്. കാരണം ഒത്തിരി വർഷത്തെ നിങ്ങളുടെ അധ്വാനം, അതിനേക്കാളുപരി ഒരുപാട് കഷ്ടപ്പാട്, ഒരുപാട് കണ്ണുനീര് ഒക്കെ വീണിട്ടാണ് ഒരു ബ്രാൻഡിന്റെ ഓണർ ആ ഒരു ഇന്നത്തെ വിജയം ആസ്വദിച്ച് ഈ ചെയറിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടു കൂടി തന്നെ പരിചയപ്പെടുത്തുകയാണ് നിഹാലിനെ. നാട് എവിടെയാണ് നിഹാലിന്റെ? നാട് മലപ്പുറം ജില്ലയിൽ താന്നൂരാണ് സ്ഥലം വരുന്നത്. താന്നൂർ കാരാട് എന്നുള്ള ഒരു ഗ്രാമം. പഠിച്ചത് ഞാൻ 10th വരെ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ദെൻ അതിനുശേഷം ഒരു പ്രൈവറ്റ് സ്കൂളിലായിരുന്നു, ഒരു മാസ്റ്റർ കോളേജ് എന്ന് പറയും. ഞാൻ ഡിഗ്രി ചെയ്തത് പരപ്പനങ്ങാടി കോപ്പറേറ്റീവ് കോളേജിലാണ്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ചെയ്യാതിരുന്നത് 1 ഇയർ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോൾ തന്നെ എന്ത് ചെയ്തു, അത് നിർത്തണമെന്ന് തോന്നി, നിർത്തി. അത്രേ ഉള്ളൂ. ലൈഫിൽ ആദ്യമായിട്ട് നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞു, വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തമായി ഏർണിങ്സ് ഉണ്ടാക്കാൻ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ടെന്ന്. ആദ്യത്തെ ജോലി എന്തായിരുന്നു? എത്രാമത്തെ വയസ്സിലാണ് ആ ജോലിക്ക് പോകുന്നത്? ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നത് ഞാൻ 10th പഠിക്കുന്ന സമയത്തായിരുന്നു. 10th വെക്കേഷൻ ടൈമിലാണ് വർക്കിന് പോകുന്നത്. അത് ഒരു കൂൾ ബാറിലായിരുന്നു. കൂൾ ബാറിൽ ജസ്റ്റ് അതിനൊരു പാൻട്രി, ഒരു ഗ്ലാസ് കഴുകുന്ന ടൈപ്പ് ഓഫ് അങ്ങനത്തെ വർക്കുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലീനിങ് വർക്ക് ആയിരുന്നു. അതായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. എത്ര സാലറി കിട്ടിയെന്ന് ഓർക്കണ്ടോ? ഉണ്ട്. എത്ര ഉണ്ടായിരുന്നു? 70 രൂപ. ഒരു ദിവസമാണോ ഒരു മാസമാണോ? അല്ല, ഒരു ദിവസം 70 രൂപ. അപ്പൊ ഒരു 10ാം ക്ലാസ്സുകാരനെ സംബന്ധിച്ച് അത്യാവശ്യം വരുമാനമാണ്. നല്ല വരുമാനമാണ്. 70 രൂപ അടിപൊളിയാണ്. ആവശ്യത്തിലധികമാണ്. വീട്ടിലെ സാഹചര്യം എന്തായിരുന്നു? കാരണം ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വെക്കേഷൻ സമയത്ത് ഒരു കൂൾബാറിൽ ജോലിക്ക് പോകുക എന്ന് പറയുമ്പോൾ വീട്ടിലെ സാഹചര്യം മോശമായിരുന്നത് കൊണ്ടാണോ? വീട്ടിലെ സാഹചര്യം, ഞങ്ങൾ കോട്ടേഴ്സിലായിരുന്നു. ആ സമയത്ത് കോട്ടേഴ്സിലോട്ട് മാറിയതാണ് ഞാൻ 9th പഠിക്കുന്ന സമയത്ത്. ദെൻ പിന്നീട് പഠിക്കണ്ട എന്നൊന്നും വീട്ടുകാർ പറഞ്ഞിട്ടില്ല. ഞാനായിട്ട് എന്ത് ചെയ്തു, ഇത് ഈ രീതിയിൽ പോയാൽ ശരിയാവില്ല എന്ന് തോന്നി. ഞാൻ 2ാമത്തെ ആളാണ്. എനിക്കൊരു ഇക്കാക്കയും 2 അനിയന്മാരും ഉണ്ട്. അപ്പം ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇക്കാക്കയും ഉപ്പയും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യേണ്ടി വരും, അവര് എല്ലാം കൂടി ഒരുമിച്ച് അവർ നോക്കേണ്ടി വരും. ചെലവ് മുഴുവൻ അവരുടെ തലയിലാവും. അപ്പം ഞാനും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊരു ആശ്വാസമാവല്ലോ എന്ന നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്തതാണ്, അത് വരെ 10th തന്നെ ഞാൻ ജോബിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഉപ്പാനെയും ജ്യേഷ്ഠനെയും അത്രയും കഷ്ടപ്പെടുത്തണ്ട, നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കിയേക്കാന്നല്ലേ? അങ്ങനെ നമ്മളെ കൊണ്ട് കഴിഞ്ഞത് നമുക്കും ചെയ്യാന്നുള്ള നിലക്കാണ് ചെയ്തത്. പിന്നെ അവിടുന്ന് കൂൾ ബാർന്നതിന് ശേഷം ഞാൻ നേരെ ഒരു എംബ്രോയിഡറി, ഇന്ന് നമ്മൾ കാണുന്ന ഒരു ക്ലോത്തിലൊക്കെ നമ്മൾ എംബ്രോയിഡറി ഉണ്ട്, അതിന്റെ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ഉണ്ട്, അതിലാണ് വർക്ക്. അതിൽ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്തു. അതിലങ്ങനെ ഹെൽപ്പറായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ അതിന്റെ ഓപ്പറേറ്ററായി. പിന്നെ ഒരു +2 കംപ്ലീറ്റ് ചെയ്തു. ഡിഗ്രി സ്റ്റാർട്ടിങ് വരെ ഞാൻ ആ ജോലി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, പാർട്ട് ടൈം ആയിട്ട്. ഈ ജോലിയും പഠിത്തം കൂടെ ഒരുമിച്ചായിരുന്നു? ജോലിയും പഠിത്തവും ഒരുമിച്ചായിരുന്നു. നമുക്ക് ഈ പ്രൈവറ്റ് കോളേജിലായതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചവരെയൊക്കെ ചിലപ്പോൾ ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷത്തെ ഷിഫ്റ്റിൽ എന്ത് ചെയ്യും, അങ്ങനെ ഇതിന് പോകും, വർക്കിന് പോകും, അങ്ങനെ ചെയ്തു. വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല 15 വയസ്സ് മുതൽ? ഇല്ല, ബുദ്ധിമുട്ടിച്ചിട്ടില്ല.
അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അത്യാവശ്യം നോക്കുകയും ചെയ്യുമായിരുന്നു. ആ വീട്ടിൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമുക്ക് ഉത്തരവാദിത്തമുള്ള മോനായിരുന്നു. ആയിരുന്നു. ആ സമയത്ത് അങ്ങനെ ചിന്തിക്കാൻ തോന്നിയിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മള് ആ ഒരു പ്രായത്തിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കളിച്ച് നടക്കേണ്ട ഒരു പ്രായമാണ്. അപ്പോൾ ആ സമയത്ത് കൂടുതലായിട്ട് എൻജോയ്മെന്റിലോട്ട് പോവണ്ട, കാരണം സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് ഈ രീതിയിൽ മുൻപോട്ട് പോകാമെന്ന് ഞാൻ കരുതി. ഈ എംബ്രോയിഡറി വർക്കിന് ശേഷം പിന്നീട് എന്താണ് ലൈഫിലെ മാറ്റം? എംബ്രോയിഡറി വർക്കിന് ശേഷം ഞാൻ എൻ്റെ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ BCom ആണ് എടുത്തത്. അപ്പം ആ സമയത്ത് എനിക്ക് ഒരുപാട് പല പല പ്ലാനുകളുണ്ടായിരുന്നു. ഒരു ഫിലിം ഫീൽഡിലേക്ക് കയറണം, ഡയറക്ടർ ആവണം, അങ്ങനെയൊക്കെ. ഡയറക്ടർ ആവണം എങ്ങനെ ആവുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. സിനിമ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ എന്തോ ആ സമയത്ത് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സംതിങ് കണക്ഷൻസ് ഒക്കെ കിട്ടുമെന്ന് കരുതി അങ്ങനെ കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കോളേജ് ചൂസ് ചെയ്തു. നല്ലൊരു ക്യാമ്പസ് ആയിരുന്നു, പരപ്പനങ്ങാടി കോപ്പറേറ്റീവ് കോളേജ് ആയിരുന്നു. ഞാൻ അവിടെ കയറി ഒരു 3-4 മാസം അങ്ങനെ ക്ലാസ്സൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ വീണ്ടും റിയലൈസ് ചെയ്തു, ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയിരുന്നില്ല. കാരണം അവിടെ ക്ലാസ് ടൈം വെച്ച് നോക്കുമ്പോൾ എനിക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്കിന് പോകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ഇങ്ങനെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മോശമാവുമെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആഗ്രഹങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ചു. ഞാനൊരു ജോലിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ലാസ്റ്റ് ആകുമ്പോഴേക്കും, അവസാന സമയം ആകുമ്പോഴേക്കും ഞാനൊരു ജോലിയുടെ ഒരു പരസ്യം കണ്ടു. അപ്പോൾ ആ പരസ്യം കണ്ടിട്ട് ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളാണ് എനിക്കത് കാണിച്ചു തന്നത്. അപ്പം അവർ ത്രൂ എന്ത് ചെയ്തു, ഞങ്ങൾ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ എത്ര മുമ്പ് എൻ്റെ സുഹൃത്തുക്കൾ അവിടെ എത്തിയിരുന്നു. ഒരുപാട് പ്രതീക്ഷയിൽ ഞാൻ ഇൻ്റർവ്യൂവിന് ആ ഹാളിലോട്ട് കയറിയപ്പം സംതിങ് അതൊരു ഇൻ്റർവ്യൂ ആയിരുന്നില്ല, അതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു മണിച്ചീൻ പോലത്തെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയിരുന്നു. അപ്പം ആ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ക്ലാസ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ അവിടെ ക്ലാസ്സിന് ആ ട്രെയിനിങ്ങിന് എൻ്റർ ആയപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടപ്പം എനിക്ക് എന്തായാലും ഞാൻ ജോലിക്ക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. സ്വാഭാവികമായിട്ടും 350 രൂപയുടെ പരിപാടി ഉള്ളിരുന്നു. അത് 350 ആയാലും നമുക്ക് എൻ്റർ ആകാൻ പറ്റുമായിരുന്നു. അപ്പോൾ വലിയൊരു എമൗണ്ട് ഒന്നുമല്ല. അന്ന് പല 4000-5000 രൂപയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അന്ന് 350 വലിയ കുഴപ്പമില്ല എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിലെന്ത് ചെയ്തു, ഫസ്റ്റ് തന്നെ എൻ്റർ ആയിട്ട് എൻ്റെ കൂടെ വന്ന ആളുകളെ എൻ്റെ താഴെ ജോയിൻ ചേർത്തിട്ട് അങ്ങനെയാണ് അതിൽ നിന്ന് തുടങ്ങുന്നത്. ആദ്യത്തെ സെയിൽസ് പിച്ച് അല്ലേ? സെയിൽസ് പിച്ച് ആദ്യത്തെ അതായിരുന്നു. 350 രൂപ കയ്യിലുണ്ടായിരുന്നു ചേരാൻ? ഇല്ല, ഉണ്ടായിരുന്നില്ല. ഞാൻ നേരെ നാട്ടിലോട്ട് പോയിട്ട് എന്ത് ചെയ്തു, എൻ്റെ കസിൻസ് അവരോടൊക്കെ 50, 100 അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് ഒരു 350 റൗണ്ട് ചെയ്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഈ 2 പേര് ചേർത്തപ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ആയോ? സെയിൽസ് കൊള്ളാം, ഇവന്മാർ 2 പേരും എനിക്ക് കുപ്പിയിലാക്കാൻ പറ്റി, ഇനി മുന്നോട്ട് ഇത് അടിപൊളിയായിരിക്കും തോന്നി? അത് പറ്റി. കാരണം ഞാൻ ആദ്യം അവരെ ചടപ്പിച്ചിരുന്നു. ഇതൊന്നും വലിയ സംഭവമല്ല എന്ന് ആദ്യം പറഞ്ഞിരുന്നു. അവരാ ചടപ്പിൽ നിന്നും ഞാൻ ആദ്യം ചേർന്നിട്ട് അവരോട് പറഞ്ഞു പരിപാടി ഓക്കെ ആണ്, ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവരും താഴെ ചേർന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വർക്ക് ആവുന്നുള്ളത്. മനസ്സിലായി. എത്ര പേര് ചേർത്ത് വന്നിട്ട്? അത് എണ്ണം ഓർമ്മയില്ല, എന്നാലും കുറച്ചിങ്ങനെ ഡെവലപ്പ് ആയിരുന്നു. പിന്നെ നമ്മളല്ലല്ലോ, നമ്മൾ താഴെയുള്ള ആളുകളൊക്കെ ആയിട്ട് അങ്ങനെ പോയിരുന്നു. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു വീക്കിലി ഒരു 1000 രൂപ 1500 രൂപ ആ രീതിയിലൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയിരുന്നു ആ സമയത്ത്. ലൈഫ് ഒന്ന് മാറി. ഒരു നമുക്ക് എന്തെങ്കിലുമൊക്കെ പലതും കാണാനൊക്കെ, ഒരു നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സ്റ്റേജൊക്കെ എൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു. അങ്ങനെ നമുക്ക് എത്തി തുടങ്ങി. കുറച്ച് എനിക്ക് തോന്നുന്നു 2-4 മാസമായിരുന്നു അത് റൺ ചെയ്തിരുന്നത്. ആ സമയത്ത് ഇങ്ങനെ ഏണിങ്സ് ചെറുതായിട്ട് കിട്ടി തുടങ്ങി. കോളേജിലൊക്കെ നമ്മളെ കൂടെ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഓരോരുത്തർ ചേർന്ന് തുടങ്ങി. നമ്മൾ അങ്ങോട്ട് പറയാതെ തന്നെ ഇങ്ങോട്ട് ചേർന്ന് തുടങ്ങി. നമുക്ക് ഇൻകം കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ നാട്ടിലും ചെറിയ ഫ്രണ്ട്സുകളൊക്കെ ചേർന്ന് തുടങ്ങി. അങ്ങനെ ഒരു അടിപൊളിയായിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. എന്ത് പറ്റി പിന്നെ യാത്രയ്ക്ക്? പിന്നീട് ആ കമ്പനിയുടെ ട്രെയിനിങ്ങുകളൊക്കെ വീക്കിലി നടക്കുന്നുണ്ടായിരുന്നു. സൺഡേകളിലൊക്കെ ട്രെയിനിങ് നടക്കും. ഞാനും ആ സമയത്ത് സ്റ്റേജിലൊക്കെ കയറിയിട്ട് മൈക്കൊക്കെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ സംസാരിക്കും. അപ്പം അന്ന് സംസാരിച്ചൊരു ശീലമില്ല, പക്ഷെ എന്തോ ഒരു ധൈര്യം, അങ്ങനെ നമ്മൾ സംസാരിക്കുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു, ആളുകൾ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നു, അവർ ജോയിൻ ചെയ്യുന്നു, അങ്ങനെയൊക്കെ നടക്കുന്നു. പെട്ടെന്ന് ഇങ്ങനെ അതിൻ്റെ ഒരു വീക്കിൽ നടക്കുന്ന ട്രെയിനിങ്ങുകൾ മിസ്സിങ് ആവാൻ തുടങ്ങി. ആ ട്രെയിനിങ്ങുകൾ നടക്കാതായി തുടങ്ങി. പതിയെ ഇത് എവിടേക്കോ എൻ്റെ ആവാൻ പോകാമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അറിഞ്ഞപ്പോൾ സംതിങ് എന്തൊക്കെ ഒരു ഫ്രോഡ് ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ. അപ്പോൾ അത് അവർ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണെന്ന്, അതിൻ്റെ മെയിനുള്ള ആളുകൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ പോകാന്നുള്ള അറിഞ്ഞു. അത് അവർ തീരുമാനിച്ചു, അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു സ്റ്റക്കായി. കാരണം ഇനി എന്ത് ചെയ്യണം എന്ന് നോക്കി. കാരണം ഒരു നല്ലൊരു രീതിയിൽ വരികയായിരുന്നു. അപ്പോൾ എനിക്ക് സ്റ്റോക്കായും ചെയ്തു. പിന്നെ എനിക്ക് ആളുകളൊക്കെ ഫേസ് ചെയ്യുമ്പോൾ സംഭവം ചെറിയ എമൗണ്ട് ആണെങ്കിലും അത് പ്രശ്നമൊന്നും ആയിരുന്നില്ല. പക്ഷെ എന്തായാലും ഫ്രണ്ട്സിനൊക്കെ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. നമ്മുടെ ഒരു ട്രസ്റ്റും പോയി, നമ്മുടെ ഇൻകവും മുടങ്ങി, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. അത് ആ സമയത്ത് നമുക്ക് എന്താണ്, അവരെ കളിയാക്കലുകളാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇപ്പൊ എന്തായി നിന്റെ കമ്പനി എന്നൊക്കെ ചോദിച്ചുള്ള ഒരു കളിയാക്കലുകൾ വരുമ്പോൾ അത് ഭയങ്കര ഒരു, അന്ന് നമുക്കത് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും ചില ആളുകളെന്നൊക്കെ അത് കേട്ടു.
ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, സംതിങ് എന്തെങ്കിലുമൊക്കെ ജോലിയിൽ കയറണം, ജോലി ചെയ്യണം എന്നുള്ള നിലയ്ക്ക് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ അന്ന് ആ മൾട്ടി ലെവൽ കമ്പനിയിലുണ്ടായിരുന്ന, ആ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു, അപ്പു എന്നാണ് അവരുടെ പേര്. ഞങ്ങൾ അപ്പൂട്ടെന്ന് വിളിക്കും. ആള് എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ആൾ എന്നോട് പറഞ്ഞു ആൾക്ക് ഓൾറെഡി വേറൊരു പ്രൈവറ്റ് ആയിട്ട് ജ്വല്ലറിയിൽ ആൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഒരു സെയിൽസ് ഓഫീസറായിട്ട് ആള് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആള് പറഞ്ഞു എന്നെയും ആ വർക്കിലേക്ക് എൻ്റർ ചെയ്ത് തരാം, ജോബ് വാങ്ങിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് ആളെ എന്നെ കൊണ്ടുപോയി CV ഒക്കെ തയ്യാറാക്കി. എനിക്ക് ആ സമയത്ത് CV തയ്യാറാക്കുന്ന ഒരു രീതി പോലും എനിക്കന്ന് ഭയങ്കരമായിട്ട് ഡൗൺ ആയിരുന്നു. ഞാൻ ആളെന്നെ ഫുൾ ഇനിഷ്യേറ്റീവ് എടുത്തു എന്നെ ഇന്റർവ്യൂവിന് കൊണ്ടുപോയി അവിടെ എനിക്ക് ജോലി വാങ്ങിച്ചു തന്നു. അങ്ങനെ ഞാൻ പഠനം കണ്ടിന്യൂ ചെയ്തു. ഇതൊരു ഫ്രീലാൻസ് ആയി നമുക്കൊരു ഇഷ്ടമുള്ള സമയത്ത് വർക്കിന് ഇറങ്ങിയാൽ മതി. അതുകൊണ്ട് തന്നെ ഫ്രീ ആയിരുന്നു. നമുക്ക് ക്ലാസ് ലീവാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലീവാക്കിയിട്ടൊക്കെ വർക്കിന് ഇറങ്ങാം. സ്കീം ചേർത്ത ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകളായിരുന്നു കംപ്ലീറ്റ്. അവർ സ്കീം സെയിൽ ചെയ്യലും അങ്ങനെയുള്ള വർക്കുകളായിരുന്നു. ജോബ് റോൾ അങ്ങനെയായിരുന്നു. സോ അത് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കുറച്ചു കാലം അതിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ പോയി. ഓൾറെഡി MLM ചെയ്ത് നമുക്ക് പരിചയമുണ്ടല്ലോ, അപ്പൊ ഈ ജോലി കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ. എളുപ്പമായി എനിക്ക്. ഞാൻ അതിൽ ആ കമ്പനിയിൽ ഞാൻ ആ ഒരു ബ്രാൻഡിൽ കയറിയ സമയത്ത് തന്നെ എനിക്ക് കുറെ ക്ലയന്റിനെ ആദ്യം കിട്ടി. പിന്നെ എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടി. അവിടുന്ന് കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ചെറിയ പ്രായമാണ്, അപ്പൊ പ്രായത്തെ പരിഗണിച്ചുകൊണ്ട് കുറെ സപ്പോർട്ട് എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ എനിക്ക് ഞാനെന്തോ ആ ജോലി അങ്ങനെ ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളെ സമയത്ത് ഇറങ്ങാം, ആരും നമ്മളെ പുഷ് ചെയ്യാനൊന്നും ഇല്ല, സുഖമാണ്. അങ്ങനെ ഇറങ്ങി. അപ്പൊ അടിപൊളിയായിട്ട് ഇങ്ങനെ പോയി. ഒരു സമയമായപ്പം അതിലും ചെറിയൊരു പ്രശ്നം സംഭവിച്ചു. അത് നമുക്കിങ്ങനെ കളക്ഷൻ്റെ ഫണ്ട് ഇങ്ങനെ വരും. സ്വാഭാവികമായിട്ട് നമുക്ക് എന്തെങ്കിലും വീട്ടിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മുടെ സാലറി വരുന്നതിന് മുൻപായിട്ട് നമ്മൾ ചിലപ്പോൾ 500 1000 അതിന് അത്യാവശ്യമൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ചെറുതായിട്ട് ഞാൻ എടുത്തപ്പോൾ ഒരു 8-9 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 8000-9000 രൂപയുടെ മൈനസ് വന്നു അതിൽ. അപ്പം അത് ഞാൻ ആരോട് പറഞ്ഞില്ല. എനിക്ക് ഭയങ്കര ഒരു വിഷമമായി. കാരണം ഞാനും ചെക്ക് ചെയ്തില്ല. ഇതിങ്ങനെ അറിയാതെ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് എടുത്തുപോയി. പക്ഷെ അവിടെ ഇടപാട് നടക്കുന്നുണ്ട്. പക്ഷെ ഞാനിനി അതിൽ വെക്കണം ക്യാഷ്. എന്നെ സംബന്ധിച്ചിട്ട് അത്രയും എമൗണ്ട് എനിക്കിപ്പോൾ കളക്ഷനിൽ നിന്ന് കിട്ടില്ല. ആകെ 2000-2500 രൂപ ഒരു മാസം കിട്ടുള്ളൂ. ഒരു 9000 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു 3 മടങ്ങ് അല്ലെങ്കിൽ അത്രയും അങ്ങോട്ട് എത്തി. വലിയ എമൗണ്ടായി. അപ്പം ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാനിത് ആലോചിച്ചിട്ട് ഞാൻ തല കറങ്ങി വീണു എന്ന് തന്നെ പറയാം. ഭയങ്കര ഉമ്മക്ക് ചോദിച്ചാൽ എന്താ വെച്ചപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. എൻ്റെ മൈൻഡിൽ ഇത് ടെൻഷനായി. ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് അങ്ങനെ ഞാൻ മനസ്സിലാക്കി ഒരു പെർമനന്റ് ആയിട്ടുള്ളൊരു ജോബ് വേണം. കാരണം ഈ കളക്ഷൻ പോലെ പോയിട്ട് കാര്യമില്ല. ഒരു പെർമനന്റ് ജോബിൽ നോക്കണം എന്ന് കരുതി ഞാൻ ഇതേ കമ്പനിയിൽ തന്നെ ആ ജ്വല്ലറി ബ്രാൻഡിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, അവരെ ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പം ഒരു മാർക്കറ്റിംഗിൽ വരുന്നൊരു കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പം അതിൽ ഞാൻ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാന്നുള്ള നിലയ്ക്ക്. കാരണം അത് ഞാൻ അങ്ങനെ ചെല്ലുന്ന സമയത്തൊക്കെ അവർ ബില്ലിങ് ചെയ്യുന്നു, നല്ല പയ്യന്മാർ ഭയങ്കര എക്സി ലുക്കിലേക്ക് നിൽക്കുന്നു. അപ്പോൾ എനിക്ക് അവർ ആ ചെയ്യുന്ന ജോലിനോട് ഇഷ്ടം തോന്നി. ആ ലുക്കൊക്കെ കണ്ടപ്പോൾ നല്ല അടിപൊളിയാണല്ലോ, ഒരു ഭാഗത്ത് AC ഇരുന്നാൽ മതിയല്ലോ, വെയിലുള്ളണ്ടല്ലോ. അങ്ങനെ ഞാൻ ആ ജോബിന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, CV തയ്യാറാക്കിയിട്ട് ഇന്റർവ്യൂവിന് പോയി. പക്ഷേ ഇന്റർവ്യൂവിന് പോയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ആ ജോലി ചെയ്യാനുള്ളൊരു ഞാനൊരു ക്വാളിഫൈഡ് അല്ല എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലായി. അവർ വെച്ച ക്വസ്റ്റ്യനൊന്നും എനിക്ക് ആൻസർ കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം അവരെന്നെ അവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ എന്നെ ഒരു മടക്കി വിട്ടപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം അവരെന്തോ ഒരു കോഡിൽ തൊട്ടപ്പുറത്തെ സ്റ്റാഫിനോട് HR എന്തോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കോഡ് ഞാൻ പിന്നീട് ജ്വല്ലറി കയറിയപ്പോൾ എനിക്ക് ആ കോഡ് മനസ്സിലായി. ആദ്യം മനസ്സിലായില്ല എനിക്ക്. പിന്നെ ഞാൻ ആ കോഡ് പറഞ്ഞ സമയത്ത് എനിക്ക് എന്തോ മനസ്സിലായി. പക്ഷെ എന്നെ കളിയാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വീട്ടിൽ പോയിട്ട് വീട്ടുകാർ ചോദിച്ചു എന്തായെന്ന് വെച്ചപ്പോൾ ഞാനിങ്ങനെ കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാനൊരു ഇന്റർവ്യൂവിന് പോയിട്ട് ഇന്ന് പൊട്ടി, എനിക്കൊരു നോളജ് ഇല്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ പിന്നെ എനിക്ക് എന്തോ ഒരു വാശി വന്നു. എങ്ങനെയെങ്കിലും ആ കമ്പനിയിൽ കയറണം എന്നായി, എങ്ങനെയെങ്കിലും ആ ജ്വല്ലറി ബ്രാൻഡിൽ കയറണം, സെയിൽസ്മാനായിട്ടെങ്കിലും കയറണം എന്നുള്ളൊരു വാശി വന്നു എനിക്ക്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, സെയിൽസിലോട്ട് നിൽക്കാന്നുള്ള നിലയ്ക്ക് ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തു. കമ്പനിയുടെ GM അതേപോലെ തന്നെ അതിൻ്റെ RM ഞാൻ മുൻപ് ഫീൽഡ് സ്റ്റാഫായിട്ട് സെയിൽസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് ചെറിയൊരു പരിചയം ഉണ്ടായിരുന്നു. സോ അവർക്ക് തന്നെ ആ ചെറിയൊരു പരിചയം ഉള്ളതിൻ്റെ പേരിൽ അവരെന്നെ സെയിൽസിലോട്ട് എടുത്തു. വേറെ ഒരാൾ റെക്കമെൻഡും ചെയ്തു. അങ്ങനെ ഞാൻ സെയിൽസിലേക്ക് കയറി. ചുരുക്കി പറയാം, ഞാൻ അങ്ങനെ ജ്വല്ലറിയിൽ സെയിൽസിൽ എന്ത് ചെയ്യും, ഒരു 7000 രൂപ സാലറിക്ക് ഞാൻ 2011 ജോലിയിൽ പ്രവേശിച്ചു. ഫിക്സഡ് സാലറി. എൻ്റെ കാൽക്കുലേഷൻ 2 മാസം കൊണ്ട് കടങ്ങളൊക്കെ വീടാം, പിന്നീട് സെറ്റ് ആവും എന്നുള്ള മൈൻഡിലാണ് ഞാൻ കയറിയത്. എന്ത് സംഭവിച്ചു? ലൈഫിൽ ഗ്രോത്ത് ഉണ്ടായോ, ഡൗൺ ആയോ? ഞാൻ കയറിയത് ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്തത് കുറ്റ്യാടി എന്ന് പറയുന്ന കുറ്റ്യാടിയിലാണ് വർക്ക് ചെയ്തത്. അവിടെ ആ ബ്രാഞ്ചിൽ അവിടെ കയറുന്ന സമയത്ത് ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷനിലാണ് ഉള്ളത്. കാരണം നമ്മൾ വളരെ എക്സി ലുക്കിലാണ്. പിന്നെ ജ്വല്ലറി, നല്ല കസ്റ്റമേഴ്സൊക്കെ വരും, വയർക്കണ്ട, AC, നമ്മളൊരു മനസ്സിലൊരു സങ്കല്പമുണ്ട്. ചെന്ന പാടെ കൗണ്ടറിൽ കയറിയിട്ട് ഭയങ്കര സ്മാർട്ടായിട്ട് നിൽക്കണം, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ അവിടെ ചെന്ന് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കൗണ്ടറിലല്ല, ഫ്ലോറിലാണ്.
അത് നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മൾ ഡ്രിങ്ക് വാട്ടർ കൊടുക്കുക, ചായ കൊടുക്കുക, അതാണ് എൻ്റെ ഡ്യൂട്ടി എന്നുള്ളത് മനസ്സിലാക്കി. കാരണം ഞാൻ ഇൻഷേർട്ടൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ഇതിനെ വെള്ളത്തിന്റെ ബോട്ടിലൊക്കെ വെച്ചിട്ട് ട്രയൽ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ ഓരോ കസ്റ്റമർക്ക് കൊണ്ടുപോയി കൊടുക്കുക, ചായ എടുത്തോളൂ എന്ന് പറയാം. അപ്പോൾ അത് എനിക്ക് മാത്രമല്ല, അവിടെ വരുന്ന എല്ലാ ട്രെയിനീസിനും അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് ആ സമയത്ത് വലിയ കുഴപ്പം ഉണ്ടായില്ല, കാരണം എൻ്റെ നാടല്ല, നാട്ടുകാരും കാണാനൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. സോ ഞാൻ അങ്ങനെ നിന്നു. ഞാൻ അവിടെ കുറച്ചു കാലം ആ ജോലിന് ചെയ്തു. എന്നെ കൗണ്ടറിലോട്ട് കയറ്റുന്നില്ല. കുറച്ച് ഒരു 1 month ആവുന്ന സമയത്താണ് എന്നെ കൗണ്ടറിലോട്ട് കയറ്റുന്നത്. കൗണ്ടറിൽ കയറിയ സമയത്ത് എനിക്ക് സെയിൽസ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ആ സമയത്ത് സെയിൽസ് വളരെ ഈസി ആണെന്നാണ് ഞാൻ അന്ന് വിചാരിച്ചത്, പ്രത്യേകിച്ച് ജ്വല്ലറിയിൽ. കൗണ്ടറിൽ കയറിയപ്പോഴാണ് മനസ്സിലാവുന്നത് അത്ര ഈസി അല്ല എന്നുള്ള. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാണുന്ന പോലെ ആയിരുന്നില്ല അന്ന്. ആ ജ്വല്ലറി നമ്മൾ കൗണ്ടറിൽ നിൽക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമർ ചോദിക്കുന്ന പ്രൊഡക്റ്റ് ആ ഷോപ്പിൽ ഒരിക്കലും ഉണ്ടാവില്ല. ആ ചോദിക്കുന്ന ആ ഒരു ഡിസൈൻ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, ആ തൂക്കത്തിലായിക്കൊള്ളുന്നില്ല. പിന്നെ ഇതിന്റെ കാൽക്കുലേഷൻസ് നമ്മൾ കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. സെയിൽസ്മാൻ തന്നെ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബിൽ എമൗണ്ട് പറഞ്ഞു കൊടുക്കുക. അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം കസ്റ്റമർ ആ ഒരു ജ്വല്ലറി ചോദിക്കുമ്പം ആ ജ്വല്ലറി അവർക്ക് അവിടെ ഇല്ലെങ്കിൽ പോലും നമ്മൾ സംസാരിച്ചിട്ട് എന്തെങ്കിലും അവരെ പിടിപ്പിച്ചേ മതിയാകും. ഞാൻ ഒരു എക്സാമ്പിൾ എനിക്കുണ്ടായത്, ഞാനൊരു തവണ കൗണ്ടറിൽ നിൽക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നു. അപ്പം ഞാനിങ്ങനെ ഭയങ്കര ആ ഒരു സ്റ്റാർട്ടിങ് സമയത്തിനാണ് ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റിൽ നിൽക്കുകയാണ്. ഒരു കസ്റ്റമർ എന്നിട്ട് എന്നോട് ചോദിച്ചു ഒരു പവൻ്റെ സച്ചിൻ ചെയിൻ വേണമെന്ന്. അപ്പോൾ സച്ചിൻ ചെയിൻ എന്ന് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല. സച്ചിൻ ചെയിൻ കൈ ചെയിനാണ് ചോദിച്ചത് അവർ, ഹാൻഡ് ചെയിൻ ചോദിച്ചപ്പോൾ സച്ചിൻ എന്ന് പറഞ്ഞ മോഡൽ, നമുക്ക് സച്ചിൻ എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന സച്ചിൻ നമുക്ക് ഓർമ്മ വരുള്ളൂ. അപ്പോൾ ഞാനത് മനസ്സിലായി. അപ്പോൾ ഞാനിങ്ങനെ സച്ചിൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ വേറെ അടുത്ത് എന്നോട് പറഞ്ഞു സേവാഗ് ഉണ്ട് അതിന് തൊട്ടടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ സേവാഗ് എന്ന് പറഞ്ഞൊരു മോഡലിൻ്റെ പേരാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കളിയാക്കാന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാനിങ്ങനെ ട്രേ എടുത്തിട്ട് ഞാൻ കാണിച്ചപ്പോൾ അവർ ചോദിച്ചു വേറെ ഉണ്ടോയെന്ന് ചോദിച്ചു എന്നോട്. അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു വേറെ ഇല്ല, ഇതെന്നെ ഉള്ളൂ എന്ന് പറഞ്ഞ പാട് ആ ഫാമിലി അപ്പം തന്നെ എണീറ്റു, നേരെ ഇറങ്ങി, എല്ലാം ക്വിക്ക്ലി സംഭവിച്ചു. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് നോക്കുമ്പോൾ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നൊരു പയ്യനുണ്ട്. അപ്പോൾ പിന്നെ അസിസ്റ്റൻറ്റ് മാനേജർ ഉണ്ട്. അപ്പോൾ ആ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന പയ്യൻ ഭയങ്കരമായിട്ട് എന്നോട് റോങ് ആയിട്ട് സംസാരിച്ചു. ആ പയ്യൻ ഭയങ്കരമായിട്ട് നീ എന്താ കാണിക്കുന്നത്, കുറച്ച് എന്നോട് തെറിയൊക്കെ പറഞ്ഞത്, കുറച്ചൊരു റോങ്ങിൽ സംസാരിച്ചു. then അസിസ്റ്റന്റ് മാനേജർ എൻ്റെ മേലോട്ട് വിളിച്ചിട്ട് പുള്ളി എന്ത് ചെയ്തു നന്നായിട്ട് ഫിറ്റ് ചെയ്തു. അപ്പോൾ എനിക്കന്നൊരു 17-18 വയസ്സ് പ്രായമുള്ളൂ. അപ്പോൾ ആ ഒരു ഫിറ്റ് ചെയ്ത് ആളതിന് ചീത്ത പറഞ്ഞ ശൈലിയൊക്കെ ഭയങ്കര മോശമായിപ്പോയി. അപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ ആ സമയത്തും ജോലി നമുക്ക് വിടാൻ പറ്റൂല്ല. കാരണം ഈ സമയത്ത് ജോലി അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഓൾറെഡി ഡിഗ്രി അവിടെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ വീട്ടിലേക്ക് തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ജോലി ഒഴിവാക്കി ഞാൻ പോകാൻ പറ്റില്ല. എങ്ങനെയും പിടിച്ച് നിൽക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഈ ചീത്തയൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമായി. കാരണം ഇതും എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് തോന്നലായി. പിന്നെ ഞാൻ അങ്ങനെ നിന്നു. പക്ഷെ എൻ്റെ കൂടെ കൗണ്ടറിൽ അന്ന് നിന്ന ഒരാളുണ്ടായിരുന്നു. പെട്ടെന്ന് ആളെ ഓർമ്മ വന്നു. ആളെ പേര് വിജേഷ് എന്നാണ്. ആള് എൻ്റെ അരക്ക് താഴെ ഹൈറ്റ് വളരെ കുറവാണ്. ആളാണ് പിന്നെ എന്നെ പതിയെ സെയിൽസ് പഠിപ്പിച്ചു തന്നു. ആളൊരു ഡ്രോപ്സിൻ്റെ ഇയറിങ്സിൻ്റെ സെക്ഷനിലായിരുന്നു. ആളെന്നെ ഓരോ പ്രോഡക്റ്റുകളും പഠിപ്പിച്ചു, കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു, പതിയെ പഠിപ്പിച്ചു. പിന്നെ അവിടെ ഒരു AGM ഉണ്ടായിരുന്നു, നിതിൻ എന്നായിരുന്നു ആളുടെ പേര്. ആള് ഭയങ്കര ഒരു വളരെ സ്നേഹത്തോട് കൂടിയിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു. എന്നോട് പറഞ്ഞു നീ അടിപൊളിയാവുന്നൊക്കെ പറഞ്ഞു. എന്നെ ടെലികോളിങ്ങിൽ കൂടി ഇൻവോൾവ് ആക്കി. നിന്റെ സംസാരം അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ടെലികോൾ കഴിപ്പിച്ചു. ഞാൻ ടെലികോൾ ചെയ്തപ്പോൾ ടെലികോളിങ് എനിക്കൊരു ഡ്യൂട്ടി തന്നപ്പോൾ ഞാൻ വെറുതെ ഏറ്റെടുത്ത്. ഞാൻ വിളിച്ചപ്പോൾ കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. ഞാൻ ഫോണിലൂടെ കസ്റ്റമേഴ്സിനെ വിളിക്കുമ്പോൾ എൻ്റെ ഓഫർ കേട്ടിട്ട് കസ്റ്റമർ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് കസ്റ്റമേഴ്സ് ഇവിടെ പ്രത്യേകിച്ച് ഓഫർ ഒന്നും ഉണ്ടാവില്ല. പരിപാടി പണ്ടേ തുടങ്ങി എനിക്ക് മനസ്സിലായി സംതിങ് അവർക്ക് ക്ലച്ച് ആവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ സെയിൽസിലും പതിയെ ട്രൈ ചെയ്തു. പിന്നെ എനിക്ക് പെട്ടെന്ന് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. എൻ്റെ നാട്ടിലൂടെ ട്രാൻസ്ഫർ കിട്ടി, തിരൂരോട്ട് ട്രാൻസ്ഫർ കിട്ടി. തിരൂര് ഞാൻ എന്ത് ചെയ്തു ട്രാൻസ്ഫറായി ഇങ്ങോട്ട് വന്നു. തിരൂരിൽ നിന്നാണ് പിന്നെ ഞാൻ എന്ത് ചെയ്തത് സെയിൽസ് കൂടി കൂടുതലായിട്ട് പഠിച്ചത്. ഈ സെയിൽസിലൊരു ഒരു രസമുണ്ട്, നമുക്ക് സെയിൽ ചെയ്യുന്ന ആളുകൾ കിട്ടുന്ന ഒരു രസമുണ്ട്. അതെനിക്ക് തിരൂരിൽ നിന്ന് എൻജോയ് ചെയ്തു, ഒരു കിക്ക് കിട്ടി. ഞാൻ പതിയെ ആ ബ്രാഞ്ചിലെ ഏറ്റവും ടോപ്പ് പെർഫോമറായിട്ട് ഞാൻ മാറി. അവിടുത്തെ ഡയമണ്ട്സും ഗോൾഡിലെല്ലാം ടോപ്പ് പെർഫോമറായിട്ട് ഞാൻ മാറി. അപ്പോൾ അതെനിക്ക് കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ എന്നെ സംബന്ധിച്ചിട്ട് അതൊക്കെ ഭയങ്കര അച്ചീവ്മെൻ്റ് ആണ് അന്ന്. കാരണം തൊട്ട് ബാക്കിലോട്ട് നോക്കുമ്പോൾ ഒന്നും അറിയില്ല, പക്ഷെ ഇപ്പം ആ ബ്രാഞ്ചിലേറ്റം ടോപ്പറായി മാറുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതിൽ ഭയങ്കര ഒരു കൺവീനിയൻ്റ് ആയി. ഞാൻ അവിടെ അടിപൊളിയായിട്ട് അങ്ങനെ മുമ്പോട്ട് പോയി. എത്ര വർഷം പോയി യാത്ര? അത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഞാൻ തിരൂരും അവിടെ കൂടി 1.5 വർഷമാണെന്ന് തോന്നുന്നു. ഏകദേശം ഒരു 1.5 വർഷമാണ് തിരൂർ നിൽക്കുന്ന സമയത്ത്. ആ ടൈമിലാണ് പിന്നെ കണ്ണൂരോട്ട് ഞാൻ ട്രാൻസ്ഫർ ആവുന്നത്. കണ്ണൂര് ബ്രാൻഡ് നെയിം ചെമ്മണ്ണൂരാണ്. കാരണം മറഡോണ വന്ന് ഉദ്ഘാടനം ചെയ്തൊരു ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഞാൻ ബോബി ചെമ്മണ്ണൂരിലായിരുന്നു. ഞാൻ അവിടെ പോയിട്ട്
കണ്ണൂർ ബ്രാഞ്ചിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ ചോദിച്ചു വാങ്ങിച്ചു. കണ്ണൂർ ബ്രാഞ്ച് മറഡോണയ്ക്ക് വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു, നല്ല തിരക്കാന്ന് പറയുന്നു. ഞങ്ങൾ തിരൂർ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കേൾക്കും, കണ്ണൂർ നല്ല തിരക്കാണ്, ലീവൊന്നും കിട്ടില്ല, ഫുഡ് കഴിക്കാൻ പോലും പറ്റില്ല, ഭയങ്കര തിരക്കാണ്, അവിടെയൊക്കെ പോയാൽ പെട്ടുപോകുന്നു പറയുന്നു സ്റ്റാഫുകൾ. അപ്പൊ എനിക്ക് ആഗ്രഹം അവിടെ പോയാൽ പെടുവോ എന്ന് എനിക്ക് അവിടെ പോകണമെന്നായി. കാരണം അത്രയും റഷ് ഉള്ള ഒരു സ്റ്റോർ. ആ ഇൻസെന്റീവ് തുടങ്ങിയായിരുന്നു. അപ്പൊ ഇൻസെന്റീവും കിട്ടുമല്ലോ, കാരണം സ്വാഭാവികമായിട്ട് ഇപ്പോഴേക്കാളും കൂടും. അപ്പൊ തിരക്കെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ആളുകളൊക്കെ അവിടുന്ന് എങ്ങനെയെങ്കിലും അവിടുന്ന് വേറെ ബ്രാഞ്ചിക്ക് ട്രാൻസ്ഫർ ആവണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ആകാൻ വേണ്ടിയിട്ട് ചോദിച്ചു വാങ്ങി. ഞാൻ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ഇവിടുന്ന് മാനേജേഴ്സ് എന്നെ ഇവിടുന്ന് വിടുന്നില്ല, അവർക്ക് ഞാൻ നല്ലൊരു പെർഫോമർ ആയതുകൊണ്ട് എന്നെ ഇവിടുന്ന് വിടുന്നില്ല, എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോവുകയും വേണം. അങ്ങനെ ഞാൻ കുറെ പരിശ്രമിച്ചപ്പോൾ അവിടുത്തെ മാനേജർ വിളിച്ചു, ഞാൻ കണ്ണൂരിൽ ആളെ വിളിച്ചപ്പം ആൾക്ക് ഭയങ്കര ഒരു ഇതെന്താ ഇങ്ങനെ ഒരാൾ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നു ചോദിച്ചു. ആള് നേരെ തിരൂർ ബ്രാഞ്ചിൽ കണക്ട് ചെയ്തപ്പോൾ തിരൂരുകാർ പറഞ്ഞു ഇങ്ങനെ നിഹാലിനെ ഇപ്പോൾ അവിടെ അയക്കാൻ പറ്റില്ല, നിഹാലിനെ അയക്കണമെങ്കിൽ അവിടുന്ന് 2 പേരെ ഇങ്ങോട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര വാല്യൂ ആയി. അപ്പൊ എന്നെ വിടണമെങ്കിൽ 2 പേരാവും, സീനിയേഴ്സ് ആയിട്ടുള്ള 2 പേരെ വിട്ടാലേ എന്നെ വിടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ മാനേജർ എഗ്രി ചെയ്തു, 2 പേരെ വിടാം, ഇവനെ വിട്ടുവെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ണൂരോട്ട് പോയി. കണ്ണൂർ പോയിട്ട് ഞാൻ വേറൊരു ലോകം, ഗോൾഡിന്റെ അത്രയും നമ്മളൊരു 20 സ്റ്റാഫ് നിൽക്കുന്നിടത്ത് 100-ലധികം സ്റ്റാഫുകൾ, അത്രയും ഹെവി സ്റ്റോക്ക്, ഹെവി കസ്റ്റമേഴ്സ്, ഒരുപാട് കസ്റ്റമേഴ്സിനെ പഠിക്കാൻ പറ്റുന്നു. നമുക്ക് കയറിയത് മുതൽ നമുക്ക് ഷോപ്പിൽ നമ്മൾ ഒരു 9 മണിക്ക് എത്തിയത് മുതൽ നമുക്ക് രാത്രി വരെ നമുക്ക് കസ്റ്റമേഴ്സ്. അപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്ത് ജോലി ചെയ്യാൻ പറ്റുന്നു. ഫുഡൊക്കെ ചിലപ്പോൾ നമ്മൾ 5 മണി 6 മണി 7 മണിക്കാവും ലഞ്ച് കഴിക്കുന്നുണ്ടാവില്ലേ. ലഞ്ച് കഴിക്കുമ്പോൾ നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ഒരു കസ്റ്റമറിലൂടെ എങ്ങനെ ജീവിക്കാനായിരുന്നു എനിക്കിഷ്ടം. ഓരോ കസ്റ്റമേഴ്സിന് അവർക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, അത് എൻ്റെ ഒരു പാഷനായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഇതൊന്നും പാഷനാവുന്നത്. എൻ്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണെന്നുള്ളത് ഞാൻ പോലും അറിയാതെ അതങ്ങനെ അവിടെ ഫീഡ് ചെയ്തു. അങ്ങനെ ഞാൻ അതിൽ വളരെ എൻജോയ് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്തു. 2 വർഷം അങ്ങനെ പോയി തോന്നുന്നു. അതിനുശേഷം ഞാൻ കോയമ്പത്തൂർ ഇടയ്ക്ക് ജോയ് ആലുക്കാസിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ കോയമ്പത്തൂർ വർക്ക് ചെയ്തിരുന്നു. കോയമ്പത്തൂർ ജസ്റ്റ് ഒരു 3 മന്ത് ഞാൻ വർക്ക് ചെയ്തു. പക്ഷെ എനിക്ക് അവിടുന്ന് അത്ര കംഫർട്ട് ആയില്ല. ഞാൻ തിരിച്ചെന്ത് ചെയ്തു, നേരെ ചെമ്മണ്ണൂരിനെ വീണ്ടും വന്നു. ദെൻ ചെമ്മണ്ണൂർ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് നാട്ടിലോട്ട് വേറൊരു ജ്വല്ലറിയിൽ നിന്ന് നല്ലൊരു ചാൻസ് കിട്ടി. അപ്പോൾ ഞാൻ എന്തായാലും അവിടുന്ന് മാറണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് വളാഞ്ചേരിയിൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞ ഒരു ജ്വല്ലറി ഉണ്ടായിരുന്നു. അവിടെ സെയിൽസിൽ ഞാൻ ഇതേപോലെ ഗോൾഡിലായിട്ടാണ് ഞാൻ ചെന്നത്. പക്ഷെ അവിടെ ഡയമണ്ട് സ്റ്റാഫ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു വാങ്ങിച്ചു, ഞാൻ ഡയമണ്ട്സ് നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ മാനേജർ അവരൊക്കെ ഓക്കെ നീ നോക്കിക്കോന്ന് പറഞ്ഞു. എന്നെ നേരെ ഈ പറയുന്ന ഡയമണ്ട്സ് ഇൻചാർജ് ആയിട്ട് എന്നെ നിയമിച്ചു. അപ്പോൾ ഡയമണ്ട് ഇൻചാർജ് നിയമിക്കുന്ന സമയത്ത് അവിടെ വലിയ രീതിയിലുള്ള ഡയമണ്ട്സിലൊന്നും ഫോക്കസ് ചെയ്തിരുന്നില്ല. അവിടെ സ്വാഭാവികമായിട്ടും ഗോൾഡ് തന്നെയായിരുന്നു എല്ലാവരും ഫോക്കസ് ചെയ്തിരുന്നത്. ഡയമണ്ട്സ് കാരണം ആ ഒരു ഏരിയയിൽ ഡയമണ്ടും അൺകട്ടൊക്കെ അങ്ങനെ പോകുക എന്നുള്ളത് കുറവായിരുന്നു. സെയിൽ ആവല് അത്ര വലിയൊരു ഹെവി സിറ്റി ആയിരുന്നില്ല. അപ്പം എനിക്ക് തന്നൊരു ടാർജറ്റ്, ഒരു ഫിഗർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ഏറ്റെടുത്തപ്പോൾ എന്നോട് പറഞ്ഞത് നീ ടാർജറ്റ് ഒന്നും ഫോക്കസ് ചെയ്യണ്ട, നിനക്കുള്ള ഇൻസെന്റീവ് ഒക്കെ വരും, പറ്റുന്നവരൊക്കെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കതൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇതിലും വലിയ സ്ഥലത്തു നിന്ന് വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആദ്യത്തെ മാസം തന്നെ അവർ തന്ന ടാർജറ്റിന്റെ ഡബിൾ കൂടുതൽ ചെയ്തു. അപ്പോഴാണ് അവർക്ക് കൂടുതലായിട്ട് മനസ്സിലായത് ഇത് ഇത്ര പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ട് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ആ ഒരു ഏരിയ ഒന്നുകൂടി അടിപൊളിയാക്കി. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അവിടെ എന്ത് ചെയ്തു, നല്ല ഉഷാറായിട്ട് ജോലി ചെയ്തു. നല്ല ഒരുപാട് കസ്റ്റമേഴ്സിനെ നമുക്ക് നല്ല പ്രീമിയം പ്രോഡക്റ്റുകൾ കൊടുക്കാൻ പറ്റി, നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റി. അങ്ങനെ എൻ്റെ ഒരു ലൈഫ് അങ്ങനെ പോയി. അവിടെ നിന്നാണ് ഈ പറയുന്ന ഒരു ഓൺട്രപ്രണർ ആകണം അല്ലെങ്കിൽ ഗോൾഡൻ കപ്പ് എന്ന് പറയുന്ന വലിയൊരു ആശയം മനസ്സിലേക്ക് കയറുന്നത്. അതായിരുന്നില്ല അവസാനത്തെ ജോലി? തീർച്ചയായിട്ടും അതെ. എങ്ങനെയാണ് ഗോൾഡൻ കപ്പിൽ എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാകുന്നത്? ഈ ഗോൾഡൻ കപ്പ് എന്നുള്ളൊരു ആശയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൺസെപ്റ്റ്, ഞാൻ ഇതിലോട്ട് ഒരു സെയിൽസിൽ പോയി ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോവുമായിരുന്നു. അതിൽ നിന്ന് എൻ്റെ മൈൻഡ് കൺവേർട്ട് ആയി തുടങ്ങിയത്, ഞാൻ സെല് ചെയ്യുന്ന പ്രോഡക്റ്റുകളെല്ലാം പ്രീഷ്യസ് ആയിട്ടുള്ള ജ്വല്ലറിയാണ്. ഗോൾഡ് ഈസ് എ പ്രീഷ്യസ് മെറ്റലാണ്. അതുപോലെ പ്രീഷ്യസ് സ്റ്റോൺസ് ഉണ്ട്, ഡയമണ്ട്സും അതേപോലെ തന്നെ റൂബി, എമറാൾഡ് പോലെയുള്ള ലൈക്ക് പ്രീമിയം ആയിട്ടുള്ള സ്റ്റോൺസ് ഉള്ള അല്ലെങ്കിൽ പ്രീഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ് ജ്വല്ലറീസ് ഉണ്ട്. സോ ഞാനിത് സെല് ചെയ്യുമ്പോൾ ഞാൻ റിയലൈസ് ചെയ്തൊരു സംഭവം, വെഡ്ഡിങ്ങിൻ്റെ അന്നത്തേക്ക് ആളുകൾ ജസ്റ്റ് ആ ഒരു മൊമെന്റിന് വേണ്ടി മാത്രമാണ് ഈ പ്രൊഡക്റ്റൊക്കെ ഉപയോഗിക്കുന്നത്. അവരെ സംബന്ധിച്ചിട്ട് ഗോൾഡ് എല്ലാവരും എടുക്കും, അതൊരു ട്രഡീഷണലി എല്ലാവരും നമ്മളൊരു സംസ്കാരത്തിന്റെ ഭാഗമാണല്ലോ, സിസ്റ്റം അങ്ങനെയാണ്, എല്ലാവരും ഗോൾഡ് എടുക്കുന്നുണ്ട്. അപ്പം ഈ ഹെവി ആയിട്ട് വരുന്ന ഇങ്ങനത്തെ ജ്വൽസ് അവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇവർ ഈ ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഒരു 2-3-4 മാസമൊക്കെ കഴിയുമ്പോൾ ഇത് സെല്ല് ചെയ്യും. സെല്ല് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ടൊരു മാർജിൻ വ്യത്യാസം അതിൽ നഷ്ടം വരും. ചില ആളുകൾ അത് മനസ്സിലാക്കും, ചില ആൾക്ക് അത് അറിയുന്നുണ്ടാവില്ല. പക്ഷെ നമുക്കത് അറിയാൻ പറ്റും, നമ്മളാണത് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നമേ അല്ല, അവരെ സംബന്ധിച്ച് പ്രശ്നമില്ല. പക്ഷെ സെയിൽ ചെയ്യുമ്പോൾ ഇത്രയും മാർജിൻ കുറയുമ്പോൾ ഞാൻ അന്ന് ചിന്തിച്ചത്, ഗോൾഡ് എന്തായാലും എടുക്കുന്നുണ്ട്, ഈ പറയുന്ന ഹെവി ആയിട്ട് വരുന്ന ഇങ്ങനത്തെ പ്രീമിയം പ്രൊഡക്റ്റുകൾ എന്തുകൊണ്ട് നമുക്ക്
ഗോൾഡ് അല്ലാത്തൊരു മെറ്റലില് സെയിം ഡിസൈൻ തന്നെ നമ്മൾ കാണുമ്പോൾ പക്ക ഒരു പ്രീഷ്യസ് ജ്വല്ലറി മെറ്റൽ ഗോൾഡ് അല്ലാതെ ചെയ്യുകയാണെങ്കിൽ സംതിങ് ബ്രൈഡ്സിന് അത് ഉപയോഗിച്ചാൽ മതിയല്ലോ. അവർക്ക് ആ ക്യാഷിനും കൂടി മേക്കിംഗ് ചാർജിന് എമൗണ്ടും കൂടി ഗോൾഡ് എടുക്കാമല്ലോ. അപ്പോൾ അത്രയും ഗോൾഡ് അവർക്ക് വാങ്ങിക്കാമല്ലോ. സോ ഞാൻ അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ നിലവിൽ അങ്ങനെ വല്ല സംരംഭങ്ങളും നിലവിലുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. എനിക്ക് ലീവ് കിട്ടുന്ന ദിവസമൊക്കെ ഞാൻ വീട്ടിൽ ചില ദിവസങ്ങൾ പോവാതെ ഞാൻ ഓരോ സിറ്റികളിൽ ഇറങ്ങി ഓരോ ഷോറൂമുകളൊക്കെ കയറി ചുമ്മാ കസ്റ്റമറെ പോലെ കയറിയിട്ട് ഞാൻ അവിടുത്തെ പ്രൊഡക്റ്റുകൾ നോക്കും, പ്രൈസ് നോക്കും. അതെന്തിനാ നോക്കുന്നത് അന്ന് ചോദിച്ചാൽ എനിക്ക് അന്ന് വലിയ ഐഡിയ ഒന്നും ഉണ്ട്. ഞാനങ്ങനെ ഒരു ഇന്നതിന് R&D എനിക്ക് സത്യം പറഞ്ഞാൽ അതൊന്നും അന്നൊരു R&D ലെവലൊന്നും അല്ല. R&D ലെവലാണെന്ന് വെച്ചാൽ R&D ആണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് അറിയുന്നില്ല. ഞാൻ ഓരോ സിറ്റികൾ പോകുന്നു, ഓരോ ഷോറൂമുകൾ കയറുന്നു. ഞാൻ അങ്ങനെ ഒരുപാട് സിറ്റികളിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായത് നിലവിൽ കേരളത്തിൽ അങ്ങനത്തെ പ്രോഡക്റ്റുകൾ ഇല്ല. പല സ്ഥലങ്ങളും ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇമിറ്റേഷൻ ഗോൾഡ് ആണ് കൂടുതലുള്ളത്. ഇമിറ്റേഷൻ ഗോൾഡ് ആണ് എക്സാക്ട് ഇമിറ്റേഷൻ ഗോൾഡ് ആണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഇമിറ്റേഷൻ ജ്വല്ലറി വേറെ തന്നെ ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ അത് കല്യാണത്തിന് അതല്ല ഞാൻ ആഗ്രഹിച്ചത്. ഒരു റോയൽ ലുക്ക് കിട്ടണം. പിന്നെ അത് മാത്രമല്ല, എനിക്ക് വേറൊരു സംഭവം ക്യാച്ച് ചെയ്തത്, ഞാൻ ഒരുപാട് കല്യാണങ്ങൾക്കും പോകും. നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്യുന്ന കല്യാണം ഉണ്ടാവും. നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് കല്യാണങ്ങൾ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടും. പറ്റുന്നതിനേക്കാളും പോകാറുണ്ട്. പോകുന്ന സമയത്തൊക്കെ നമുക്കൊരു ബ്രൈഡിനെ കണ്ടു കഴിഞ്ഞാൽ, ഒരു 10 വർഷം മുൻപ് ഒരു ബ്രൈഡിനെ കണ്ടു കഴിഞ്ഞാൽ ആ ബ്രൈഡിന്റെ ലുക്ക് കാണുമ്പോൾ അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആ ലുക്കിൽ മനസ്സിലാവും. നമ്മൾ ഒരു ഫോട്ടോ കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാവും. ആ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമായിരുന്നു അവരിട്ടിരിക്കുന്ന കോസ്റ്റ്യൂം, ജ്വല്ലറി, എൻ്റെ ലുക്ക് കാണുമ്പോൾ തന്നെ ഇത് ഏതാണ് റേഞ്ച് എന്നുള്ളത് ചില ആൾ വിലയിരുത്തി നമുക്ക് മനസ്സിലാവും പെട്ടെന്ന്. അപ്പൊ എനിക്ക് അന്നും അങ്ങനെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഉള്ള ആളുകൾക്ക് മാത്രം നല്ലത് എടുക്കാൻ പറ്റുന്നു, അവർക്ക് തന്നെ അത് നഷ്ടവും വരുന്നു. ചില ആൾക്കാർ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ എടുക്കാനേ കഴിയുന്നില്ല. അപ്പം ഒരു 20-25 പവനൊക്കെ ഗോൾഡ് എടുക്കാൻ വരുന്നൊരു കസ്റ്റമർ അന്ന് ചിന്തിക്കേണ്ടത്, അന്ന് ഗോൾഡിന് 22,000 രൂപ 20,000 രൂപ ആ ഒരു റേഞ്ച് അന്ന് ഗോൾഡിന് ഒരു പവനുള്ളൂ. എന്നിട്ട് പോലും അന്ന് ഒരു 25 പവനൊക്കെ എടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് ഈ പറയുന്ന ഹെവി ആയിട്ട് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജ്വല്ലറി ഒന്നും വേറെ ചെയ്യാൻ പറ്റൂല കല്യാണത്തിന്. അവരിട്ട് നോക്കും, ജ്വല്ലറി വന്ന സമയത്ത് നമ്മൾ കാണിച്ചു കൊടുക്കും, പ്രൈസ് ഒക്കെ പറയുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി വെക്കും. സ്വാഭാവികമായിട്ടും ഒരു ബ്രൈഡിന്റെ ഒരു പെയിൻ പോയിന്റ് ആയിരുന്നു അത്. കാരണം അവര് ആകെ ലൈഫിൽ വെഡിങ്ങിനെ ഇതൊക്കെ ഉപയോഗിക്കുള്ളൂ, പിന്നെ ഇത് ഇടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ആ ഒരു ടൈമിലേക്ക് അവർക്ക് ഇത് ഇടാൻ കഴിയാത്തത് ഇതിന് ഹൈ കോസ്റ്റ് ആണ് വരുന്നത്. സംതിങ് ഞാൻ അന്ന് ചിന്തിച്ചതാണ്, എന്തുകൊണ്ട് നമുക്ക് ഇത്തരത്തില് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഡയമണ്ട് കൗണ്ടർ പോലത്തെ ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു കൗണ്ടർ, അതിൽ നല്ല ഭംഗിയിലുള്ള ഡിസ്പ്ലേ, പക്ഷെ ജ്വല്ലറി നല്ല പ്രീമിയം ജ്വല്ലറി, എന്നാൽ ഗോൾഡ് അല്ല, പകരം ഈ ടൈപ്പ് ഓഫ് ജ്വല്ലറി, ആ ജ്വല്ലറി നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊരു പ്ലാൻ വന്നു. ഞാൻ എന്ത് ചെയ്തു, അതിന്റെ കൂടുതൽ സിൽവറും കുറച്ച് സിൽവറിന്റെ ഇറ്റാലിയൻ സിൽവറൊക്കെ ആഡ് ചെയ്യാന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ പതിയെ എന്ത് ചെയ്തു, ഇതെന്തായാലും ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ഷോപ്പ് ചെയ്യണം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. എങ്ങനെ ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും എനിക്കറിയില്ല. അപ്പം അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ്. അപ്പം ഞാൻ ആ സ്റ്റാഫിനോട് ഈ കാര്യം സംസാരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അവൻ്റെ ഒരു കസിൻ ഉണ്ട്, അവൻ്റെ ഒരു പരിചയമുള്ള ഒരു ഇക്ക ഉണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു എന്നോട്, ആ ഇക്ക നല്ല ഫണ്ടുള്ള ഒരാളാണ്, നീ പോയി നീ സംസാരിച്ചാൽ ഇപ്പോൾ ആൾ ഓക്കെ ആവുമെന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റർ. അത് ഞാനും അവനും കൂടി ഇക്കാരുടെ അടുത്ത് പോയിട്ട് ഞാൻ എൻ്റെ പ്ലാൻ മൊത്തം പറഞ്ഞു. ഇതിങ്ങനെയാണ്, ഭയങ്കര സെയിൽ കിട്ടും, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ചോദിച്ചത്, ഇതാരൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു, നിങ്ങൾ തന്നെ സെയിൽ ചെയ്യുന്നു ചോദിച്ചു എന്നോട്, ഇതിലോട്ട് ഇറങ്ങുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് ഞാൻ നിൽക്കാതെ ഇവന് നിൽക്കും, നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ നല്ല ലാഭം ഉണ്ടാവും, നമുക്ക് ഒരുമിച്ച്. അങ്ങനെ ഒരുപാട് ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ ആൾ ഓക്കെ വില്ലിങ് ആയി. ആൾ പറഞ്ഞു, നിനക്ക് എത്ര ഫണ്ടാണ് വേണ്ടത്, നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നീ റൂം നോക്കുന്നു പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായൊരു മറ്റൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. ഒരു കല്യാണ പാർട്ടി, അവരുടെ വെഡ്ഡിങ് നാളെയാണ്, അടുത്ത ദിവസമാണ് വെഡ്ഡിങ് വരുന്നത്. അവർ വൈകിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ആകെ ഒരു സംസാരം, ഒരു ചെറിയ കരച്ചിലൊക്കെ കാണുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് കല്യാണത്തിന് ഇവർ പ്രതീക്ഷിച്ച എമൗണ്ട് തലേ ദിവസം ഇവർക്ക് കിട്ടുമെന്ന് വിചാരിച്ച എമൗണ്ട് ഇവർക്ക് കിട്ടിയില്ല. ആ എമൗണ്ട് കിട്ടാത്തതിന്റെ പേരിൽ നമുക്ക് ജ്വല്ലറിന്ന് ഗോൾഡ് കൊടുക്കാനും പറ്റില്ല. ജ്വല്ലറിലാണെങ്കിൽ റൂൾസ് വെച്ചിട്ട് നമുക്ക് ക്രെഡിറ്റ് സിസ്റ്റം ഇല്ല ആ സമയത്ത്. സ്വാഭാവികമായിട്ടും ജ്വല്ലറിക്ക് അവർ നൽകുന്ന എമൗണ്ടുള്ള ഗോൾഡേ കൊടുക്കാൻ കഴിയുള്ളൂ. കസ്റ്റമർക്കാണെങ്കിൽ അവർ സെലക്ട് ചെയ്തതാകോ 15-20 പവനെ താഴെ ഉള്ളൂ. പക്ഷെ അവർക്ക് എങ്ങനെയും ആ ഗോൾഡ് കൊടുത്തിട്ട് അവർ ക്യാഷ് കൊടുന്നരാന്ന് അവർ പറയുന്നു. കാരണം നമ്മൾ സ്റ്റാഫുകളായതുകൊണ്ട് ആർക്കും അവിടെ തീരുമാനം എടുക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് ഈ കസ്റ്റമർക്ക് ഗോൾഡ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ബ്രൈഡിന്റെ ഉമ്മ, ബ്രൈഡിന്റെ വെല്ലിമ്മ, ഇവരെല്ലാം ഷോപ്പിലുണ്ട്. എല്ലാവരും കരയാണ് ആ സമയത്ത്. ലാസ്റ്റ് ഈ വെല്ലിമ്മയുടെ കയ്യിൽ നിന്നൊരു പഴയൊരു വള അങ്ങനെ ഒരു ഊരിയിട്ട് അത് ആള് കൗണ്ടറിന്റെ ഗ്ലാസ്സിൽ വെച്ചിട്ട് എന്നോടത് പറഞ്ഞത്, ഞാനൊരു സെയിൽസ്മാൻ ആണ്, എന്നോടത് വെച്ചിട്ട് എന്നോട് പറയുന്നു, മോനെ നീ ഇതൊന്ന് തൂക്കി നോക്കിയിട്ട് ഇത് വെച്ചാലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഗോൾഡ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ആ വെല്ലിമാണ്ട് പറയാം, ഇതൊരിക്കലും കഴിയില്ല, പക്ഷെ പറയാനും പറ്റുന്നില്ല.
ആ ഒരു സിറ്റുവേഷൻ നമ്മളെല്ലാവരും അപ്പം എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീൽ ചെയ്തു. അത് ഞാൻ ചിന്തിച്ചത് ഗോൾഡ് ഉണ്ടായാലേ ആ കല്യാണത്തിന് ഇവർക്ക് ഒരുങ്ങിയ ഒരാളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യം. ഗോൾഡ് ഇല്ലെങ്കിലും നിന്നൂടെ എന്നുള്ളിടത്ത് ഇല്ല, അത് ഭയങ്കര മോശമാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എല്ലാവർക്കും ഉള്ളത്. അതാണ് അവരെ ഈ സങ്കടം, ഈ കരച്ചിൽ എങ്ങനെ നാളെ മാറ്റി ഒരുങ്ങി നിൽക്കും എന്നുള്ളൊരു, ചിലപ്പോൾ അവരുടെ പയ്യന്റെ വീട്ടിൽ നിന്ന് അത് ചോദിച്ചിട്ടൊന്നും ആയിരിക്കില്ല, ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്നും ഇല്ലാതെ നിൽക്കേണ്ട എന്നുള്ള തോന്നലാണത്. ഇതും കൂടി ആയപ്പോൾ എനിക്ക് എന്തായി, ഞാൻ ഉറപ്പിച്ചു ഇതെന്തായാലും ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ്, ഈ ഒരു ആശയം ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എനിക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒരു ഇൻവെസ്റ്ററെ കാണാൻ വിചാരിക്കുന്നതും. ഇൻവെസ്റ്റർ എൻ്റെ സുഹൃത്ത്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ, ആ സ്റ്റാഫിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പം അവൻ എന്നോട് പറഞ്ഞു നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കസിനെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നു. ആ കസിനെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. അങ്ങനെ ആളെ കാണാൻ വേണ്ടി ഞാൻ പോയി. ഈ ആളെ കാണാൻ വേണ്ടി പോകുമെന്ന് പറയുമ്പോൾ നിരന്തരം പോകും, ഒരു ദിവസം ഒന്നും ആയിരിക്കോളന്നില്ല. ചിലപ്പം ചില ദിവസങ്ങളൊക്കെ ഷോപ്പ് അടച്ചിട്ട് 9 മണി 10 മണിക്കൊക്കെയാണ് ഷോറൂം അടയ്ക്കുന്നെങ്കിൽ ചിലപ്പം രാത്രി ആളെ വീട്ടിലേക്ക് പോകണമെന്ന് പറയും സംസാരിക്കാൻ. കാരണം വൺ ടൈം സംസാരമൊന്നും ആൾ ഇൻവെസ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ രാത്രി ഷോപ്പ് അടച്ചിട്ട് വീണ്ടും ബൈക്ക് എടുത്തിട്ട് ഞാൻ ഇവരും കൂടി രാത്രി പോകും, ആളെ വീട്ടിൽ പോകും, കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, പിന്നെ തിരിച്ചു വരും. പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ ആൾ വീണ്ടും പറയും സംശയം ഉണ്ടെന്ന് പറയും, വീണ്ടും അങ്ങോട്ട് പോകും. ഫൈനലി ആൾ സമ്മതിച്ചപ്പോൾ ഞാൻ റൂം നോക്കാന്നുള്ള നിലയ്ക്ക് അപ്പോഴത്തേക്കും ജോലി കിട്ടു. ഇല്ല, ഞാൻ ആ സമയത്തും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ജോലി വിട്ടിട്ടില്ല. ഞാനിങ്ങനെ കാശ് മുടക്കില്ലെങ്കിൽ വിട്ടുപോകുമല്ലോ. അല്ല, ഞാൻ ആയതിനു ശേഷം ഇറങ്ങാന്നുള്ള തീരുമാനത്തിലാണ്. കാരണം ഷോറൂം ഒരു റൂം കണ്ടെത്തണം, വർക്ക് നടക്കണം, അവിടെ എല്ലാം പ്രോസസ്സ് ഉണ്ടല്ലോ, എന്നിട്ട് റിസൈൻ ചെയ്യാന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ഞാൻ റൂം നോക്കാൻ വേണ്ടി ഇറങ്ങി, പല സ്ഥലങ്ങളിലായിട്ട് നോക്കി. എനിക്ക് അഫോർഡബിൾ റൂമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഫൈനലി ഞാൻ തിരൂര് ദാറുസലാം എന്ന് പറഞ്ഞൊരു മോള് വർക്ക് നടന്ന് ഏകദേശം ഫിനിഷിങ് സ്റ്റേജിലായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു റൂം കണ്ടു. അവിടെ പോയപ്പോൾ അവിടെ റൂമുകൾ മുകളിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബിൽഡിംഗ് ഓർഡർ ഞാൻ നമ്പർ കിട്ടി. ആ ബിൽഡിംഗ് ഓർഡർ ഞാൻ കോൾ ചെയ്തപ്പം ഒരു പ്രായമായ ഒരു മനുഷ്യനാണ്. അപ്പോൾ ആൾ എന്നോട് ചോദിച്ചു, കുട്ടിയെ നീ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ബിൽഡിങ്ങിലുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ ഒരു വില്ല ഉണ്ട്, അവിടെ ഞാനുണ്ട്, നീ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ ആളെ കാണാൻ വേണ്ടി പോയപ്പോൾ ആൾ ഒരു വെള്ളയും വെള്ളയിട്ടൊരു കോസ്റ്റ്യൂം, ആളൊരു തൊപ്പിയൊക്കെ വെച്ച് വെള്ള താടിയൊക്കെ ആയിട്ട് പ്രായമായ ഒരു മനുഷ്യൻ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ ആൾ വളരെ സ്നേഹത്തോടു കൂടി, ആളൊരു ചെറിയൊരു ഊഞ്ഞാലിൽ ഇങ്ങനെ, ചെറിയൊരു ഊഞ്ഞാല്, അപ്പോൾ എന്നെ ഊഞ്ഞാലിൽ വിളിച്ചിരുത്തിട്ട്, ഊഞ്ഞാലിൽ ആദ്യം ഇരുത്തുന്നത്, അവിടെ നിന്ന് ഊഞ്ഞാലൊക്കെ ആടി എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ട് പറഞ്ഞു എന്താ എൻ്റെ പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ് ഞാനിങ്ങനെ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പൈസ ഉണ്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ റെഡിയാണ്, ഓക്കെ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, റൂം ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് ഓക്കെ ആണെങ്കിൽ നാളെ തന്നെ അഡ്വാൻസ് ആയിട്ട് പോകാമെന്ന് പറഞ്ഞു. അഡ്വാൻസ് കുറച്ച് വലിയ എമൗണ്ടാണ് പറഞ്ഞത്, 20 ലക്ഷം രൂപയാണ് അഡ്വാൻസ് അത് പറഞ്ഞത്. എത്ര സ്ക്വയർ ഫീറ്റാ? 320 സ്ക്വയർ ഫീറ്റ്. 320 സ്ക്വയർ ഫീറ്റ് ആണ് റൂം വരുന്നത്. അപ്പോൾ 20 ലാക്ക് അന്ന് കുറച്ച് അങ്ങനെയായിരുന്നു, അഡ്വാൻസ് ഇച്ചിരി കൂടുതലായിരുന്നു, റെന്റ് കുറച്ച് കുറവും, അഡ്വാൻസ് മോളിലായിരുന്നു. അപ്പോൾ ഞാൻ 20 ലാക്ക് എനിക്കത് കൂടുതലോ കുറവോ ഞാൻ നോക്കുന്നില്ല, ഇൻവെസ്റ്റർ ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ എനിക്ക് ക്യാഷ് തരാന്ന് പറഞ്ഞ ആളെ കോൺടാക്ട് ചെയ്തപ്പോൾ ആള് പറഞ്ഞു അതിനെന്താ ഫണ്ടല്ലേ നമുക്ക് റെഡി ആക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ആളെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഇന്ന് നമ്മൾ പൈസ കൊടുക്കണം, അപ്പോൾ എവിടെയാണ് ക്യാഷിന് വരുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു എടാ ഞാൻ ഇന്ന് കുറച്ച് തിരക്കിലാണ്, നീ ഒരു കാര്യം ചെയ്യും, തൽക്കാലം നീ ഒരു ടോക്കൺ അഡ്വാൻസ് ആയിട്ട് ഒരു 50,000 രൂപ ആരുടെ അടുത്തെങ്കിലും ഒന്ന് വാങ്ങിക്ക്, എന്നിട്ട് തൽക്കാലം ടോക്കൺ കൊണ്ടുപോയി കൊടുക്ക്, ബാക്കി നമുക്ക് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 50,000 രൂപ ഞാൻ ആരുടെ അടുത്ത് വാങ്ങിക്കുക, 50,000 രൂപ ക്യാഷ് ഒറ്റയടിക്ക്, അതൊന്നും എനിക്ക് എൻ്റെ അടുത്ത് അത്ര ഒരു ഫ്രണ്ട് ലിസ്റ്റ് ഒന്നും എൻ്റെ അടുത്ത് ഇല്ല, കിട്ടില്ല എന്ന് ഒരാൾ പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പം എൻ്റെ ഒരു വേറൊരു സുഹൃത്തുണ്ട്, അവനൊരു ചെറിയൊരു ചിക്കൻ സ്റ്റാൾ നടത്തുന്ന ഒരു സുഹൃത്താണ്. ഞാൻ ആളുടെ വിഷയം പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു എടാ ഒരു ദിവസത്തിനാണെങ്കിൽ ഞാൻ നിനക്ക് ഫണ്ട് തരാം, കാരണം എനിക്ക് നാളെ ടീമിന് പൈസ കൊടുക്കാനുള്ളതാണ്. ഞാൻ പറഞ്ഞു ഒരു ദിവസം മാക്സിമം 2 ദിവസം. അപ്പോൾ പറഞ്ഞു ശരി 2 ദിവസം ഓക്കെ. അങ്ങനെ ആള് എനിക്ക് 50,000 രൂപ കടം തന്നു 2 ദിവസത്തേക്കും. ഞാൻ നേരെ ഈ ബിൽഡിംഗ് ഓണർ എടുത്ത് കൊണ്ടുപോയി കൊടുത്തു. ആള് ഒരു വൈറ്റ് പേപ്പറിൽ എനിക്ക് എഴുതി തന്നു 50,000 രൂപ വാങ്ങിയെന്ന് പറഞ്ഞു, കാരണം ഒരു ട്രസ്റ്റിന് ഒരു പേപ്പറിൽ എഴുതി തന്നു. ഞാൻ ഓക്കെ റൂം നമ്മുടേതായി. ഞാൻ ആ റൂമിലൊക്കെ ഒന്ന് പോയി നോക്കിയപ്പോൾ റൂമായല്ലോ, ഇനിയാണ് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ തിരിച്ച് പിറ്റേ ദിവസം കോൺഫിഡന്റ് ആയി, കാരണം നമ്മളെ സ്റ്റെപ്പ് ഇങ്ങനെ ഓരോന്ന് എടുത്ത് വെക്കുകയാണോ നമ്മള്. അങ്ങനെ ഞാൻ ഈ ആളെ വിളിച്ചു, എനിക്ക് ക്യാഷ് എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം കോൾ ചെയ്തപ്പോൾ ആള് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വിളിച്ചപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു, അവനാൾക്ക് പരിചയപ്പെടുത്തുന്നത്. അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ തെറ്റി, നീ എന്നെ വിളിക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു എടാ എന്ത് പരിപാടിയാണ് പറയുന്നത്, നിങ്ങൾ രണ്ടാളും പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ക്യാഷ് കൊണ്ടുപോയി കൊടുത്തത്, ക്യാഷ് അവിടെ അയാളുടെ എടുക്കുകയാണ്, അഡ്വാൻസ് കൊടുത്ത പൈസ നമ്മൾ ബാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പൂർണ്ണമായിട്ടും പതിയെ കൈ ഒഴിഞ്ഞു. അങ്ങനെ അവർ കൈ ഒഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നിങ്ങളും കൂടെ എൻ്റെ കൂടെ വന്നിട്ട് ആ ക്യാഷ് എന്ത് ചെയ്യണം
തിരിച്ച് വാങ്ങിച്ച് തരണം. കാരണം എനിക്ക് എൻ്റെ സുഹൃത്തിന് 2 ദിവസം കഴിഞ്ഞാൽ ക്യാഷ് കൊടുക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇനി താല്പര്യമില്ലെങ്കിൽ പിന്നെ എനിക്കത് മുമ്പോട്ട് പോകാൻ കഴിയില്ല. സോ നമുക്ക് ആ ക്യാഷ് തിരിച്ചു വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നീ പോയി വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ തന്നെ വിട്ടു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ബിൽഡിംഗ് ഓണറെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു വീട്ടിലുണ്ട്, അപ്പോൾ ഞാൻ വന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ആൾ പറഞ്ഞാൽ നീ ഇപ്പോൾ കാണാൻ വന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, കാരണം എങ്ങനെ ഇനിയിപ്പോൾ പറയാ, എന്താ ചെയ്യുക, ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ബിൽഡിംഗ് ഓണറെ വീട്ടിലോട്ട് ഞാൻ എത്തി. ആൾ എന്നോട് വീട്ടിലോട്ട് കയറി ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ആൾ ഇതേപോലെ ചായയൊക്കെ തന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വളരെ വിഷമത്തിൽ പറഞ്ഞു, ഒന്നും വിചാരിക്കരുത്, ഞാനിങ്ങനെ വളരെ പ്രതീക്ഷയിൽ വന്നതാണ്, പക്ഷെ എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്തു. എന്നോടിങ്ങനെ ഒരാൾ ക്യാഷ് തരാമെന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ ആ ആൾ എന്നെ പറ്റിച്ചു, അതുകൊണ്ടാണ്. അപ്പോൾ ആൾ ചോദിച്ചു അതിനിപ്പോൾ ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു ആൾ. ഞാൻ പറഞ്ഞു അല്ല അതുകൊണ്ടല്ല, ഞാൻ തന്ന ടോക്കൺ ക്യാഷും തിരിച്ചു തന്നിരുന്നെങ്കിൽ എനിക്ക് നേരെ എന്ത് ചെയ്യുന്നു, ഞാൻ വാങ്ങിച്ചാക്കി കൊടുത്തിട്ട് കഥ മുഴുവൻ പറഞ്ഞു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. 50,000 രൂപയും കടം മേടിച്ചെന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു എടാ ടോക്കൺ തന്ന ക്യാഷ് ഒരിക്കലും തിരിച്ചു തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ആകെ സാഡായി. ആള് പറഞ്ഞു എന്നോട് നീ ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ച് നീ ജോലിക്ക് തന്നെ പോകണമെന്ന്. അപ്പോൾ ആള് പറഞ്ഞു നിനക്ക് കച്ചവടം ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു എന്നാൽ നിനക്കുള്ള ക്യാഷ് ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഒരു പരിചയം ഇല്ലാത്ത ഒരാള്, എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, അന്ന് ലാസ്റ്റ് കണ്ടത് ഫസ്റ്റ് കണ്ട ഒരു കാഴ്ച, ആ ആള് എന്നോട് പറഞ്ഞു നിനക്കുള്ള ഫണ്ട് ഞാൻ തരാം, നമുക്ക് 50-50 ആകാം. അന്ന് നിഹാലിന് എന്ത് പ്രായമുണ്ട്? എനിക്ക് 23 വയസ്സ്. അത്രേ ഉള്ളൂ. 23-24 വയസ്സ് ആ സമയത്ത്. ഞാൻ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. കാരണം എന്നെ നിങ്ങൾക്ക് അറിയില്ലല്ലോ, പക്ഷെ ആള് ഞാൻ അങ്ങനെ ചിന്തിച്ചു, എന്നെ അറിയാത്ത ഒരാള് എനിക്ക് ഒരു റൂം, ആളുടെ ബിൽഡിംഗ് തന്നെയാണ്, ആള് റൂം തരുന്നു, ആള് മുഴുവൻ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തരാന്ന് പറയുന്നു. ഇതൊക്കെ എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ എനിക്കൊരു ബിസിനസ് ഒരു പരിചയമില്ലല്ലോ എനിക്ക്. അപ്പം ആള് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, അവിടുത്തെ ബിൽഡിങ്ങിലെ എഞ്ചിനീയർ ഉണ്ട്, ഞാൻ പറഞ്ഞാന്ന് പോയി വർക്ക് തുടങ്ങിക്കോന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര വണ്ടറായി. എനിക്ക് കണ്ണിന്നൊക്കെ വെള്ളം വന്നു. ഞാൻ ആളെ കൈ പിടിച്ച് കയ്യിലൊരു ഉമ്മൊക്കെ കൊടുത്തു. ആളാണ് എൻ്റെ ലൈഫിൽ എന്നെ ഒരു കൈ പിടിച്ച് ഉയർത്തിയൊരു മനുഷ്യൻ. ആളുടെ പേര് സെയ്ദു ഹാജി എന്നാണ്. ആളിപ്പോൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആളാണ് ആ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ എന്നെ ഒരു ദൈവദൂതനെ പോലെ ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു സന്തോഷമുള്ള മൊമെന്റ് ആലോചിക്കാൻ പറഞ്ഞ ഞാൻ കണ്ണടച്ചിട്ട് ആൾ എന്നോട് അന്നാ പറഞ്ഞതും ആൾ എൻ്റെ മുഖത്തേക്ക് ചിരിച്ച ചിരിയും ഞാൻ ഇപ്പോഴും അതാണ് എപ്പോഴും ആലോചിക്കില്ല. കാരണം അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞാൻ സത്യത്തിൽ ഞാൻ ആലോചിച്ചു, ഞാൻ പടച്ചവനോട് പ്രാർത്ഥിച്ചത്, ഞാൻ അപ്പോഴാണ് ചിന്തിച്ചത്, എൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു ആ സമയത്ത്, എനിക്ക് നല്ല ആളുകളുടെ കൂടെ എനിക്ക് എൻ്റെ സംരംഭം തുടങ്ങാൻ കഴിയണേ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. അതായത് എനിക്ക് എന്താണോ ഹൈർ അള്ളാഹുവെ, അത് പടച്ചവനെ എനിക്ക് അത് തരണേന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോഴാണ് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തായിരുന്നു, എനിക്ക് അതാണ് കിട്ടിയത് എന്നുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് ഹൈർ, എൻ്റെ കൂട്ടുകാരനും അവർ മോശം ആൾക്കാരായിരിക്കില്ല, മേ ബി അവർക്ക് എന്തെങ്കിലും വിഷമം വന്നുകൊണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് ഹൈർ അവരായിരുന്നില്ല, ഇദ്ദേഹമായിരുന്നു. അപ്പം അത് മുടങ്ങണമായിരുന്നു, അത് മുടങ്ങേണ്ടത് അനിവാര്യമായിരുന്നു. അപ്പം ഒരിക്കലും അവരെനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത് ആ സാഹചര്യം അങ്ങനെ ആയാലും എനിക്ക് ഇദ്ദേഹത്തെ കിട്ടുള്ളായിരുന്നു. അപ്പോൾ അത് ആളെന്നോട് പറഞ്ഞു നീ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് എന്നോട് ഏറ്റവും രസം, നിനക്കിതിൽ ഏത് റൂം വേണമെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ ഇഷ്ടപ്പെട്ട റൂം ചൂസ് ചെയ്തു. ആദ്യത്തെ റൂമിനെ സ്റ്റെയർ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോർ ആയിരുന്നു. ആദ്യത്തെ റൂമിനെ എനിക്ക് മതി എന്ന് പറഞ്ഞു. നീ അത് എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പുറവും ഇപ്പുറമൊക്കെ 10-15 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ റൂം എടുക്കുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് റൂം തന്നു 50,000 രൂപ. എൻ്റെ ഫണ്ട് 50,000 അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്നോട് പിന്നീട് ഇങ്ങോട്ട് സത്യം പറഞ്ഞു ഞാൻ അവിടെ എൻ്റെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഘട്ടം മാറി. ഞാനൊരു എഞ്ചിനീയറെ വർക്ക് ഏൽപ്പിച്ചു, കൊട്ടേഷൻ കൊടുത്തു, ആൾ ക്യാഷ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ആളൊരു കണ്ടീഷൻ പറഞ്ഞു, എടാ നീ പകുതി ക്യാഷെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം ഇന്റീരിയലിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. ഇന്റീരിയലിൻ്റെ പകുതി എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് എൻ്റെ ഉണ്ടായിക്കോട്ടെ എന്നുള്ളത്. പിന്നെ എനിക്ക് കോൺഫിഡൻ്റ് ആയി ക്യാഷ് കടം വാങ്ങിക്കാൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വർക്ക് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ 1-2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് കൂടി അതിലുണ്ട്. അതായത് എന്നോട് പകുതി ഫണ്ട് അദ്ദേഹം എടുക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും എൻ്റെ അടുത്ത് അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വർക്ക് തുടങ്ങാൻ ഞാനൊരു എഞ്ചിനീയർക്ക് കൊട്ടേഷൻ കൊടുത്തു. അയാൾക്ക് അഡ്വാൻസ് കൊടുക്കണം, ഞാനാണ് കൊടുക്കേണ്ടത് ആദ്യത്തെ എമൗണ്ട്. അപ്പോൾ ആദ്യത്തെ 50,000 രൂപ ആളെ കയ്യിലുണ്ട്, പിന്നത്തെ എമൗണ്ട് കൂടി ഞാൻ കൊടുത്തിട്ട് അവസാനത്തെ എമൗണ്ട് മുതൽ ആൾ എടുക്കാമെന്നാണ് ആൾ പറഞ്ഞത്. ശരി ഓക്കെ എന്ന് ഞാൻ സമ്മതിച്ചു. ഈ ഫണ്ട് എടുക്കാൻ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ജോലി അപ്പോഴും ഒഴിവാക്കിയിട്ടില്ലല്ലോ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും പലരോട് ഞാൻ ചോദിച്ചു, 1 ലക്ഷം രൂപ തരാനുണ്ടാവോ, 1 ലക്ഷം രൂപ തരാനുണ്ടാവോ, പലരോട് ഞാൻ ചോദിച്ചു. പക്ഷെ 1 ലക്ഷം എന്ന് പറഞ്ഞിട്ട് 10,000 പോലും കടം കിട്ടൂല. ആ സമയത്ത് ആരോടൊന്നും കിട്ടുന്നില്ല, വീട്ടിലും ചോദിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വീണ്ടും ഒരു സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ വളാഞ്ചേരി ഹൈവേ ഒരു KSRTC ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ ഞാൻ ഒരു ദിവസം രാത്രി ഇരിക്കുകയാണ്. രാത്രി ഇരിക്കുന്ന സമയത്ത്
ഒരാൾ പൾസർ വണ്ടിയിൽ വന്നതിന് മുമ്പിൽ വന്ന് നിന്നു. അപ്പം ആളെ പേര് റിയാസ് എന്നാണ്, പാലാറ എന്ന് പറയുന്ന ഒരു പേര്, അവരെ കുടുംബ പേരൊക്കെ. അപ്പോൾ ആള് എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട്, അപ്പോൾ ആള് ഞങ്ങൾ ഈ ദുബായ് ഗോൾഡിൻ്റെ തൊട്ടപ്പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ പരസ്പരം കാണാറുണ്ട്, വലിയ ബോണ്ടൊന്നുമല്ല, കാണുമ്പോൾ ഒരു ഹായ് ബന്ധേ ഉള്ളൂ. അതിന് അവൻ എന്നെ കണ്ടപ്പോൾ എന്താ ഇവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ലടാ നടപ്പോൾ എന്തുണ്ടല്ലോ പറഞ്ഞാൽ അവൻ്റെ കൂടെ ഒന്ന് സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ വിഷയങ്ങൾ പറഞ്ഞു, ഇത്രയും എത്തി നിൽക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഒരു 1 lakh കൊടുക്കണം, പക്ഷേ ഇതിൽ ക്യാഷ് ഇല്ല, ഇനിയിപ്പോൾ 1 lakh കൊടുക്കാത്തതിൻ്റെ പേരിൽ ആളെ എന്നെ ഇനി മാറ്റുമോ, എനിക്ക് അതാണ് സങ്കടത്തുന്നൊരു അവസരം കിട്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞാൽ പോകാൻ പറഞ്ഞു, എടാ എന്തിനൊക്കെ വഴി ശരിയായിക്കോളി, ടെൻഷൻ അടിക്കില്ലാറുണ്ട്. അവൻ എന്നെ വിട്ടു. പിറ്റേ ദിവസം ഞാൻ ജ്വല്ലറിയിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവൻ എന്നെ വിളിക്കുന്നു, ഇജ്ജ് എവിടെയെന്ന് ചോദിച്ചിട്ടു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഷോപ്പിലുണ്ടടാ പറഞ്ഞു. അപ്പോൾ നീ ഇറങ്ങിയാൽ വിളിക്കുന്നു പറഞ്ഞു. ഞാൻ ഇറങ്ങിയപ്പോൾ വിളിച്ചു. അവന് നേരെ അവൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ വിളിച്ചിട്ട് അവൻ ഒരു പൊതി എടുത്തിട്ട് അതിൽ 1 ലക്ഷം രൂപ, എന്നിട്ട് ആ ക്യാഷ് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു നീ 1 lakh കൊണ്ടുപോയി കൊടുക്ക്, എന്നിട്ട് പരിപാടി ചെയ്യുന്ന പറഞ്ഞു. ഞാൻ ചേട്ടാ ഈ ക്യാഷ് എവിടുന്നാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ റീസെൻ്റ് അവൻ്റെ കല്യാണപ്പുറത്ത് കഴിഞ്ഞിട്ടുള്ളായിരുന്നു. അവൻ ആ ഗോൾഡ് കൊണ്ടുപോയി പണയം വെച്ചിട്ട് ആ ക്യാഷ് എന്തൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞേട്ടാ നമ്മൾ തമ്മിൽ വലിയ അടുപ്പൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതൊന്നും നോക്കണ്ട, ഇനിയിപ്പോൾ നീ ക്യാഷ് കൊണ്ടുപോയി കൊടുക്കുന്നു പറഞ്ഞു. അങ്ങനെ അവൻ ആ ക്യാഷ് തന്നു. പിന്നെ എൻ്റെ വേറൊരു സുഹൃത്ത്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സുഹൃത്ത്, ആ സുഹൃത്തിന് ഞാൻ ലാസ്റ്റ് പറയാം. ആ സുഹൃത്തും എനിക്ക് ഇതേപോലെ ഒരു 50,000 രൂപ തന്നു. അവനും ചോദിച്ചപ്പോൾ അവൻ ക്യാഷ് തന്നു. അങ്ങനെ ഇവരെന്ന ക്യാഷ് കൊണ്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ അല്ലറച്ചുള്ള ഞാനും കുറച്ച് ക്യാഷ് ഒപ്പിച്ചിട്ട് ഞാൻ അതിൻ്റെ ഹാഫ് എമൗണ്ട് ആക്കി വർക്ക് തുടങ്ങി. ഭയങ്കര പ്രതീക്ഷയിലാണ്, കാരണം ഒരു സംരംഭത്തിന് വർക്ക് തുടങ്ങുന്നു. ഞാൻ ഓൾറെഡി ജോലി വിട്ടിട്ടുമില്ല, ജോലിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല പ്രതീക്ഷയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഇത് വരുന്നത്, ഒരു ക്രൈസിസ്, നോട്ട് നിരോധനം വരുന്നത്. നോട്ട് നിരോധനം വന്ന സമയത്ത് മൊത്തത്തിൽ കൺസ്ട്രക്ഷനും എല്ലാം നിന്നു. പെട്ടെന്നൊരു സ്റ്റക്കായി, വർക്കുകളൊക്കെ നിന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് ഫണ്ടിങ് കിട്ടാതെയായി, മീൻ അവിടെ എഞ്ചിനീയർ അവരെ വർക്കും നടക്കാതെയായി, മൊത്തത്തിലൊരു സ്ട്രൈക്ക് വന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു പേഴ്സണൽ സംഭവം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് ഇങ്ങനെ ഏകദേശം ഉറപ്പിച്ച് നിൽക്കുന്ന സമയമായിരുന്നു ആ ടൈമിൽ. അപ്പം എൻഗേജ്മെൻ്റൊക്കെ ആ ടൈമിലായ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ, അപ്പം എനിക്കാണെങ്കിൽ അവിടെ എഞ്ചിനീയറായിട്ട് കുറേ സംസാരമായി, അവർ വർക്ക് എടുക്കാത്തൊരു വിഷയം വന്നു. ഞാൻ ഇനി ഇറങ്ങിയാലേ വർക്ക് നടക്കുള്ളൂ എന്നുള്ള അവസ്ഥയായി. ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നു. സ്വാഭാവികമായിട്ടും ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് എൻ്റെ ഇത് മുടങ്ങി, എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ചിട്ട് ആ ഒരു പ്രപ്പോസൽ മുടങ്ങി. പിന്നീട് ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു 3-4 മാസം ഭയങ്കര സ്ട്രഗിൾ ആയിപ്പോയി. കാരണം ജോലി നഷ്ടപ്പെട്ടു, കയ്യിൽ വരുമാനമൊന്നുമില്ല. എനിക്ക് ഈ ഷോപ്പിൻ്റെ വർക്കിനുള്ള വരുമാനം ഞാൻ നേരത്തെ പറഞ്ഞ ഹാജർ, ഞാൻ സെയ്തുപ്പ എന്നാണ് വിളിക്കല്. ഈ സെയ്തുപ്പ എനിക്കിങ്ങനെ ക്യാഷ് തരും. ഒരു 10,000 രൂപ കൊടുക്കണമെങ്കിൽ 10,000 രൂപ തരും. ആൾ ഒരുമിച്ചല്ല എനിക്ക് ഫണ്ട് തരല്, ഓരോ ദിവസത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച്. അപ്പം എനിക്ക് വട്ടച്ചെലവിനുള്ള പൈസ പോലും കയ്യിലില്ല. ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ വരുമ്പോൾ ബസ് ഫെയർ, പിന്നെ ഹോട്ടലിൽ നിന്ന് ഒരു ഉച്ചക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അതും ഉള്ള ചിലവേ ഞാൻ എടുക്കുള്ളൂ. പിന്നെ എൻ്റെ കയ്യിലായിട്ട് ഒന്നുമില്ല. ഞാൻ ഈ വർക്കിനുള്ള ക്യാഷ് മാത്രം എടുക്കും. പക്ഷെ എനിക്ക് വീട്ടിൽ കൊടുക്കാൻ ഒന്നും കഴിയുന്നില്ല, വീട്ടിലെ ചിലവുകൾ കാര്യം നോക്കാൻ കഴിയുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ ജോലി കിട്ടിയത് അബദ്ധമായി എന്നുള്ള നിലക്ക് വീട്ടുകാർ പോലും അറിയാതെ അവർ കരുതിപ്പോയി. കാരണം നല്ലൊരു ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഇതിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. എന്നാൽ ഇത് ഒരു വലിയ പ്രതീക്ഷിച്ചിട്ട് ഞാൻ നിൽക്കുന്നതും. അങ്ങനെ ഒരുവിധം അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പർച്ചേസിങ്ങിനൊക്കെ ആദ്യമായിട്ട് മുംബൈയിൽ പോയി. എന്നെ 1-2 കൂട്ടുകാരും ഹെൽപ്പിന് വന്നു. പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. ഷോറൂം 2017 ഏപ്രിൽ 5-ാം തീയതി ഷോറൂം ഓപ്പൺ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഷോപ്പിന് ഒരു പേരിടണം. അപ്പം എങ്ങനെ ഗോൾഡൻ കപ്പിലേക്ക് എത്തുന്നത്? ഗോൾഡൻ കപ്പ് എന്നുള്ള പേര് സത്യത്തിൽ ഞാൻ അവിടെ സ്ട്രൈക്ക് ആയത് ഈ പേരിൽ ഒരു റീസൺ ഉണ്ട്. അതായത് ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു സംരംഭം, സ്വാഭാവികമായിട്ടും ഈ ഒരു പാഷന് മാച്ച് ആവുന്ന പല പേരുകളും ഇങ്ങനെ ഫൈൻഡ് ചെയ്തു. ഏത് പേരിടണം എങ്ങനെയാണ് ആഗ്രഹിക്കുന്ന സമയത്താണ് സെയ്തുപ്പ എന്നോട് പറയുന്നത്, കുട്ടിയായി ഷോപ്പിന് പേരിട്ടോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, അന്ന് ഞാൻ ഒരു പേര് പറയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പേര് നിങ്ങൾ പറയാണോ, അപ്പോൾ എനിക്കത് എതിർക്കാൻ പറ്റില്ല. ആള് പറഞ്ഞു നീ ഗോൾഡൻ കപ്പ് നിടുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഗോൾഡൻ കപ്പോ? ഗോൾഡൻ കപ്പ് എങ്ങനെ ഇതിന് മാച്ച് ആവില്ല, അതൊരു കപ്പും ഗോൾഡ് കളറിലൊരു കപ്പ്. അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്തപ്പോ ഗോൾഡൻ കപ്പ് എന്ന് പറഞ്ഞപ്പോ നീ അത് ഇട്ടാ മതി, നല്ല പേരാന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എല്ലാം ആയി, പേരിടാൻ നേരത്ത് ഈ പേര് പറഞ്ഞപ്പം കൂട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്താ ഷോപ്പിന് പേരുന്നത്. അപ്പം ഞാൻ ഗോൾഡൻ കപ്പ് എന്ന് പറയുന്നതിന് പറയും ഞാൻ ഗോൾഡൻ കപ്പിൾ, ഗോൾഡൻ ഗിഫ്റ്റ് എന്നൊക്കെ മാറ്റി പറയാൻ തുടങ്ങി. ഗോൾഡൻ കപ്പാണ് റിയൽ നെയിം. സേതുപ്പാണ്ട് എതിർക്കാൻ എനിക്ക് പറ്റൂല. എനിക്കാണെങ്കിൽ എന്താ ഞാൻ പറയുന്നു അറിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം കാര്യമാക്കണ്ട, ഗോൾഡൻ കപ്പ് ഇടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആളുടെ നിർദ്ദേശപ്രകാരം ആള് പറഞ്ഞൊരു പേര്, കാരണം എനിക്ക് തട്ടിക്കളയാൻ കഴിയാത്തതുകൊണ്ട് രൂപത്തിൽ വന്ന് നിൽക്കുകയാണല്ലേ, ഞാൻ ആ പേരിട്ടു ഗോൾഡൻ കപ്പ് എന്ന്. അങ്ങനെയാണ് ഗോൾഡൻ കപ്പ്
ഒരു സൈദുപ്പയോട് ചോദിച്ചത് എന്താ അങ്ങനെ പേര് പറയാൻ കാരണം എന്ന്? സൈദുപ്പാക്ക് ഗൾഫില് റെന്റേ കാറിന്റെയും അങ്ങനത്തെ കുറച്ച് ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഗോൾഡൻ കപ്പ് ആയിരുന്നു പോലും. അപ്പൊ ആൾ അതിൽ സക്സസ് ആയതുകൊണ്ടാണ് ആൾ എനിക്കും ആ പേര് സജസ്റ്റ് ചെയ്തത്. ഞാൻ പിന്നീടാണ് അത് അറിഞ്ഞത്. അപ്പം ഞാനപ്പോൾ തന്നെ ആ പേരിൽ ഓക്കെ ഗോൾഡൻ കപ്പ് ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ് ഗോൾഡൻ കപ്പിലോട്ട് പേരിൽ എത്തുന്നത്. അങ്ങനെ മോള് ഇനോഗ്രേഷൻ ചെയ്യുന്ന അന്ന് തന്നെ ആയിരുന്നു ഞങ്ങളുടെ ഷോപ്പിന്റെ ഇനാഗ്രേഷൻ. നല്ലൊരു ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു. അത് പാണക്കാട് തങ്ങളായിരുന്നു, ഹൈദരലി തങ്ങളായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അതൊക്കെ സൈദുപ്പ അവരെന്നെയാണ് ഡീൽ ചെയ്തിരുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് കുറച്ച് സിൽവർ ഷോപ്പിൽ ആഡ് ചെയ്തിരുന്നു. എന്നാൽ അതിന്റെ പേയ്മെന്റ് വളരെ ചെറിയ സ്റ്റോക്കേ അന്ന് ഷോപ്പിൽ ഉള്ളുവായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച ഗ്രാൻഡ് ആയിട്ട് ആയിരുന്നില്ല, വളരെ ചെറിയ ബഡ്ജറ്റിലാണ് ഷോപ്പ് തുടങ്ങിയത്. അതിൽ ഈ പറയുന്ന പ്രീമിയം ജ്വല്ലറീസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇമിറ്റേഷൻ ഗോൾഡ് കുറച്ചുണ്ടായിരുന്നു, പിന്നെ സിൽവർ സെക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ സിൽവറും അവിടെ വെച്ചപ്പോൾ കുറച്ച് കൂടുതൽ സ്റ്റോക്ക് വേണം, എന്നാൽ ക്യാഷ് കൊടുക്കാൻ പറ്റില്ല. സോ സൈദുപ്പ പറഞ്ഞു എന്നോട് നമുക്ക് പതിയെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ക്രെഡിറ്റ് വാങ്ങിക്കൂട്ടി. ക്രെഡിറ്റ് ഒക്കെ വാങ്ങിയിട്ടാണ് ഷോറൂം ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്ത അന്ന് നല്ല സെയിൽ ഉണ്ടായിരുന്നു, അത്യാവശ്യം 30,000 അന്നത്തെ ഒരു ഇനാഗ്രേഷൻ സെയിൽ. ഞാനത് മറക്കൂല, ഫസ്റ്റ് സെയിൽ ആയതുകൊണ്ട് സെയിലൊക്കെ ഉണ്ടായിരുന്നു അന്ന്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടാണ് ഓരോ ദിവസം കഴിയുന്തോറും ഈ സെയിൽ ഇങ്ങനെ കുറയാൻ തുടങ്ങി. അതായത് ഞാനും ഒരു സ്റ്റാഫ് മാത്രം ഉള്ളിരുന്ന ആ സമയത്ത്, ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളിരുന്നു. അപ്പം സെയിൽസ് ഓരോ ദിവസം കഴിയുന്തോറും സെയിൽ കുറയാൻ തുടങ്ങി. അത് കുറഞ്ഞ് പിന്നെ അത് സീറോക്ക് എത്തി. പിന്നെ ഒരു ആശ്വാസമായി, പിന്നെ അത് സ്ഥിരമായി. കാരണം ഷോപ്പിൽ ആരും കയറുന്നില്ല, കസ്റ്റമർ കയറാത്തത് കസ്റ്റമർക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റി പരിചയമില്ല. സിൽവർ എടുക്കാൻ വേണ്ടിയിട്ട് ജ്വല്ലറികളിൽ കസ്റ്റമർ പോകുന്നു, പക്ഷെ ഒരു ഇങ്ങനത്തെ ഒരു ഫാഷൻ ഒരു ഫാൻസി മിക്സ് ചെയ്ത സ്റ്റോറിൽ സിൽവർ ആരും എടുക്കാൻ വരുന്നില്ല. അങ്ങനെ ആകുമ്പോൾ എനിക്ക് മനസ്സിലായി സിൽവർ മൂവിങ് ആവില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ടും സിൽവറിന് ഫണ്ട് കൊടുക്കാനുള്ളത് കൊണ്ട് അവർ സ്റ്റോക്കൊക്കെ എടുത്ത് കൊണ്ടുപോയി. പേയ്മെന്റ് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ പറയുന്ന കസ്റ്റമേഴ്സിന്റെ ഫ്ലോ വളരെ കുറഞ്ഞു, കസ്റ്റമർ തീരെ ഇല്ല. അങ്ങനെ ഞാൻ സ്റ്റാഫിനെ ഒരു മാസം കഴിഞ്ഞ് സ്റ്റാഫ് ഒഴിവാക്കി ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിന്നു. കാരണം സ്റ്റാഫിന് കൊടുക്കാൻ സാലറി ഇല്ല, എനിക്ക് തന്നെ സാലറി കിട്ടുന്നില്ല. അപ്പം ഞാൻ സ്റ്റാഫിനെ നിർത്തിയിട്ട് കാര്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ നോക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ രാവിലെ ഒരു ഷോറൂം തുറക്കും. ഈ പറയുന്ന പോലെ കസ്റ്റമർ താഴത്ത്, ഞാൻ ഫസ്റ്റ് ഫ്ലോറിലായതുകൊണ്ട് മുകളിൽ താഴത്ത് നോക്കുമ്പോൾ താഴത്തൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. ഞാൻ താഴത്തെ ഷോപ്പിലെ സ്റ്റാഫോട് ചോദിക്കുന്നത് എന്താ അവിടെ സെയിൽ എന്ന്. അവർ അത്യാവശ്യം സെയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാനും ചുമ്മാ പറയും എനിക്ക് ഉത്തരമെന്ന് പറയും. സംഭവം ഒന്നും ഉണ്ടാവില്ല, ഞാൻ സീറോയിലാണ് കട കൂട്ടിയിട്ട് എന്നും വീട്ടിലോട്ട് പോകുന്നത്. വീട്ടുകാർ ചോദിക്കും എന്താണ് അവസ്ഥ, ഞാൻ പറഞ്ഞാൽ അടിപൊളിയാണ്, കുഴപ്പമില്ല. സൈദുപ്പ ആ സമയത്ത് സൈദുപ്പ ചോദിക്കും, അപ്പോൾ ഞാനിങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം സൈദുപ്പാക്ക് മനസ്സിലാവും. കാരണം സൈദുപ്പാൻ്റെ അടുത്ത് അന്ന് ഞാൻ ക്യാഷ് ഒക്കെ ഹാൻഡിൽ ചെയ്തത് അന്നത്തെ എല്ലാ കളക്ഷനും സൈദുപ്പാക്ക് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയും അന്ന് ആദ്യം ക്യാഷ് ഹാൻഡിൽ ചെയ്തിരുന്നത്. അപ്പോൾ സൈദുപ്പാക്ക് ഞാൻ വരാതാവും മനസ്സിലാവും ഒന്നുമില്ല എന്നുള്ളത്. പക്ഷെ ആളെന്നോട് അതുകൊണ്ട് ഒന്നും പറയൊന്നുമില്ല. ഞാൻ അങ്ങനെ നിന്നു. ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു 500 അല്ല 1000 2000 കൂടെ സെയിൽ കിടക്കും. അങ്ങനെ കസ്റ്റമർ കയറുന്നില്ല. അതായത് ഷോപ്പിൽ ഒരാൾ കയറിയാലാണല്ലോ എടുക്കില്ല. മോള് സത്യം പറഞ്ഞാൽ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഫ്ലോറിലാകെ 2 ഷോപ്പ് ഓപ്പൺ ആയിട്ടുള്ളായിരുന്നു, ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു 5-6 ഷോപ്പും. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർ ഫ്ലോ ഉണ്ടായിരുന്നില്ല ഷോപ്പിൽ. പുറത്ത് നിന്ന് ഈ ഷോപ്പ് കാണുകയില്ല, അതുകൊണ്ട് തന്നെ ആർക്കും ഇത് അറിയില്ല. ഈ ഷോപ്പ് നമ്മളിട്ട് മാർക്കറ്റിംഗ് ചെയ്തിട്ടുമില്ല. ഇല്ല, മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാന്നുള്ള അറിയില്ല. അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ല, അതുകൊണ്ട് തന്നെ എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു പരിപാടി ചെയ്തത്, ഞാൻ എന്ത് വെച്ചാൽ ഈ മാളിലൊരു 10-12 ഷോപ്പുകാരുണ്ടല്ലോ, ഞാനൊരു കൂപ്പൺ അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സമ്മാന കൂപ്പൺ ഒരു മാസം ഒരു ക്യാമ്പയിൻ പോലെ ചെയ്തു. ഞാനൊരു കൂപ്പൺ അടിച്ചിട്ട് പറഞ്ഞു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കും, നിങ്ങളെല്ലാ ഷോപ്പിലും ഈ കൂപ്പൺ കൊടുത്താൽ മതി കസ്റ്റമർക്ക്. അപ്പോൾ ഷോപ്പുകാരൊക്കെ സമ്മതിച്ചു. അതിനെന്താ, ഞങ്ങൾ കസ്റ്റമർ കൂപ്പൺ കൊടുക്കുക, അവർക്ക് ഗിഫ്റ്റ് കിട്ടില്ലേ. ഗിഫ്റ്റ് എന്താ വെച്ചാൽ എൻ്റെ അടുത്തുള്ള പ്രീമിയം ജ്വല്ലറിന് ഗിഫ്റ്റ്, അത് ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ കൂപ്പണൊക്കെ ഡിസൈൻ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, എല്ലാ ഷോപ്പിലും പോയിട്ട് എന്ത് ചെയ്തു, ഈ കൂപ്പൺ കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂപ്പൺ ത്രൂ കസ്റ്റമർ എനിക്ക് വരുന്നത് ഞാൻ കരുതി. ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ ബോക്സ് ഞാൻ എൻ്റെ ഷോപ്പിൽ കൊണ്ടുപോയി വെച്ചു. അതായത് ഈ കൂപ്പൺ ഇടേണ്ട ബോക്സ് ഫസ്റ്റ് ഫ്ലോറിൽ എൻ്റെ ഷോപ്പിൽ അവിടെ ആയിരിക്കും ബോക്സ് ഉണ്ടാവില്ല. അപ്പം താഴത്തെ ഷോപ്പിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കൂപ്പൺ ഇടണമെങ്കിൽ മേലേക്ക് വരണം. അങ്ങനെ ഓരോരുത്തർ എന്ത് ചെയ്തു, മേലേക്ക് വരാൻ തുടങ്ങി. ആ മേലേക്ക് വരുന്ന വരവ് ഞാൻ ക്യാച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മേലേക്ക് വരുന്നു. കാരണം അത് ഞാൻ ഷോപ്പ് ഇങ്ങനെ ഒരു ഉള്ളിലോട്ടാണ് ഷോപ്പ്, ഇങ്ങനെ ഒറ്റ ഷട്ടറിൽ ഉള്ളിലോട്ടാണ് 320 സ്ക്വയർ ഫീറ്റ് എടുക്കുന്നത്. അപ്പോൾ എൻഡിൽ കൊണ്ടുപോയി വെച്ചു ഞാൻ ബോക്സ്. കസ്റ്റമർ ഷോപ്പിൽ കയറുമ്പോൾ ആ എൻഡ് വരെ നടക്കും, അവിടെ അപ്പുറം കണ്ട് അവരിട്ട് തിരിയുമ്പോൾ ആ തിരിച്ചിൽ എവിടെയെങ്കിലും ഒന്ന് ക്യാച്ച് ചെയ്താൽ നമ്മൾ അവിടെ സംസാരിച്ച് സംതിങ് ചെറിയ റിങ്ങും ഇതൊക്കെ കൊടുത്ത് ജ്വല്ലറി കാണിച്ച് പതിയെ സെയിൽസ് കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ എനിക്ക് പതിയെ സെയിൽസ് ഒന്നിങ്ങനെ ഗ്രോ ആയി. ഗോൾഡൻ കപ്പിന്റെ ആദ്യത്തെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അതായിരുന്നു ഫസ്റ്റ് സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി ഫസ്റ്റ് വർക്കൗട്ടായി. അതങ്ങനെ നടന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു 1 year ഒരു ആനിവേഴ്സറിക്ക് വെച്ചു. ജ്വല്ലറിയിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു കേക്ക്. ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം ആയപ്പോൾ ഞാൻ എൻ്റെ പ്രീവിയസ് കസ്റ്റമേഴ്സ് ഒക്കെ വിളിച്ചപ്പോൾ, പിന്നെ കസ്റ്റമേഴ്സ് ആ ദാറുസലാം മാളിലുള്ള കസ്റ്റമേഴ്സൊക്കെ ഒരു
കണക്ഷൻ, കാരണം അവർ റിപ്പീറ്റേഷൻ വരാൻ തുടങ്ങി എല്ലാവരും. കാരണം ഞാൻ അന്ന് കൊണ്ടുവന്നിരുന്ന ജ്വല്ലറിയിൽ സിമ്പിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു എസ്തെറ്റിക് ജ്വൽസ് ഞാൻ അന്ന് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. അത് അന്ന് അവിടെ എവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ തന്നെ അത് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഷോറൂം ചോദിച്ച് വരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ആ സമയത്ത് റെന്റൽ എന്നുള്ള കൺസെപ്റ്റ് പൂർണ്ണമായിട്ടും ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ചെറിയ ടീക്ക, അതുപോലെ ജുമുക്ക, ഇയർ ചെയിൻസ്, അതൊക്കെ ഇങ്ങനെ റെന്റലിന് കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. നമ്മൾ റെന്റൽ ഇങ്ങനെ കൊടുത്തു തുടങ്ങിയിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അന്ന് മിക്സഡ് ആണ് ഷോറൂമിൽ. കുറച്ച് കോസ്മെറ്റിക്സ് ഉണ്ട്, കുറച്ച് ഫാൻസി ഉണ്ട്, കുറച്ച് ഇമിറ്റേഷൻ ഉണ്ട്, കുറച്ച് ഈ പറയുന്ന പ്രഷ്യസ് ജ്വല്ലറീസും ഉണ്ട്. എല്ലാം കുറച്ച് കുറച്ച് വെച്ചിരിക്കുകയാണ്. ആ സമയത്താണ് എനിക്കൊരു സ്റ്റാഫ് വരുന്നത്. അപ്പോൾ ആ സ്റ്റാഫ് അവനന്ന് ആ ഒരു 16-17 വയസ്സുള്ളൂ. ആ പയ്യൻ വന്നു. അപ്പോൾ ഞാനും അവനും കൂടി ആയി. പിന്നെ 1 year കഴിഞ്ഞപ്പോഴാണ് അവൻ ജോയിൻ ചെയ്യുന്നത്. ഞങ്ങൾ 2 പേരെ. അതിനിടയ്ക്ക് എൻ്റെ അനിയനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ കുറച്ചാൾ നിന്നിട്ട് പിന്നെ അവൻ പഠനത്തിനായിട്ട് ഞാൻ അവനെ വേറെ കോഴ്സിന് വിട്ടു. ഞാൻ തന്നെ ഒറ്റക്ക് നോക്കി. പിന്നെ 1 year കഴിഞ്ഞപ്പം ഈ പയ്യനും കൂടി വന്നപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി സെറ്റായി. 2 പേരും കൂടി എന്ത് ചെയ്തു, നന്നായിട്ട് ഷോപ്പ് ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ ശ്രദ്ധിച്ചപ്പം അവനും എന്നോട് പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, കോസ്മെറ്റിക്സ് ഒക്കെ ഒന്ന് കുറച്ചിട്ട് നമുക്ക് ഈ ജ്വല്ലറി സെക്ഷൻ ഒന്ന് കൂട്ടല്ലോ ചോദിച്ചു. ഞാൻ പറഞ്ഞത് നല്ല ഒപ്പീനിയൻ ആണ്, എനിക്കത് തോന്നി, നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ ജ്വല്ലറിയുടെ സെക്ഷൻ പതിയെ പതിയെ ഇങ്ങനെ കൂട്ടാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ആ സമയത്തൊക്കെ കസ്റ്റമേഴ്സ് ഈ ജ്വല്ലറി നെക്ലേസ് വെഡിങ്ങിന് എടുക്കുന്ന കൺസെപ്റ്റ് കൾച്ചർ അപ്പോഴും ആയിട്ടില്ല. ഈ ടീക്ക ഗോൾഡിൽ എടുക്കാത്ത ആക്സസറീസ് മാത്രം നമ്മുടെ എടുത്തിരുന്നത്, അരപ്പട്ട അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു തവണ ഒരു കസ്റ്റമർ എന്ത് ചെയ്തു, ഒരു ജ്വല്ലറി ഒരു 5,000 പർച്ചേസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ആ കസ്റ്റമറാണ് ഒരു 5,000 ജ്വല്ലറി എടുക്കുന്ന ഒരു നെക്ക് പീസ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിത് ചോക്കർ വെഡിങ്ങിന് പകരം ഇതാണ് ഉപയോഗിക്കാം, നിങ്ങൾ പറഞ്ഞ സംഭവം ഓക്കെയാണ്, ഞങ്ങളിത് ഇട്ടോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന് പറഞ്ഞു, സംഭവം വർക്കായല്ലോ, ആദ്യമായിട്ടൊരു കസ്റ്റമർക്ക് ചോദിച്ചു വന്നല്ലോ. ഞങ്ങൾ ആ കസ്റ്റമർക്ക് സെയിൽ ചെയ്തു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. സെയിലാണ് ചെയ്തത് അന്നത്. സെയിൽ ചെയ്തു. ആ കസ്റ്റമർ ഫംഗ്ഷൻ കഴിഞ്ഞൊരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ കസ്റ്റമർ തിരിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ഇവിടെയൊക്കെ കളർ പോയിട്ട് കളർ ഫെയ്ഡ് വന്നിട്ട് അവർ ആ സാധനം സെയിൽസ് റിട്ടേൺ ചെയ്തു. അപ്പോൾ റിട്ടേൺ ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ടും കസ്റ്റമർക്ക് ഞങ്ങൾ ആ ക്യാഷ് റീഫണ്ട് ചെയ്ത് കൊടുത്തു. നമുക്ക് വിഷമമായി. നമ്മൾ ഫസ്റ്റ് ആയിട്ടൊരു സെയിൽസ് നടന്നു, അത് റിട്ടേൺ ചെയ്യേണ്ടി വന്നു. അപ്പം ഞാനത് എന്തുകൊണ്ടാണ് ആ ഫെയ്ഡ് ആയതെന്നുള്ളത് ഞാനൊന്ന് പഠിച്ചു. എന്തുകൊണ്ട് ഇത് ഫെയ്ഡ് വന്നു, കാരണം ഒരു പ്ലേറ്റിംഗ് ഫെയ്ഡ് വരണമെങ്കിൽ സംതിങ് അതിൻ്റെ റീസൺ ഒക്കെ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ആൻസർ കിട്ടി. സംതിങ് പ്രോഡക്റ്റിൽ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു മെറ്റൽ ക്വാളിറ്റി ആയിരുന്നു. ആ ഒരു ബ്രാസിൽ വന്നൊരു അതിലൊരു പോളിഷിങ് കറക്റ്റ് ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സംഭവം വർക്കാവുന്നുണ്ട്. ഒരു പ്രൈഡ് ഉപയോഗിച്ചല്ലോ. ഞങ്ങൾ എന്താ വെച്ചാൽ പിന്നീട് ഞാൻ പ്രോഡക്റ്റിൽ ശ്രദ്ധിച്ച് നല്ല പ്രൊഡക്റ്റുകൾ വരുത്തിക്കാൻ തുടങ്ങി. അതായത് ഗോൾഡിൽ ആ സമയത്ത് നമുക്ക് ആളുകൾക്ക് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് ഡിസൈൻസ് എന്ത് ചെയ്തു, അതിൻ്റെ എക്സാക്റ്റ് പ്രീമിയം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ വെൻഡേഴ്സിനെ കണ്ടെത്തിയിട്ട് ഞാൻ ഷോപ്പിൽ എത്തിച്ചിട്ട് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്തു, ഈ സംഭവം റെന്റലായിട്ട് പ്രസന്റ് ചെയ്ത് തുടങ്ങി. അതായത് റെന്റൽ ആദ്യം TK ഇതൊക്കെ പോയി കൊടുത്ത് നിങ്ങളിത് 5,600 വാങ്ങിക്കണ്ട, 1,500. അങ്ങനെ ആദ്യമൊക്കെ കസ്റ്റമർ പലരും വളരെ നെഗറ്റീവ് അടിച്ചു. അല്ലെ കസ്റ്റമറൊക്കെ എന്നോട് പറഞ്ഞു, മുക്കുവണ്ടം കൊടുത്തിട്ടാണോ ഞങ്ങളെ കുട്ടീനെ പറഞ്ഞേക്കണ്ട, അതിനൊന്നും ആവശ്യം ഞങ്ങൾക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് മുക്കുവണ്ടല്ല, ഇത് പ്രീമിയം ജ്വല്ലറിയാണ്, ഇത് ഇങ്ങനെയാണ് അങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികൾ ഇതായാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ബ്രൈഡ്സിന് ഇങ്ങനെ താല്പര്യം വരുന്നുണ്ട്, ഫാമിലി അത് കൺവീനിയന്റ് ആവുന്നുണ്ടായിരുന്നില്ല. അവരൊരിക്കലും അതൊരു ഭയങ്കര ഷെയിമാണ്. പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ ഗോൾഡിന് പകരം ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. അങ്ങനെ പക്ഷെ ഞങ്ങൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്തു. പതിയെ നമ്മൾ ബ്രൈഡ്സിനൊക്കെ തന്നെ കൊടുത്ത് ഇത് പതിയെ തിരൂര് സറൗണ്ടിലൊക്കെ ഇത് അറിയാൻ തുടങ്ങി. അതായത് അന്ന് ഈ ഹെവി ഒക്കെ ഗോൾഡ് എടുക്കും, നെക്ക് പീസ് മാത്രം എന്ത് ചെയ്യും, ചോക്കർ, ഈ ആർട്ടിഫിഷ്യൽ നമ്മൾ ഇമിറ്റേഷൻ, നമ്മൾ ഈ പ്രീമിയം ജ്വല്ലറി ചൂസ് ചെയ്യും. പിന്നീട് അത് ഞങ്ങൾ ലോങ് ചെയിൻസും കൊണ്ടുവന്ന് തുടങ്ങി. ലോങ് ചെയിൻ നല്ല അടിപൊളിയായിട്ടുള്ള ജ്വല്ലറി ഞങ്ങൾ ചെയ്തു തുടങ്ങിയ സമയത്ത് അതിനും ആളുകൾ എൻക്വയറി വന്നു തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ അതിൻ്റെ ഒരു കസ്റ്റമർ ഫ്ലോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായി. അതായത് തിരൂര് ദാറുസലാം മാളിൽ ആരും കാണാത്ത ഒരു സ്പേസിലാണ് റൂം ഉണ്ടായിരുന്നിട്ട് പോലും ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള മാർക്കറ്റിങ്ങും ഇല്ലാതെ, എന്തിനു പറയുന്നത്, ഞങ്ങൾക്ക് ഷോപ്പർ പോലും നമ്മളെ കവർ, ആ ബ്രാൻഡിങ് കവർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും കസ്റ്റമർ ഞങ്ങൾക്ക് കൊച്ചിയിൽ നിന്ന് കസ്റ്റമേഴ്സ് വരുന്നു, കൊല്ലത്ത് നിന്ന് കസ്റ്റമർ വരുന്നു, കണ്ണൂരിൽ നിന്ന് വരുന്നു, നിലമ്പൂരിൽ നിന്ന് വരുന്നു, കാലിക്കറ്റിൽ നിന്ന് വരുന്നു. ബ്രൈഡ്സ് ഇങ്ങനെ വരാൻ തുടങ്ങി. കാരണം അവർക്ക് എല്ലാവർക്കും ഗോൾഡൻ കപ്പിൽ ഈ പ്രൊഡക്റ്റ് കിട്ടുന്നുള്ള ന്യൂസ് എങ്ങനെയോ മൗത്ത് പബ്ലിസിറ്റി സ്പ്രെഡായി. ഞങ്ങൾ രാവിലെ ഷട്ടർ തുറക്കുമ്പോഴേക്കും കസ്റ്റമർ നിറഞ്ഞിട്ടുണ്ടാവും. എല്ലാ ദിവസവും കസ്റ്റമർ, അപ്പോൾ ഞാൻ സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടി 2 പേരായി, 3 പേരായി, 4 പേരായി, 5 പേരായി. സ്പേസ് ഒന്നും കൂടി കൂടുതലായിട്ട് എടുത്തു, ഷോപ്പൊന്നുകൂടി വലുതാക്കി, കളക്ഷൻസ് കൂട്ടി. എനിക്ക് മുംബൈയിലും ഒരു പേര് വന്ന് തുടങ്ങി. ഗോൾഡൻ കപ്പ് വരുന്നു, ഗോൾഡൻ കപ്പിൻ്റെ ടീമാണ്, അല്ലെങ്കിൽ ഗോൾഡൻ കപ്പിൻ്റെ ഓണറാന്ന് പറയുമ്പോൾ ഒരു വാല്യൂ വന്ന് തുടങ്ങി. എനിക്ക് ക്രെഡിറ്റ് തരാത്ത ആൾക്കാർ ക്രെഡിറ്റ് വന്ന് തുടങ്ങി. സംതിങ് കസ്റ്റമർ ഫ്ലോ നന്നായിട്ട് കൂടി. ഇത് എത്ര നാളത്തെ ഗ്യാപ്പിന് ഇടവേളകളാണ് സംഭവിച്ചത്? ഏകദേശം ഒരു 1 year ശേഷം ഒരു 3 year വരെ
ഇങ്ങനെയായിരുന്നു. ഇങ്ങനെയായിരുന്നു. ഒരു 2 വർഷം ഇങ്ങനെ തന്നെ പോയി. സെയ്ദിപ്പോ ഹാപ്പി ആയോ? സെയ്ദിപ്പോ ഭയങ്കര ഹാപ്പിയായി. കാരണം സെയ്ദിപ്പ ഹാപ്പിയായി, എനിക്ക് ഫണ്ട് തന്നിട്ടുള്ള റിയാസ് ഹാപ്പിയായി. അവർക്ക് എത്രയോ എമൗണ്ട് ഞാൻ 10 മടങ്ങ് കൊടുത്തു. അതായത് അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അവർ എക്സ്പെക്ട് ചെയ്യാത്ത പ്രോഫിറ്റ് അവർക്ക് കൊടുത്തു. അവരെല്ലാവരും വളരെ ഹാപ്പിയായി. കാരണം ഓരോ മാസം അവർക്ക് ക്യാഷ് കൊണ്ടു കൊടുക്കുമ്പോൾ അവര് ഇപ്പം റിയാസ് ഓൾറെഡി എനിക്ക് 1 lakh തന്നിരുന്നെങ്കിൽ പോലും 50 അവർക്ക് തിരിച്ചു കൊടുത്തിരുന്നു. 50,000 രൂപ അവൻ്റെ ഇൻവെസ്റ്റ് ആകെ ഉണ്ടായിരുന്നത്. അത് ഞങ്ങൾക്ക് തിരിച്ചു കൊടുത്തില്ല. ഈ 50 ഇവിടെ കിടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ആ 50,000 രൂപക്ക് ഞാൻ ഓരോ മാസം 60,000 രൂപ ലാഭം കൊടുക്കും. ക്യാപിറ്റൽ എമൗണ്ട് 50,000 ഉള്ളൂ, പക്ഷെ ഞാൻ 60ഉം 55 ഒക്കെ ഓരോ മാസം കൊടുത്ത മാസങ്ങളുണ്ട്. അവനെ സംബന്ധിച്ചിട്ട് അവൻ ഭയങ്കര ഹാപ്പിയായി. സെയ്ദുപ്പാക്കും സത്യം പറഞ്ഞാൽ സെയ്ദുപ്പാക്ക് നല്ലൊരു ഇൻകമായി. എന്നെ സംബന്ധിച്ചിട്ട് ഇത് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര സന്തോഷമായി. ഞാനത് അങ്ങനെ ആ ഒരു 2 വർഷം അടിപൊളിയായിട്ട് തന്നെ പോയി. കാരണം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. കോമ്പറ്റീറ്റേഴ്സ് സ്വാഭാവികമായിട്ടും ആ സമയത്ത് വരാത്തത് കൊണ്ട് നമ്മളൊരു മൊണോപ്പൊളി ആയിരുന്നു. നമ്മുടെ ഐഡിയ ആണ്, നമ്മൾ സ്വപ്നം കണ്ടത് സാക്ഷാത്കരിക്കാൻ ഈ 3 വർഷം സമയം എടുത്തു. അതെ അതെ. പലരും കസ്റ്റമേഴ്സ്, ഞാൻ അപ്പോഴും ആ സെയിൽസ് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ആ ടീമിൽ നിന്ന് ഞാനും മാറിയിരുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരും അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും നല്ല രീതിയിലുള്ള സാലറി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു, നല്ല ഇൻസെൻറ്റീവ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. എല്ലാ ദിവസവും നല്ല രീതിയിൽ സെയിൽസ് ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. പുതിയ പുതിയ അപ്ഡേഷൻ ഞങ്ങൾ വരുത്തിക്കൊണ്ടേയിരുന്നു. കളക്ഷൻസ് നല്ല ചേഞ്ചിങ് വരുത്തിക്കൊണ്ടിരുന്നു. സംതിങ് ഒരു മൊണോപ്പൊളി ആയതുകൊണ്ട് അതിന്റെ പോസിറ്റീവും ഉണ്ടായിരുന്നു, നെഗറ്റീവും ഉണ്ടായിരുന്നു. നമുക്ക് തിരുത്താനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ, വേറെ ആരൊക്കെ ഉണ്ട് നമ്മൾ പഠിക്കുമല്ലേ. അതെ അതെ അതെ. ഇങ്ങനെ ഈ തിരൂര് മാത്രം ഒതുങ്ങിയിരുന്നോ, അതോ ആ 3 വർഷത്തിനുള്ളിൽ തന്നെ ഗോൾഡൻ കപ്പ് വേറെ വേറെ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തോ? അപ്പത്തേക്ക് ഒരു കച്ചവടക്കാരനായോ? ഒരു കച്ചവടക്കാരനായി. കാരണം ഞാൻ കച്ചവടം ചെയ്യുന്നതിലൂടെ ഞങ്ങൾക്ക് മാത്രം ആയിരുന്നില്ല അതിന്റെ ഗുണം ഉണ്ടായിരുന്നത്. കാരണം ലോങ്ങിൽ നിന്ന് വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ എൻ്റെ മോളിൽ താഴെ നിൽക്കുന്ന ഷോപ്പുകാർക്കൊക്കെ പുതിയ പുതിയ കസ്റ്റമേഴ്സ് ആയിരുന്നു. അവർക്ക് സ്വാഭാവികമായിട്ടും ഗോൾഡൻ കപ്പിൽ ഒരു കസ്റ്റമർ വരുമ്പോൾ ആ കസ്റ്റമേഴ്സ് താഴെയുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യും, ഫുഡ്വെയർ പർച്ചേസ് ചെയ്യും. അവർക്ക് അതൊക്കെ ഒരു സെയിൽസ് ആയി കിട്ടി. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്കതിന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവരെയും കൂടി സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഇൻഡയറക്ട്ലി ആണെങ്കിൽ പോലും. ഒരു കാലത്ത് നമ്മൾ അവരുടെ ഒരു സഹായം ചോദിച്ചിട്ടാണ് ഒരു കസ്റ്റമർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പൊ തിരിച്ച് നമ്മൾ വഴി അവരുടെ കടയിൽ ആള് കയറുക എന്ന് പറയുമ്പോൾ നമ്മളവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സമയം അടിപൊളിയായിട്ട് തന്നെ അങ്ങനെ മുൻപോട്ട് പോകുമായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നീട് ഞാനിതിൻ്റെ ഒരു ഞാനിത് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് ആദ്യം ചിന്തിച്ചിരുന്നില്ല. പിന്നീട് എനിക്കൊരു തോട്ട് വരാണ്ട് ഒരു റീസൺ 2 കാരണം കൊണ്ടായിരുന്നു. ഒന്ന്, എൻ്റെ ടീം, എൻ്റെ കൂടെ നിൽക്കുന്ന, ഞാൻ പറഞ്ഞ എൻ്റെ കൂടെ ആദ്യം ഉണ്ടായിരുന്നൊരു സ്റ്റാഫ്, അവൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു. അവർക്ക് ഇനി ഒരു ഗ്രോത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ ടീം മെമ്പേഴ്സ് കൂടണം, ബ്രാൻഡ് ഡെവലപ്പ് ആവണം. അവൻ തന്നെ ഒരിക്കലും അവൻ്റെ ഉമ്മയും ഉപ്പയും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനക്ക് ഗൾഫിലേക്ക് ഒരു ചാൻസ് വന്ന സമയത്ത് ഉമ്മയും ഉപ്പയും പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞുവല്ലോ, ഇല്ല ഞാൻ ഞാലാക്കാനും വിട്ടു പോകില്ല, ഞാൻ ആളെ കൂടെ തന്നെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് അവൻ്റെ ഉമ്മയും എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഒരു റെസ്പോൺസിബിലിറ്റി ആയി. കാരണം അങ്ങനെ പറഞ്ഞ ഒരാൾ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവനക്കൊരു ഫ്യൂച്ചർ ഞാൻ കാണണം, കൂടെ ഉള്ളവർക്ക് ഞാൻ കാണണം. അപ്പം ഞാനത് ചിന്തിക്കണം എന്ന് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എനിക്ക്. അടുത്ത ടൈമിൽ തന്നെ എൻ്റെ ഒരു മാരേജ് ഇങ്ങനെ നോക്കുന്ന സമയമായിരുന്നു. അപ്പം അന്ന് ഷോറൂം അടിപൊളിയൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിലും പുറമേ നിന്ന് എനിക്ക് നല്ലൊരു പ്രപ്പോസലൊക്കെ നന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനങ്ങനെ ഷോപ്പിൽ തന്നെയാണല്ലോ. എനിക്ക് ഇന്ത്യകളിൽ അടിപൊളിയാണ്, പക്ഷേ പുറത്ത് നോക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ അറിയില്ല. ഞാനാണെങ്കിൽ അന്ന് അത്ര എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എൻ്റെ നാട്ടിൽ പോലും ഞാൻ ഷോപ്പ് തുടങ്ങിയത് അറിയാത്ത ആളുകളായിരുന്നു അന്ന്. ഞാൻ അന്നും ജ്വല്ലറിയിൽ ജോലി ചെയ്യാണ് എന്ന് പലരും അറിഞ്ഞിരുന്നത്. ചില ആൾക്കാർക്കൊക്കെ അവൻ എന്തോ ഫാൻസി കട നടത്തുന്നു എന്ന് അറിവുള്ളായിരുന്നു. ഞാനത് മാറ്റാനും വരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രപ്പോസൽ ഒന്നും അങ്ങനെ റെഡി ആയിരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് എൻ്റെ ഒരു കസ്റ്റമറായിട്ട് വന്ന 2 പേര് അവരുടെ ഒരു റിലേറ്റീവിനെ എനിക്ക് വേണ്ടി പ്രപ്പോസൽ ചെയ്യുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റൊക്കെ പറഞ്ഞു കൊടുത്തു. എനിക്കിങ്ങനെ ഒരു അടക്കം ഒതുക്കുള്ള ഒരു കുട്ടീനെ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിനക്ക് പറ്റിയൊരു കുട്ടീനെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ആ കുട്ടീനെ കാണിക്കുന്ന മുമ്പ് കുട്ടിയുടെ ഉപ്പാനെ കാണിച്ചത്. ഉപ്പ വന്നു, എന്നെ ഷോപ്പിൽ വന്ന് കണ്ടു. ഞാനും ആളും കൂടി ഒരുപാട് നേരം സംസാരിച്ചു. ഞങ്ങളൊരു 2-3 മണിക്കൂർ സംസാരിച്ചു. ഞങ്ങൾ പുറത്തിരുന്ന് ചായയൊക്കെ കുടിച്ചു. എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായി, ആൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഉപ്പയും മോനും തമ്മിൽ ആദ്യം ഇഷ്ടപ്പെട്ടു. ഈ ഇഷ്ടത്തോട് കൂടിയിട്ട് ആ ഉപ്പ ആ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഒരു പയ്യനെ കണ്ടു, അടിപൊളിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉപ്പയല്ല പറയുന്നത്, ആ പെൺകുട്ടിക്ക് ഒരു ഇഷ്ടം വന്നു. ഉപ്പ അതിനപ്പുറത്തൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ആൾക്കൊരു ഇഷ്ടം വന്നു. ഞങ്ങൾ പ്രപ്പോസൽ എൻ്റെ വീട്ടിലേക്ക് പിന്നെ അവർ വന്നു, കണ്ടു, സംസാരിച്ചു. എല്ലാം ഓക്കെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നിടത്ത് എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് അത് പിന്നെ വേണ്ട എന്നുള്ള അവസ്ഥയ്ക്ക് എത്തി. കാരണം ഞങ്ങൾ ഞാൻ അന്നത്തെ എൻ്റെ വീടൊക്കെ ഇത്തിരി ചെറുതായിരുന്നു. അപ്പം അതുകൊണ്ട് മാത്രമായിരിക്കില്ല, സ്വാഭാവികമായിട്ട് കുട്ടി പഠിക്കുകയായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ പെട്ടെന്ന് മാരേജ് വേണമെന്നാണ്, പക്ഷെ അവർക്ക് പെട്ടെന്ന് മാരേജ് പറ്റൂല്ല. അങ്ങനത്തെ എന്തോ സിറ്റുവേഷൻ വന്നപ്പോൾ എന്നാൽ അത് ഒഴിവാക്കാന്നുള്ള അവസ്ഥ വന്നു. പക്ഷെ അപ്പോഴേക്കും ഞാനും ആ കുട്ടിയുടെ ഉപ്പയൊക്കെ തമ്മിൽ വെച്ച് അടുപ്പായിരുന്നു. അപ്പം എനിക്കൊരു പ്രയാസം ഉണ്ടായി, ആൾക്കൊരു പ്രയാസം. ആ സമയത്ത് ആൾ ഹജ്ജിന് പോയി.
ഹജ്ജിന് പോയിട്ട് ആള് അവിടെ നിന്ന് എന്നെ കോൺടാക്ട് ചെയ്യുന്നു, എനിക്ക് വീഡിയോ കോൾ ചെയ്യും, സംസാരിക്കും. അങ്ങനെ ആള് തിരിച്ചു വന്ന സമയത്തും ഞാൻ ഈ പ്രതീക്ഷ കൈവിട്ടില്ല. ആൾക്കും എന്തോ ഒരു താല്പര്യമുള്ള പോലെ എനിക്കും തോന്നി. ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ അകലാൻ നോക്കുമ്പോഴും എവിടെയോ ഒരു ജോയിൻ ആവുന്ന പോലെ വീണ്ടും വീണ്ടും ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഞാൻ ആളോട് ചോദിച്ചു, നമുക്ക് ഇതുമായിട്ട് മുമ്പോട്ട് പോയിക്കൂടെ, എനിക്ക് അവളിങ്ങനെ എനിക്കായി തന്നൂടെ ഞാൻ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു നമുക്ക് സംസാരിക്കാം, ആളുടെ ജ്യേഷ്ഠന്മാരൊക്കെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ കഴിഞ്ഞു. പെട്ടെന്നൊരു ദിവസം ആളിനെ വിളിച്ചു രാത്രി. അന്ന് എൻ്റെ ഷോപ്പിൽ എൻ്റെ അനിയൻ ഇങ്ങനെ വാളിൽ ഇങ്ങനെ ഡ്രോയിങ് ചെയ്യുന്നുണ്ട്, അവൻ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടില്ല, ഒരു 10 മണി ആയപ്പോഴും. അപ്പോൾ ആ സമയത്ത് ആദ്യം ആളെന്നെ വിളിച്ച സമയത്ത് ഞാൻ പുറത്തായിരുന്നു, ഞാൻ ഒരു സലൂണിലായിരുന്നു, എനിക്ക് ഫോൺ എടുക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ 2 വട്ടം വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല. പിന്നെ ആൾ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തു. ഞാൻ വിളിച്ചപ്പം ആളെന്നോട് പറഞ്ഞു, ഞാൻ അപ്പോഴും ഫോൺ എടുക്കണ്ടെന്നാണ് കരുതിയത്, പക്ഷേ ഞാൻ വിചാരിച്ചു ഫ്രീ ആയിട്ട് തിരിച്ചു വിളിക്കാമെന്ന് ഞാൻ കരുതിയത്. പക്ഷേ എന്തോ വിളിച്ചപ്പോൾ എടുക്കണം തോന്നി. എടുത്തതും ആളെന്നോട് പറഞ്ഞു, എടാ ഇനി ടെൻഷനാവൊന്നും വേണ്ട, എല്ലാം ഓക്കെയാണ്, ഇക്കാക്കാരൊക്കെ സമ്മതിച്ചിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, ഇത് നാളെ തന്നെ ഒരു ഉപ്പാനെ കാണാം, പ്രൊസീഡ് ചെയ്യാം, സംസാരിക്കാം, നമുക്ക് പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് നടത്താമെന്നും പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര ഒരു സന്തോഷമായി. ഞാൻ ആള് വിളിക്കുന്ന ഇതിനാണ് ഞാൻ വിചാരിച്ചതേ ഇല്ല. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഞാൻ എന്ത് ചെയ്തു, ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ നേരെ ഷോപ്പിലേക്ക് പോയി. അവിടെ രാത്രി ഇങ്ങനെ വർക്ക് നടക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ആളെ വീട്ടിൽ നിന്ന് കോള് വരുന്നത്. ആളുടെ ഒരു കസിൻ, ആളുടെ ജ്യേഷ്ഠൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് അങ്ങനെ നിഹാൽക്ക ഇങ്ങനെ, ആളെ പേര് ഷിഹാബ് എന്നായിരുന്നു, ഷിഹാബാക്ക പോയി മരണപ്പെട്ടു പറഞ്ഞു. അപ്പം ഞാൻ ആകെ സ്റ്റക്കായി. കാരണം കുറച്ച് മുമ്പ് എന്നോട് സംസാരിച്ച ഒരാള് പെട്ടെന്ന് മരിച്ചു എന്ന് പറഞ്ഞപ്പം എൻ്റെ കൈയും കാലൊക്കെ ആകെ വിറയ്ക്കാൻ തുടങ്ങി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താണ് ഇവരെന്താ പറയുന്നത്, എന്താണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ സാഹചര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അപ്പോഴേക്കും ഞാനും എൻ്റെ അനിയനും കൂടി വണ്ടി എടുത്ത് നേരെ അവരെ വീട്ടിലോട്ട് പോയി. അവിടെ ആളൊക്കെ കൂടിയിട്ടുണ്ട്. സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. അപ്പോൾ ആള് വളരെ നല്ല ഹാപ്പിയിലാണല്ലോ അത് വീട്ടിൽ വന്നിരുന്നത്. അവർ ഫാമിലിയൊക്കെ സംസാരിച്ച് ആളിങ്ങനെ കിടത്തത്തിൽ അങ്ങനെ മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതിൽ ഭയങ്കര സങ്കടമായി ഞാൻ. പക്ഷേ അന്നാ രാത്രി ഞാൻ ആ വീട്ടിൽ നിന്ന് പോയില്ല, ഞാൻ അവിടെ തന്നെ നിന്നു. മയ്യത്തിൻ്റെ കൂടെ ഞാൻ അവിടെ തന്നെ, എനിക്ക് പോകാൻ തോന്നുന്നില്ല, ഞാൻ അവിടെ തന്നെ നിന്നു. കാണുന്ന ആൾക്കാരെ ചോദിക്കണ്ട ഇത് ആരാണെന്ന് ചോദിക്കുന്നില്ല, ആർക്കും എന്നെ അറിയില്ല. അവിടെ ആളുടെ കുറച്ച് ആൾക്കാർ എന്നെ അറിയുള്ളൂ, ബാക്കിയുള്ളവർക്കും ഫാമിലി എന്നെ അറിയില്ല. ഞാൻ അവിടെ തന്നെ നിൽക്കുന്നു. ഞാനൊരു മകനെ പോലെ അവിടെ കൂടെ നിന്നു, ആ മയ്യത്തിൻ്റെ കൂടെ ഞാൻ നിന്നു. പിറ്റേ ദിവസം മറവയുമ്പോഴൊക്കെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അവരുടെ ജ്യേഷ്ഠനൊക്കെ, ഒരു മൂത്താപ്പ ഗൾഫിലായിരുന്നു, മൂത്താപ്പൊക്കെ നാട്ടിലേക്ക് എത്തി. ഈ വിഷയം ഓൾറെഡി അവർക്കും അറിയായിരുന്നു, ഇങ്ങനെ ഉള്ള വിഷയം. എന്നോട് വീട്ടിൽ സംസാരിച്ചപ്പോൾ ഞാൻ ഉപ്പാണ്ടും പറഞ്ഞു, എന്നോട് ലാസ്റ്റ് ആൾ പറഞ്ഞ കാര്യം, നമുക്ക് ഈ കാര്യം നടത്താമെന്നും ചെയ്യാമെന്നും പ്രൊസീഡ്, എന്നോട് അങ്ങനെ നല്ല രീതിക്ക് സംസാരിച്ചതാണ്. എനിക്ക് ഇനി കല്യാണം ഉണ്ടെങ്കിൽ എനിക്ക് ആ ഫാമിലി മതി. കാരണം അവരുടെ ഫാമിലി നിലവിൽ അവർക്ക് ആരും ഉണ്ടാവില്ല. അവർക്ക് കാരണം അവളാണ് മൂത്ത കുട്ടി, പിന്നെ താഴെ 2 ആൾക്കാരാണ്. ചെറിയ കുട്ടിക്ക് 3 വയസ്സായിട്ടുള്ളൂ, പിന്നെ ഒരു അനിയൻ, അവനും ചെറിയ പ്രായമുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് ആ ഫാമിലിയിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം. റെസ്പോൺസിബിലിറ്റി ഞാൻ വിചാരിച്ചത് മേ ബി ആള് മരണപ്പെടുന്നു, എന്നോട് പറഞ്ഞിട്ട് മരണപ്പെടുന്നു, എന്നെ ഏൽപ്പിച്ചെന്നിട്ട് മരണപ്പെട്ട പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ വീട്ടിൽ പറഞ്ഞു, വീട്ടുകാർ ഓക്കെ എന്ന് പറഞ്ഞു. വീട്ടുകാർ അവരായിട്ട് സംസാരിച്ചു, അവരിവിടെ വന്നു. കുറച്ച് ദിവസങ്ങൾ ശേഷം നമ്മൾ വീട്ടിൽ വന്ന് സംസാരിച്ചിട്ട് അവരെന്ത് ചെയ്തു, നമുക്ക് ഈ വിവാഹം നടത്താനുള്ള തീരുമാനത്തിലായതിനു ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ എനിക്ക് എൻ്റെ ടീമിന്റെ ഡെവലപ്മെന്റ് വേണം എന്നുള്ളതും ടീമിന്റെ റെസ്പോൺസിബിലിറ്റി ആയി ഒന്ന് എക്സ്ട്രാ ഒരു ഫാമിലി കൂടെ നമ്മൾ ടേക്ക് കെയർ ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പം എനിക്കത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, ഏത് സിറ്റിയിൽ ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ആദ്യം ഫൈൻഡ് ചെയ്തത് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത് എവിടെ നിന്നാണ്. നിയറസ്റ്റ് ആയിട്ടുള്ള കോട്ടക്കൽ എന്ന് പറഞ്ഞ സിറ്റിയുണ്ട്. കോട്ടക്കൽ നിന്ന് കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അവർക്ക് ഇങ്ങോട്ട് തിരുവോട്ട് വരാൻ ട്രാഫിക്കിനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കോട്ടക്കൽ ഫിക്സ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഇത് 2ാമത്തെ ഔട്ട്ലെറ്റ് ആയിട്ട് കോട്ടക്കൽ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കയ്യിലുണ്ടായിരുന്നോ അതോ സെയ്തുപ്പ തന്നോ? ഇല്ല, ആ സമയത്ത് ഞാൻ സെയ്തുപ്പാനോട് സംസാരിച്ചപ്പോൾ സെയ്തുപ്പ പറഞ്ഞു പുറത്തുനിന്ന് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിക്കണം എന്ന് സെയ്തുപ്പ എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ സെയ്തുപ്പ ഫുള്ള് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള നിൽക്കാൻ നിന്നത്. സെയ്തുപ്പാക്ക് എന്താ സമയത്ത് ബുദ്ധിമുട്ട് വന്നു. അപ്പം സെയ്തുപ്പ ആദ്യം കുറച്ച് ഫണ്ട് തന്നു. പക്ഷെ ആ ഫണ്ട് കാരണം ബ്രാൻഡ് ഒന്നും കൂടി വലുതായല്ലോ, അപ്പം ആദ്യത്തെ ഷോപ്പ് പോലെ ആവാൻ പറ്റില്ല, നല്ല സ്റ്റോക്ക് വേണം. കാരണം ആദ്യത്തെ ഷോറൂം ഞാൻ സ്റ്റോക്ക് അതിൽ ആഡ് ചെയ്ത് ലെവലിൽ എത്തിച്ചിരുന്നു. പുതിയൊരു ഷോറൂം ചെയ്യുമ്പോൾ അതേ ലെവലിനേക്കാളും ഒന്നും കൂടി അപ്പുറം ഒരു അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് സെയ്തുപ്പാനോട് ചോദിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാൻ സെയ്തുപ്പാനോട്, സെയ്തുപ്പ കൂടുതൽ പ്രായമായിരുന്ന സമയത്ത് ആൾക്ക് കുറച്ച് അസുഖമൊക്കെ വന്ന് സെയ്തുപ്പ കുറച്ചൊരു കിടത്തത്തിലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ സമയത്ത് ഫണ്ട് വയ്ക്കുന്നത് ശരിയല്ല. ഞാൻ എന്ത് ചെയ്തു, ഔട്ട് സൈഡിൽ നിന്ന് ഫണ്ട് വാങ്ങാൻ തുടങ്ങി. ഞാൻ ഔട്ട് സൈഡിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചു. സെയ്തുപ്പാണ് ഞാൻ പറയും ചെയ്തു പിന്നോട്, ഞാൻ ഫണ്ട് വാങ്ങിച്ചിട്ട് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ പ്രയാസത്തിലാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ടാണ് സെയ്തുപ്പ ഓക്കെ, സെയ്തുപ്പ എതിർത്തുമില്ല.
അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഔട്ട് സൈഡിൽ നിന്ന് ചെയ്തപ്പോൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റും ബാക്കി ഔട്ട് സൈഡ് ഇൻവെസ്റ്റ്മെന്റ് ഞാൻ വാങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്തു, കോട്ടക്കിൽ സ്റ്റാർട്ട് ചെയ്തു. എത്ര സ്ക്വയർ ഫീറ്റ്? അതും ഏകദേശം ഒരു 450 സ്ക്വയർ ഫീറ്റ് അത്രേ ഉള്ളൂ. 320 നിന്ന് ഒത്തിരി ഒന്നും വളർന്നില്ല, 100 സ്ക്വയർ ഫീറ്റ് കൂടിയുള്ളൂ. അത്രേ ഉള്ളൂ. കാരണം ഞാനും അത്രയാണ് കാര്യം. ഞാനിതിന്റെ ഒരു ഓപ്പറേഷൻ എക്സ്പെൻസ് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഇവിടെ തിരൂരുണ്ടായിരുന്ന എക്സ്പെൻസിനോട് മീറ്റ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻസിന് ആവണം ഇവിടെയും. ആ നിലക്കാണ് ആ ഒരു സ്പേസ് കണ്ടെത്തിയത്. അതിന് റൂം കിട്ടി, അവിടെ വർക്ക് ചെയ്തു, ഷോറൂം അവിടെ ഓപ്പൺ ചെയ്തു, രണ്ടാമത്തെ ഔട്ട്ലെറ്റ് അത് ഓപ്പൺ ചെയ്തത്. അങ്ങനെ അത് ഓപ്പൺ ചെയ്തു, കുഴപ്പമൊന്നുമില്ലാത്ത സെയിൽസ് കിട്ടി. സ്റ്റാഫിനെ ഞാൻ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു, ഒന്നും കൂടി സ്റ്റാഫിനെ ആഡ് ചെയ്തു. അതും ഒരു അടിപൊളിയായിട്ട് ഇങ്ങനെ പോയി. കുറച്ചങ്ങനെ പോകുന്ന സമയത്താണ് ഞാൻ മൂന്നാമതൊരു ഔട്ട്ലെറ്റ് പറ്റി പ്ലാൻ ചെയ്യുന്നത്. അത് പൊന്നാനി എന്ന് പറയുന്ന ടൗണിലായിരുന്നു. അപ്പോൾ ആ ഔട്ട്ലെറ്റ് നമ്മുടെ ഒരു 30 കിലോമീറ്റർ ചുറ്റളവിലാണ് പോയി വരാൻ പറ്റുന്ന ചുറ്റളവിലാണ്. അതായത് ഞാൻ എപ്പോഴും എന്റെ കൺട്രോളിൽ എനിക്ക് പോയി വരാൻ പറ്റണം എന്നുള്ള നിലക്കാണ് ആ സിറ്റീസ് ഒക്കെ ചൂസ് ചെയ്തത്. പൊന്നാനി ഞങ്ങൾ ചൂസ് ചെയ്തത് നല്ലൊരു സ്പേസ് ആണ്. നിലവിലുള്ള 2 ഷോപ്പിനേക്കാളും നല്ല ഒരു വിസിബിലിറ്റി ഉള്ള ഒരു ഏരിയയിൽ തന്നെ ഷോറൂം ചെയ്തു. സത്യം പക്ഷെ അപ്പോഴും മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവായി തുടങ്ങിയിരുന്നു. പക്ഷെ ഒരു ഷോറൂമിന് വേണ്ട, ഒരു ബ്രാൻഡിന് വേണ്ട ഒരു മാർക്കറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാനൊരു കൺസൾട്ടിങ് എടുത്തിരുന്നില്ല. എനിക്കെന്താ തോന്നുന്നത്, അത് ഞാൻ ചെയ്യും. പഠിച്ചിട്ടില്ല, ബിസിനസ് എക്സ്പീരിയൻസ് ഇല്ല. എനിക്ക് ഞാനിപ്പോ ഇത്രയായല്ലോ, അതുകൊണ്ട് ഇപ്പൊ ഞാൻ അന്ന് ചിന്തിക്കണം എന്താ, ഈ റൂട്ട് തന്നെയാണ് ശരി, ഇങ്ങനെ പോയാൽ മതി, അങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ പൊന്നാനി ഞങ്ങൾ ഷോറൂം ചെയ്തു, ഷോറൂം ഓപ്പൺ ആക്കി. എന്റെ ടീം എന്റെ കൂടെ തന്നെ ഉണ്ട്. ഏകദേശം ഒരു 100 കൂടിയിട്ടുള്ളൂ. അപ്പോഴും വലിയ മാറ്റമൊന്നും വന്നില്ല. ഞാൻ അതിന്റെ ഒരു ഈ പറയുന്ന ഒരു അധികം കൂടരുന്നുള്ള ഞാൻ നോക്കിയിരുന്നത്. ഒരു 500 പിടിക്കണം, 550. കാരണം കൂടുതലാകുമ്പോൾ കൂടുതൽ റെന്റ് വരും, എക്സ്പെൻസ്, മെയിൻ്റെനൻസ് എക്സ്പെൻസ് കൂടും. അപ്പൊ എക്സ്പെൻസ് കൂടാതിരിക്കാൻ വേണ്ടി ഞാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ അങ്ങനെ ആ ഒരു സ്ക്വയർ ഫീറ്റിനെ മീറ്റ് ചെയ്ത് പോയിരുന്നു. പക്ഷെ ആ ഷോപ്പാണ് എന്നെ കൂടുതൽ പഠിപ്പിച്ചത്. കാരണം ആ ഷോറൂം എന്താ പഠിച്ചത്? ആ ഷോറൂം വലിയൊരു പാഠം പഠിച്ചു. ആ ഷോറൂം തുടങ്ങി 8 മാസം കൊണ്ട് ഞാനത് പൂട്ടി, മൂന്നാമത്തെ ഷോറൂം. കാരണം ആ ഷോറൂമിൽ ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് സംഭവിച്ചു. എനിക്ക് ആ ഷോപ്പിൽ കസ്റ്റമേഴ്സ് സ്വാഭാവികമായിട്ടും ആ പൊന്നാനി എന്ന് പറഞ്ഞ സിറ്റിയിൽ നല്ല കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. പൊന്നാനിയിൽ നിന്ന് കസ്റ്റമേഴ്സൊക്കെ അപ്പോഴും തിരൂരിലോട്ട് വന്നുകൊണ്ടിരുന്നു. അതായത് പൊന്നാനി ഒരു സ്റ്റോർ ഉണ്ടായിട്ട് പോലും കസ്റ്റമേഴ്സിന് ഇഷ്ടം തിരൂര് സിറ്റിയിൽ പോയിട്ട് വാങ്ങുന്നതായിരുന്നു. കസ്റ്റമർക്ക് എന്തോ ഒരു സംതിങ് അവർക്ക് തിരൂര് തന്നെ വന്ന്, കാരണം തിരൂര് പല മൾട്ടി പർപ്പസിനാണ് അവർ തിരൂര് സിറ്റിക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ വരുമ്പോൾ ഇവിടുന്ന് സാധനം എടുക്കും. പക്ഷെ ഇങ്ങോട്ട് ആരും എന്ത് ചെയ്യുന്നില്ല, കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ ഇന്റേണലി കുറച്ച് വിഷയങ്ങൾ എനിക്ക് മനസ്സിലായി. സ്റ്റാഫിന്റെ അടുത്തുള്ള പ്രൊഡക്ടിവിറ്റി കുറയുന്നതും, നമ്മളൊരു ഓപ്പറേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് മനസ്സിലാക്കി. അങ്ങനെ എനിക്കത് പൂട്ടേണ്ടി വന്നു. ഷോറൂം പൂട്ടാ എന്ന് വെച്ചാൽ ഞാൻ ക്ലോസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു, ഞാൻ ആ ഷോറൂമിൽ നേരെ ഷിഫ്റ്റ് ചെയ്തു വേണം പറയാൻ. ശരിക്കും ആ ഷോറൂം ഞാൻ എടപ്പാൾ എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട്. എടപ്പാൾ ഒരു സെന്റർ ആണ്. എടപ്പാൾ പൊന്നാനിയുള്ള ആൾക്ക് എടപ്പാൾക്ക് ആക്സസ് ആണ്. അതുപോലെ തന്നെ ചങ്ങരംകുളം, കുറ്റിപ്പുറം, പട്ടാമ്പി എന്നൊക്കെ ആക്സസ് ഉണ്ട്. സെന്റർ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എടപ്പാൾ ചൂസ് ചെയ്തു. എടപ്പാൾ സിറ്റിക്ക് ഞാൻ എന്ത് ചെയ്തു, ഈ ഷോറൂം നേരെ ഷിഫ്റ്റ് ചെയ്തു. എടപ്പാൾ എനിക്ക് സക്സസ് ആയി. എടപ്പാൾ എനിക്ക് ഞാൻ എക്സ്പീരിയൻസിനേക്കാളും കൂടുതൽ കസ്റ്റമർ ഫ്ലോ വന്നു. പക്ഷെ അപ്പോഴേക്കും അതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഈ ബ്രാഞ്ച് ഞാൻ രണ്ടാമത്തെ ഒരു ഔട്ട്ലെറ്റ് തുറക്കുമ്പോഴേക്കും കോമ്പറ്റീറ്ററുടെ ഒരു വിൻഡോ തുറന്നിട്ടുണ്ടായിരുന്നു. കോമ്പറ്റീറ്റേഴ്സ് മനസ്സിലാക്കി. കാരണം മനസ്സിലാക്കിച്ചാൽ എന്റെ കസ്റ്റമേഴ്സ് തന്നെയായിരുന്നു ഈ കോമ്പറ്റീറ്റർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ കോമ്പറ്റീറ്റേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് അന്ന് ടെൻഷൻ ആയിരുന്നു. ഒരു കോമ്പറ്റീറ്റർ വരുന്നു, നമുക്ക് സെയിൽ കുറയോ, നമ്മൾ ഐഡിയാസ് പഠിക്കുമോ. കാരണം ഇവര് ഷോപ്പിൽ വരും, ഫോട്ടോ എടുക്കും, കസ്റ്റമറെ പോലെ വരും, ചോദിക്കും. നമുക്ക് മനസ്സിലാവും ഇതൊരു കസ്റ്റമർ അല്ല എന്നുള്ളത്. പക്ഷെ ഞാൻ അന്ന് റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, കോമ്പറ്റീറ്റർ വരുമ്പോഴാണ് നമുക്ക് വളരാൻ പറ്റുള്ളൂ. കാരണം കോമ്പറ്റീറ്റർ വന്നപ്പോഴാണ് ഗോൾഡൻ കപ്പ് വളർന്നത്. ഓരോ കോമ്പറ്റീറ്റർ വരുമ്പോൾ നമ്മൾ അവരുമായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് പുതിയ 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 പ്രോഡക്റ്റുകൾ, നല്ല ക്വാളിറ്റി, അതായത് ഈ ഇൻഡസ്ട്രിക്ക് ഇപ്പം ടോട്ടലി ഒരു ടോക്കാണ് ഈ റെന്റൽ ജ്വല്ലറി ഇൻഡസ്ട്രി ഗോൾഡൻ കപ്പാണ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത്. ഞാനും അല്ല കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ ഒരു മെയിൻ ഇൻഡസ്ട്രിക്ക് ഉണ്ടായ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡസ്ട്രിയിൽ കാണുന്ന അല്ലെങ്കിൽ ഈ റെന്റൽ ജ്വല്ലറിയിൽ വെറൈറ്റി അപ്ഡേഷൻസ് കൊണ്ടുവരാൻ ഈ കോമ്പറ്റീറ്റർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗോൾഡൻ കപ്പ് അടുത്ത ലെവലുള്ള കളക്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യും. അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കോമ്പറ്റീറ്റർക്കും ഒരു ധൈര്യമായി, ഇവർ തുടങ്ങിയിരുന്നു ഞങ്ങൾക്കും തുടങ്ങാം, അവരും അത് എടുക്കും. ഗോൾഡൻ കപ്പ് അടുത്ത ലെവലുള്ള പാറ്റേൺ, പുതിയ പുതിയ പാറ്റേൺസ് എന്ത് ചെയ്യും, നമ്മൾ ട്രൈ ചെയ്യും, പുതിയ പാറ്റേൺസ് നമ്മൾ ഇറക്കും. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു കോമ്പറ്റീറ്റർക്കും അത് ധൈര്യമായി. കോമ്പറ്റീഷൻ ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ ആ ഇൻഡസ്ട്രിക്ക് ഭയങ്കര ഉപകാരമായി മാറി. ഞങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റി, ഒരുപാട് നല്ല രീതിയിൽ അപ്ഡേഷൻസ് കൊണ്ടുവരാൻ പറ്റി, സിസ്റ്റത്തിൽ കുറെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റി. കുറച്ചുകൂടി ഒരു കച്ചവടക്കാരനായി. തീർച്ചയായിട്ടും
സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു, അപ്ഡേറ്റ് ചെയ്തു, ബ്രാഞ്ച് അല്ലെങ്കിൽ ആ ബ്രാൻഡിന്റെ ഒരു വിസിബിലിറ്റി കൂടാൻ തുടങ്ങി. അങ്ങനെ അടുത്തടുത്ത ഷോറൂമിലോട്ട് പതിയെ പതിയെ ഗോൾഡൻ കപ്പ് വളർന്നു. 23-ാമത്തെ വയസ്സിൽ സെയ്തുപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തി പടച്ചോന്റെ രൂപത്തിൽ വന്ന്, അല്ലെങ്കിൽ റിയാസ് എന്ന് പറയുന്ന കൂട്ടുകാരൻ പടച്ചോന്റെ രൂപത്തിൽ വന്ന് ഒരു ചെറിയ 320 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയ സംരംഭം, ഗോൾഡൻ കപ്പ് എന്ന് പറയുന്ന പേരിട്ട ആ ഒരു എന്താ പറയുന്ന ആ ഒരു ഗോൾഡൻ സംരംഭം ഇന്ന് എത്ര ഔട്ട്ലെറ്റിൽ നിൽക്കുന്നു? ഇന്ന് ഗോൾഡൻ കപ്പിന് 10 ഔട്ട്ലെറ്റ് ഉണ്ട്, ഓൾ ഓവർ കേരള. നമ്മൾ ആദ്യം തുടങ്ങിയത് തിരൂരാണ്. തിരൂര്, കോട്ടക്കൽ, ദെൻ എടപ്പാള്, പിന്നെ തുടങ്ങിയത് കാലിക്കറ്റാണ്. അതിൽ കാലിക്കറ്റ് എന്ന് പറയുന്നിടത്തൊരു ചെറിയൊരു കഥയുണ്ട്. കാലിക്കറ്റ് സ്റ്റോർ തുടങ്ങുന്നതായിരുന്നു എൻ്റെ മുമ്പിലുണ്ടായിരുന്ന എൻ്റെ ബ്രാൻഡിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ വന്നത് കാലിക്കറ്റ് തുടങ്ങിയ ശേഷമായിരുന്നു. കാലിക്കറ്റ് പോലത്തെ ഒരു സിറ്റി, വലിയൊരു സിറ്റിയിലോട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരുപാട് ടാസ്കുകൾ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ നിലവിൽ നമ്മളൊരു സറൗണ്ടിലുള്ള സിറ്റീസ് മാത്രം തുടങ്ങിയിട്ടാണ് കാലിക്കറ്റിലേക്ക് മൂവ് ചെയ്യുന്നത്. എൻ്റെ ഒരു ബ്രദറുണ്ട്, എൻ്റെ കസിൻ ബ്രദറാണ്. അവൻ്റെ നിർബന്ധമായിരുന്നു കാലിക്കറ്റ് എങ്ങനെ തുടങ്ങണം എന്നുള്ളത്. അപ്പം അവൻ നിർബന്ധിച്ച് തുടങ്ങിയ കാലിക്കറ്റ് തുടങ്ങിയതാണ്. കോഴിക്കോട് തുടങ്ങുന്ന സമയത്തും 0 മാർക്കറ്റിങ്ങിലാണ് ഞങ്ങൾ ഷോപ്പ് തുടങ്ങിയത്. എന്തിനു പറയുന്നു, ഇനാഗുറേഷൻ പോലും ഒരു ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഗോൾഡൻ കപ്പ് എന്നുള്ളൊരു ഒറ്റ പേരിൽ കസ്റ്റമർ കയറാൻ തുടങ്ങി അവിടെ. ആ പേരിൽ എനിക്ക് ധൈര്യം കൂടുതൽ കിട്ടി. കാരണം കോഴിക്കോട് കസ്റ്റമേഴ്സ് നന്നായിട്ട് വന്നു, നല്ല റെസ്പോൺസായി. ഈ പറയുന്ന കാസർഗോഡ് നിന്ന് കണ്ടുവരുന്ന കസ്റ്റമേഴ്സ് വരാൻ വേണ്ടി തുടങ്ങി. എല്ലാം പ്രീമിയം ക്ലൈൻ്റാണ്. കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിട്ട് എല്ലാത്തരം കസ്റ്റമേഴ്സിനും, അതായത് പണ്ട് ആളുകൾ കരുതിയത് ഈ ഗോൾഡ് എടുക്കാൻ കഴിയാത്ത ആൾക്കാരാണ് റെന്റൽ വന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര തെറ്റിദ്ധാരണയാണ്. ഹൈ പ്രൊഫൈലുള്ള കസ്റ്റമേഴ്സാണ്. കാരണം അവർ ചിന്തിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഗോൾഡ് എന്തായാലും എടുക്കാം, അതൊരു അസറ്റാണ്. യൂസ്ഫുൾ ആയിട്ടുള്ള ഗോൾഡ് ഓർണമെന്റ്സ് എടുക്കാം. ഉപയോഗിക്കാത്ത ഗോൾഡ് എന്തിനെടുക്കണം? അത് അവരിഷ്ടപ്പെടുന്ന ജ്വല്ലറി ഗോൾഡൻ കപ്പിൽ കിട്ടുമ്പോൾ ദെൻ എന്തിന് പിന്നെ നമ്മൾ അത് വേറെ ഓപ്ഷൻ നോക്കണം? സന്ധ്യം അത്രയും ഹൈ പ്രൊഫൈലുള്ള കസ്റ്റമേഴ്സൊക്കെ വരുന്നു. അതുകൊണ്ടാണ് ഗോൾഡൻ കപ്പ് കൊച്ചിയിൽ എന്ത് ചെയ്യുന്നത്, കാലിക്കറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഓപ്പൺ ചെയ്യുന്നത് കൊച്ചിയിലാണ്. കൊച്ചി എൻ്റെ ഒരു ഡ്രീം സിറ്റി ആയിരുന്നു. കാരണം നമ്മൾ കൊച്ചിയിലേക്കൊന്നും വരേണ്ട ഒരു ആവശ്യം നോർമലി വരാറില്ല. കൊച്ചിയിലേക്ക് ഞാൻ വരാറേ ഇല്ല. ലുലു മാളിലൊക്കെ പണ്ട് വന്നല്ലാതെ കൊച്ചിയായിട്ട് വലിയ ബന്ധമൊന്നും എനിക്കില്ല. കൊച്ചിയിലൊരു ഷോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു പീക്കായിരുന്നു അത് അന്നത്തെ സമയത്ത്. എങ്ങനെ കൊച്ചിയിൽ സ്റ്റോർ ചെയ്യാം, എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും, അവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും, ഒന്നും അറിയില്ല. എന്തായാലും ചെയ്യണം, അതൊരു ആഗ്രഹമായിട്ട് വന്നു. ടീമിനെ സംസാരിച്ചു, ടീം ഭയങ്കര സപ്പോർട്ട് ചെയ്യാം, നമുക്ക് തുടങ്ങാൻ ഞാൽക്കാന്ന് പറഞ്ഞു. അവരും ഒപ്പം നിന്നു. അങ്ങനെ ഞങ്ങൾ ഈ പറയുന്ന പോലെ കൊച്ചിയിൽ എൻ്റെ 5ാമത്തെ 6ാമത്തെ ഔട്ട്ലെറ്റാണ് കൊച്ചി സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നുന്നു. അങ്ങനെ 5th ഔട്ട്ലെറ്റാന്ന് തോന്നുന്നു കൊച്ചിയിൽ ഷോറൂം. നമ്മൾ പത്തടിപ്പാലം മെട്രോ സ്റ്റേഷൻ താഴത്തെ ഒരു റൂം കണ്ടു. അവിടെ റൂം എന്ത് ചെയ്തു, നോക്കി സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഈ പറയുന്ന പോലെ ഇനാഗുറേഷൻ, സത്യത്തിൽ ആ ഷോറൂം ഇനാഗുറേഷൻ ചെയ്യാതെ ഓപ്പൺ ചെയ്തൊരു ഷോറൂം ആയിരുന്നു അത്. ഇപ്പോഴാണ് ഞങ്ങൾ റീ ഓപ്പൺ ചെയ്തത്. അത് ഇനാഗുറേറ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം, ഇനാഗുറേഷൻ്റെ ഒരു 10 ദിവസം മുമ്പ് നമ്മൾ പ്രോഗ്രാമൊക്കെ ഫിക്സ് ചെയ്തു, ഇവൻറ്റ് ഫിക്സ് ചെയ്തു, എല്ലാം അടിപൊളിയാക്കി, സെലിബ്രിറ്റിൻ്റെയൊക്കെ ലിസ്റ്റ് ഇട്ടു. കാരണം ഇതുവരെ ചെയ്യാത്ത തരത്തിലൊരു ക്യാമ്പയിൻ ചെയ്തിട്ട് അടിപൊളിയാക്കണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ നിൽക്കുന്ന സമയത്താണ് അടുത്തൊരു ഇഷ്യൂ എൻ്റെ ഫാമിലി സംഭവിക്കുന്നത്. എൻ്റെ വൈഫിൻ്റെ ഫാമിലിയിൽ ഒരു വെഡ്ഡിങ് നടക്കുന്നു. അന്ന് എല്ലാവരും വീട്ടിൽ വെഡ്ഡിങ്ങിനൊക്കെ പങ്കെടുത്ത് ഞങ്ങൾ ആ വെഡ്ഡിങ്ങിനും ചർച്ച. എൻ്റെ വൈഫിൻ്റെ ഉപ്പ മരിച്ചപ്പോൾ പിന്നെ മൂത്താപ്പയാണുള്ളത്, ഒരു മൂത്താപ്പ ഉണ്ടായിരുന്നത്. ആ മൂത്താപ്പയാണ് അവരുടെ ഫാമിലിക്ക് ഒരു ബാക്ക് ബോൺ. എൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ അപ്പുറം അവർ അത്രയും ഭയങ്കരമായിട്ട് ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു. അവർ സെപ്പറേറ്റ് ആണ്, അടുത്തടുത്താണ് വീടുകളൊക്കെ, പക്ഷെ ഭയങ്കര കൂട്ടുകുടുംബമായിരുന്നു. നല്ല ഒരുമയിൽ ജീവിച്ച കുടുംബമാണ് അവർ. ഈ മൂത്താപ്പയായിരുന്നു അവരൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി അവരായിരുന്നു. അപ്പോൾ അവരും അവിടെ വെഡിങ് ഉണ്ട്, ഞങ്ങൾ സംസാരിക്കുന്നു, നമുക്ക് ട്രാവലർ ബുക്ക് ചെയ്യണം, എല്ലാവരും ആയിട്ട് പോകുന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. അന്ന് ആ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഞാനും എൻ്റെ വൈഫും കൂടി കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടി, വൈഫിന് ഡ്രസ്സ് എടുക്കണം ഇനാഗുറേഷന്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു കോള് വരുന്നു. എനിക്ക് കോള് വന്നിട്ട് പെട്ടെന്ന് വീട്ടിലോട്ട് പോവാ, മൂത്താപ്പ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കോള് വരുന്നു. അതായത് അവരുടെ ഫാമിലിയിൽ നിന്ന് ഓൾറെഡി ആദ്യം അവളെ ഒപ്പം മരണപ്പെട്ടതിൻ്റെ ഒരു വിഷമം മാറി വരുന്ന ഒരു സാഹചര്യം ആവുന്നുള്ളായിരുന്നു. ആ ഒരു കല്യാണം എല്ലാവരും ഒരു ചിരിച്ചു കാണുന്നൊരു സമയമായിരുന്നു അത്. ഈ പറഞ്ഞ മൂത്താപ്പയും ഒരു അസുഖവും ഇല്ലാതെ ഒന്നും ഇല്ലാത്ത ഒരാൾ കല്യാണം കഴിഞ്ഞിട്ട് ആ കല്യാണ വീട്ടിൽ അവരിങ്ങനെ വർത്താനൊക്കെ ഭക്ഷണം കഴിച്ച് രാത്രി ഇരിക്കുകയായിരുന്നു, സോഫയിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ മരണപ്പെട്ടു. അത് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഷോക്കായി. വീണ്ടും ആകെ ഞാൻ അപ്പോൾ പിന്നെ ഇനാഗുറേഷനൊക്കെ ക്യാൻസലാക്കി. ഇനാഗുറേഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ ഷോറൂം എന്ത് ചെയ്തു, അങ്ങനെ തന്നെ ഉണ്ട് ഓപ്പൺ ചെയ്തു. സോ ആ ഷോറൂമിൻ്റെ കേസിലോട്ട് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഷോറൂം ഒരു തരത്തിലുള്ള മാർക്കറ്റിംഗും കൊടുക്കാതെ തന്നെ കസ്റ്റമേഴ്സ് വന്നു തുടങ്ങി. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ
എനിക്ക് ഗോൾഡൻ കപ്പ് അറിയത്തില്ല, പക്ഷെ എൻ്റെ മനസ്സിൽ ഏതോ വലിയ ബിസിനസ്സുകാരൻ ആളുടെ ഒരുപാട് ഇപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്, നമ്മൾ കോഴിക്കോട് വരുമ്പോൾ കാണുന്നുണ്ട്, തിരൂർ വരുമ്പോൾ കാണുന്നുണ്ട്. അപ്പം ഏതോ ഒരു വലിയ ഇൻവെസ്റ്റർ ഉള്ള ഏതോ ഒരു വലിയ ബിസിനസ്സുകാരൻ, പുള്ളിയുടെ വലിയൊരു സാമ്രാജ്യം, അതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഗോൾഡൻ കപ്പ്. ആ ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് കമറാണ്. ഈ പറഞ്ഞതുപോലെ എൻ്റെ മനസ്സിലൊക്കെ ഇത്രയും വലിയ ഓർണമെന്റ്സ് ഒക്കെ റെന്റിന് കൊടുക്കുന്നു, എന്തോ ഒരു വലിയ സംതിങ് ബിഗ്, അതായിരുന്നു എൻ്റെ മനസ്സിൽ. നിഹാലിനെ പോലെ ഒരു 30s ഒരാളാണ് അതിൻ്റെ ഓണർ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇന്നിവിടെ വരുന്നോടം വരെ എനിക്കത് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. കാരണം നല്ല ഇൻവെസ്റ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാരണം വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുന്നൊരു മേഖലയാണ് ഇത്. നമ്മൾ മേടിച്ചിട്ട് റെന്റിന് കൊടുക്കുകയാണ്. ഈ റെന്റ് കിട്ടുമ്പോൾ ഈ ഓർണമെന്റ്സ് ചിലപ്പോൾ ഡാമേജ് ആയിരിക്കാം, അതിന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവായിരിക്കാം, കുറേ ആൾക്കാർ പറ്റിക്കാം. ഈ മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ഫണ്ട് വേണം എന്നുള്ളതൊരു തെറ്റിദ്ധാരണയായിരുന്നു ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ആളുകളുടെ മനസ്സിൽ പ്രീമിയം ബ്രാൻഡാണ്. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയതിന് ശേഷം എനിക്കൊരു ഫീലായ കാര്യമാണ്, ഞാൻ ചെയ്തിരുന്നൊരു ജോലി, ആ ജോലിയിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ മാറിയിട്ടില്ല. എൻ്റെ ജോലിയിൽ ഞാൻ കണ്ടെത്തിയ ഒരു ഇഷ്ടം, പാഷനായിരുന്നു വെഡ്ഡിങ്ങിന് ആ ബ്രൈഡ്സ് അവർ ഗോൾഡ് അവർക്ക് ഇഷ്ടപ്പെട്ട ജ്വല്ലറി ഒക്കെ എടുക്കുമ്പോണ്ടാവുന്നൊരു ഫീൽ, അവർക്ക് നല്ല ജ്വല്ലറി അണിയാൻ കഴിയുന്നത്, അതൊരു ആ ഒരു ലുക്ക് അന്നത്തെ ഒരു ഡേ ഭയങ്കര സ്പെഷ്യലാണല്ലോ. അപ്പം ഇന്നും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പഴയ ഒരുപാട് ആൾക്കുണ്ടായതൊരു വിഷമം, അല്ലെങ്കിൽ പലർക്കും നല്ല ജ്വല്ലറി ഇടാൻ ആഗ്രഹിച്ചിട്ട് ഇടാൻ പറ്റിയിരുന്നില്ല. പല ആളുകളും ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ലോസ് കണ്ടിട്ട് ജ്വല്ലറി എടുക്കാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു. കുട്ടികളുടെ ആഗ്രഹങ്ങൾ സാധിക്കാതിരിക്കുന്ന പേരൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജ്വല്ലറി വെയർ ചെയ്യാൻ പറ്റുന്നു. സംതിങ് കോസ്റ്റ്യൂം കൂടി ഇപ്പോൾ റെന്റൽ ഉള്ളതുകൊണ്ട് തന്നെ ആർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്ത് ചെയ്യുന്നു, ഫിനാൻഷ്യലി അവരവിടെ ഒരു ബുദ്ധിമുട്ടാകുന്നതേ ഇല്ല. അവർക്ക് എങ്ങനെയാണോ അവരുടെ റോയൽ ലുക്ക് എന്താണോ ആ ലുക്കിൽ അവർക്ക് ഇന്ന് ഇറങ്ങാൻ വേണ്ടി കഴിയും. സപ്പോർട്ടീവായിട്ട് ഇന്ന് മേക്കപ്പ് ഇൻഡസ്ട്രി അത്രമാത്രം ഹൈ ലെവലിൽ ഹൈ പ്രൊഫഷണലി മേക്കപ്പ് ഫീൽഡ് വളർന്നത് കൊണ്ട് തന്നെ നല്ല ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ ഇൻഡസ്ട്രിയിൽ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെയൊക്കെ ഒരു വർക്ക് പ്രൊഫഷൻ കൂടി കാണുമ്പോൾ ഇതെല്ലാം കൂടി യോജിച്ചത് ഒരേ സമയത്തായി. ഒരു 10 വർഷം മുൻപ് മേക്കപ്പ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഞാൻ ജ്വല്ലറി വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഇത്ര ഇൻഡസ്ട്രി ഡെവലപ്പ് ആയിരുന്നില്ല. അന്ന് ബ്യൂട്ടീഷ്യൻസ് ആയിരുന്നു. മേക്കപ്പ് ഫീൽഡിനെ വളർത്തിയ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് നമുക്കൊക്കെ അറിയാവുന്ന. അവർ ഈ ഇൻഡസ്ട്രിയെ വളരെ നല്ല രീതിയിൽ കൊണ്ടുവന്നതും ഈ റെന്റൽ ജ്വല്ലറി വന്നതൊക്കെ ഒരേ സമയമായി. ഒരു പേര് വരെ ചേഞ്ച് ആയി, ബ്യൂട്ടീഷ്യൻ എന്നുള്ളതിൽ നിന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെ ഒരു പേരിലേക്ക് ഒരു ഷിഫ്റ്റിംഗ് ആയി. ഇന്ന് അത് ഹൈ പ്രൊഫഷൻ അല്ലേ. ഇത് നമ്മൾ ഈ ഒരു പ്രൊഫഷൻ വാല്യൂ നോക്കുകയാണെങ്കിൽ ഞാൻ പറയും ഡോക്ടേഴ്സിനേക്കാളൊക്കെ വാല്യൂ എന്ന് പറയും ചിലപ്പോൾ ചില ആർട്ടിസ്റ്റുകൾക്ക്. എത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്കറിയാവുന്ന ചില ആർട്ടിസ്റ്റുകളെ അവരുടെ ഡേറ്റ് ചോദിച്ചിട്ടാണ് ഒരു വെഡിങ് ബുക്ക് ചെയ്യുന്നത്. അവരുടെ പീക്ക് മൊമെന്റ് ആണ് അതൊക്കെ. അവരുടെ ഡേറ്റ് ചോദിച്ചിട്ട് അവർ 2000-3000 ആളുകളുടെ ഫംഗ്ഷൻ ബുക്ക് ചെയ്യുന്നത് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഉള്ളതാണ്. ഞാൻ വെറുതെ കളവുറയില്ല. അതായത് കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും ചിലപ്പോ സത്യത്തിൽ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട്. പിന്നെ അവര് ഉണ്ടാക്കിയെടുത്തൊരു ഇൻഡസ്ട്രി, അവര് കൊണ്ടുവന്നൊരു മോഡേൺ കൾച്ചർ ഉണ്ട്. ഈ കൾച്ചറിന്റെ കൂട്ടത്തിൽ ഗോൾഡൻ കപ്പിന്റെ ഒരു കോൺട്രിബ്യൂഷനും എല്ലാം കൂടി ആയത് ഒരേ സമയത്തായതാണ് കോവിഡ് കഴിഞ്ഞതിന് ശേഷം ആ വെഡിങ്ങിന്റെ ഒരു രീതി മാറി, കുട്ടികൾ ഒരുങ്ങുന്നതിന്റെ ഒരു പാറ്റേൺ മാറി, കല്യാണങ്ങൾ കുറച്ചുകൂടി ഒരു ഇന്റിമേറ്റ് വെഡിങ്ങിലേക്ക് മാറി. അപ്പൊ കുറച്ചുകൂടി ഭംഗിയായിട്ട് വരിക എന്നുള്ളത് ആ ഒരു ടെൻഷൻ ഫ്രീ അല്ലാതെ ഫോട്ടോഷൂട്ടിന് ഭയങ്കര പണ്ട് ഫോട്ടോഗ്രാഫർ വരിക എന്ന് കേൾക്കുമ്പോൾ കാരണന്മാർ ഓടിക്കും. പക്ഷെ ഇപ്പൊ മറ്റേ ഫോട്ടോഗ്രാഫിക്ക് ഭയങ്കര ഒരു പ്രാധാന്യമൊക്കെ കൊടുത്ത് ഭയങ്കര രസമാണ് ആ ഒരു ഇൻഡസ്ട്രി. നിങ്ങൾ പറഞ്ഞത് ശരിയാ. റെന്റൽ ജ്വല്ലറിക്ക് പകരം റെന്റൽ ജ്വല്ലറിയുടെ ഒപ്പം തന്നെ കോസ്റ്റ്യൂംസ്. നിങ്ങൾ ആലോചിച്ച് ഇപ്പൊ നമ്മള് നല്ല ഭംഗിയുള്ള ഒരു കോസ്റ്റ്യൂം അടിപൊളിയായിട്ട് മേക്ക് ഓവർ ചെയ്തിട്ട് അതിലിടുന്ന ജ്വല്ലറി വളരെ ഒരു മാച്ച് അല്ലാത്ത ഒരു നോർമൽ ഒരു ജ്വല്ലറി ഇട്ടാൽ ആ ലുക്ക് മൊത്തത്തിൽ പോകും. നമ്മളൊരാളുടെ ഭംഗി എന്ന് പറയുന്നത് നമ്മളൊരാളുടെ ഫേസിൽ നോക്കുമ്പോൾ, നമ്മളെ കണ്ണിൽ നോക്കുമ്പോൾ ഒരാളുടെ ഭംഗി കാണുന്നത് മൂക്കിലോ നമ്മളെ ലിപ്പിലോ എവിടെ നോക്കിയാലും അയാളെ ഫേസ് കിട്ടില്ലല്ലോ. കണ്ണിൽ നോക്കുമ്പോഴാണ് നമുക്ക് അയാളുടെ ഫേസ് കംപ്ലീറ്റ് കിട്ടല്. സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഒരാളുടെ ഒരു ബ്രൈഡിന്റെ മുഖത്തോട്ട് കണ്ണിലോട്ട് നോക്കുമ്പോൾ ആ ഒരു ടീക്ക, ആ ഒരു ഹെയർ സ്റ്റൈലിംഗ്, ആ ഒരു നെക്ക് പീസ് എല്ലാം ആ ഒരു ഫ്രെയിമിൽ വരും. ആ ഒരു ബ്യൂട്ടി കറക്റ്റ് അതിലാണ് കിട്ടല്. സ്വാഭാവികമായിട്ടും ആസ് എ ബ്രൈഡ് ഇതെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും ഒരു ക്യൂൻ ഒരു ഫീലിൽ അവർ ആ വെഡ്ഡിങ്ങിന് ഇറങ്ങണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഗോൾഡൻ കപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വാല്യൂ കൂടി ഒരു കസ്റ്റമേഴ്സിന് കിട്ടുന്നത് കൊണ്ട് ഇപ്പോൾ റെന്റൽ ജ്വല്ലറി ചൂസ് ചെയ്യാന്ന് പറയുമ്പം ഏറ്റവും ബെസ്റ്റ് എവിടെ നിന്നുള്ളത് നോക്കുമ്പോൾ അവർക്ക് ഗോൾഡൻ കപ്പാണ് ഒരു ഫസ്റ്റ് ഓപ്ഷൻ. ആസ് ആ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട് ആ ഗോൾഡൻ കപ്പിലെ ജ്വല്ലറി. അതിനൊരു റീസൺ എന്ന് നമുക്കറിയാം. ഇപ്പം ഈ സെലിബ്രിറ്റീസ് കൂടുതലായിട്ടും ഗോൾഡൻ കപ്പിനെയാണ് ചൂസ് ചെയ്യുന്നത്. ജ്വല്ലറി അവരുടെ ഫങ്ഷൻസിനായിക്കോട്ടെ, ഷൂട്ടിനായിക്കോട്ടെ. ഇപ്പം നമുക്ക് ഈ റീസെൻ്റ് ഒരു കല്യാണി
ഒരു ഒരു ട്രെൻഡിങ് റീൽ കഴിഞ്ഞല്ലോ ഇപ്പം റീസെന്റ്, അതിലുള്ള ഒരു ജ്വല്ലറി ഒക്കെ അതിൽ ഗോൾഡൻ കപ്പാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് അതിൽ മെൻഷൻ നോക്കിയാൽ കാണാൻ പറ്റും. സോ ഒരുപാട് ഷൂട്ട്സിലും ഫിലിംസിലും ഒക്കെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിന്റെ വെഡിങ്ങിന് പോലും പല ഇൻഫ്ലുവൻസിന്റെ വെഡിങ്ങിനൊക്കെ ഗോൾഡൻ കപ്പ് എന്നാണ് ജ്വല്ലറി എടുക്കുന്നത്. ആ ഒരു ബ്രാൻഡ് വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ എൻ്റെ ചോദ്യത്തിലേക്ക് തിരിച്ചു പോകുന്നു. അഗെയിൻ ഒന്നോട് ചോദിക്കുന്നു, സെയ്തുപ്പ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ ഒരു സംരംഭം, ഒരു 23 വയസ്സുകാരന് അദ്ദേഹം കണ്ടൊരു ഡ്രീം, ചിലപ്പോൾ അദ്ദേഹത്തിന് 23 വയസ്സ് ആയിരിക്കും അദ്ദേഹം അന്ന് ഡ്രീം ചെയ്തത്. 23 വയസ്സിൽ അദ്ദേഹത്തെയും ഇതുപോലെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടാകും. അന്ന് അങ്ങനെ തുടങ്ങി. അന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരാളെ സാലറി കൊടുക്കാൻ നിർവാഹമില്ലാതെ പറഞ്ഞു വിട്ടു, തന്നെ വർക്ക് ചെയ്തു, പിന്നെ ഓരോരുത്തരായിട്ട് ആഡ് ചെയ്തു. ഇന്ന് ഇത്ര വർഷങ്ങൾക്ക് ശേഷം നിൽക്കുമ്പോൾ എത്ര ജീവനക്കാർ നമ്മുടെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്? 300 എബോവ് ജീവനക്കാരാണ് ഇന്ന്. 100-ലധികം ജീവനക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഗോൾഡൻ കപ്പ് ഡിഫറെന്റ് വെർട്ടിക്കുകളിൽ വർക്ക് ചെയ്യുന്ന 2-3 ബിസിനസ്സും കൂടി ഉണ്ട്. അതുകൊണ്ട് എല്ലാം കൂടുമ്പോൾ 300-ലധികം ജീവനക്കാർ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ കൂടെ അന്ന് നിന്ന് എന്നെ ട്രസ്റ്റ് ചെയ്ത് നിന്ന ആ ഒരു ജീവനക്കാരൻ ആണ് ഇന്ന് എൻ്റെ കമ്പനിയിലെ ജനറൽ മാനേജർ. യാസർ എന്നാണ്, ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ അതേപോലെ എനിക്ക് അതുകൊണ്ട് സന്തോഷമുള്ള ഒരു കാര്യം, ഞാനൊരു 5-6 ഔട്ട്ലെറ്റിൽ നിൽക്കുന്ന സമയത്താണ് എനിക്ക് പേഴ്സണലി കുറച്ചൊരു വിഷമം ഉണ്ടാകുന്ന കുറച്ച് അനുഭവങ്ങൾ, കുറച്ച് ഒരു സാഹചര്യം ഉണ്ടായി. അതായത് എൻ്റെ കൂടെ ആദ്യം മുതൽ ഉണ്ടായിരുന്ന 2-3 ആളുകൾ അവരുടേതായ സാഹചര്യം കൊണ്ട് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ അത് അവരുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ആ ബുദ്ധിമുട്ട് കണ്ടറിയാൻ എനിക്കന്ന് കഴിഞ്ഞില്ല, അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പോൾ അവർ ഇറങ്ങിയിട്ട് വേറൊരു കോമ്പറ്റീറ്റർ ഷോപ്പിൽ അവർ കയറിയത്. അപ്പോൾ എന്നോടത് ഈ GM ആണ് വിളിച്ച് പറയുന്നത്. ഈ GM എന്നെ വിളിച്ച് പറയുന്ന സമയത്ത് ഞങ്ങളൊരു ടീമായിട്ട് ഇങ്ങനെ പോകുന്നു, ഒരു ഏട്ടനനിയൻ ബന്ധത്തിലാണ് എല്ലാവരും പോകുന്നത്. പെട്ടെന്ന് 3 അനിയന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാൽ ഉള്ളൊരു ഫീലായിരുന്നു എനിക്ക്. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കരഞ്ഞു. കരയാന്ന് പറഞ്ഞാൽ രാത്രി ഞാൻ നന്നായിട്ട് കരഞ്ഞു. എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. എനിക്ക് എൻ്റെ ഒരു ഷോപ്പിൽ സെയിൽ കുറയുമ്പോഴോ ക്ലോസ് ചെയ്യുമ്പോഴോ എല്ലാം എനിക്ക് സങ്കടം ഉണ്ടായത്. കൂടെ ഇത്രയും കാലം നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ചങ്കായിട്ടുണ്ടായിരുന്ന ആളുകൾ പോയപ്പം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാനത് ഒരുപാട് കരഞ്ഞു. ഈ GM എന്നോട് എൻ്റെ യാസറിനോട് സംസാരിച്ച സമയത്തും ഞാൻ അവനോട് സംസാരിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. മോൻ പറഞ്ഞു, ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കണം, ഞങ്ങളെ കൂടെ ഉണ്ടല്ലോ, നിങ്ങൾ വിഷമിക്കേണ്ട പറഞ്ഞു. അപ്പം അവനും വേറെ എൻ്റെ ഷനീബ് ഇർഫാൻ എന്ന് പറഞ്ഞ വേറെ 2 ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. ഈ 3 പേരും എനിക്ക് അത്രയും പ്രിയപ്പെട്ട ആൾക്കാരാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവരുടേതായ ബുദ്ധിമുട്ടുകൊണ്ട് പോയതാണ്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ അവരെ പ്രയാസം കണ്ടറിയാൻ വിട്ടുപോയി. സംതിങ് എന്തെങ്കിലും അവർക്ക് ഉണ്ടായിരിക്കും, പക്ഷെ എന്നോടത് പറഞ്ഞില്ല. അവരിറങ്ങി ഒരു കോമ്പറ്റീറ്റർ അടുത്ത് കയറിയപ്പം എന്തോ എനിക്ക് ആ സമയത്ത് ഇത് ഭയങ്കര വിഷമമായി. ഇനി എങ്ങനെ മുമ്പോട്ട് പോകും എന്നൊക്കെ ഞാൻ ആലോചിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. ആ സ്നേഹിതൻ മുൻപ് എൻ്റെ കൂടെ ജ്വല്ലറിയിൽ വർക്ക് ചെയ്തിരുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകനായിരുന്നു. അവൻ ഓൾറെഡി പല ബിസിനസ്സും പലൊക്കെ നിന്നിട്ട് ഓനും കുറച്ച് ബിസിനസ്സിലെ കുറച്ച് ഫെയിലായിട്ട് ഓൻ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അവനോട് ഈ വിഷയം പറഞ്ഞു, നീ ഇനി എൻ്റെ കൂടെ നിൽക്ക്, കമ്പനിയിൽ കയറുന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞ പ്രകാരം അവൻ എന്ത് ചെയ്തു, അപ്പം തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ അവൻ അവിടെ റിസൈൻ ചെയ്തു. എന്നാലും ഞാനും എൻ്റെ കൂടെ നിൽക്കുക, ടെൻഷൻ ആവാറുണ്ട്. അവനും എൻ്റെ കൂടെ വന്നു. ഇന്ന് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ നമ്മൾ ഈ പ്രോഗ്രാമിൽ വരുന്ന സമയത്ത് കണ്ട അനസ് ആയിരുന്നു അത്. അവനിപ്പം തന്നെ കമ്പനിയുടെ ഡയറക്ടറാണ്. അവനായിരുന്നു അന്ന് എനിക്ക് ആ റിയാസിന്റെ കൂടെ ഒരു 50,000 രൂപ തന്ന് അന്ന് ഹെൽപ്പ് ചെയ്തിരുന്ന ആള്. അപ്പോൾ ആളുടെ എമൗണ്ട് പിന്നെ ഞാൻ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആള് തിരിച്ച് വാങ്ങിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് ആളിനെ ഹെൽപ്പ് ചെയ്തിരുന്നു. ആൾക്ക് കുറച്ച് പ്രോഫിറ്റ് കൊടുത്തു. പിന്നെ ആൾക്ക് എന്തോ പേഴ്സണൽ ആവശ്യം വന്നപ്പോൾ ആൾ ക്യാഷ് വാങ്ങിച്ചിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് ഡൗൺ ആയ സമയത്ത് ഞാൻ പറഞ്ഞപ്പം നേരെ കമ്പനിയിൽ ജോയിൻ ചെയ്തു. അവനക്കും അത് ഭയങ്കര ഗ്രോത്ത് ആയി. കമ്പനിയിൽ വന്നതിന് ശേഷം അവനക്കും പേഴ്സണൽ നല്ല ഗ്രോത്ത് ഉണ്ടായി. ഇന്ന് ആ ടീം അങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ 300 പേരെ സംബന്ധിച്ച് അവരുടെ നിഹാലിക്കയാണ്, 300 പേരുടെ മൂത്ത ചേട്ടനാണ്. എങ്ങനെയുണ്ട് ഈ ടീമിനെ മാനേജ് ചെയ്യുന്നത്? എൻ്റെ ഈ ടീമിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാളും പ്രായം കുറഞ്ഞ ആളുകൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ എൻ്റെ ജ്യേഷ്ഠനുണ്ട്, എൻ്റെ മൂത്തമ്മയുടെ മകൻ. ഞാൻ പറഞ്ഞല്ലോ ഗോൾഡൻ കപ്പിന് വേറെ വെർട്ടിക്കൽ ബിസിനസ്സുകളുണ്ട്. ലേഡീസിൻ്റെ ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട്, അത് അവരെയാണ് പാർട്ട്ണർഷിപ്പിൽ മാനേജ് ചെയ്യുന്നത്. പക്ഷെ അവർക്കും ഈ പറയുന്ന ചില സമയങ്ങളിൽ ഞാനൊരു ജ്യേഷ്ഠ സ്ഥാനത്തുള്ള പോലെയാണ് അവരെന്നെ ബിസിനസ്സിൽ കാണൽ. എൻ്റെ ജ്യേഷ്ഠന്മാരാണെങ്കിൽ പോലും അവരെന്നെ ബിസിനസ്സിൽ ആ രീതിയിൽ റെസ്പെക്ട് ചെയ്തിട്ടാണ് എന്നെ ഡീൽ ചെയ്യുന്നത്. അപ്പം ഈ ആളുകളൊക്കെ എനിക്ക് ഡീൽ ചെയ്യാൻ എനിക്ക് അവർ ഏജ് കൂടുതലായ ആളുകളാണെന്ന് കരുതിയിട്ട് എനിക്ക് വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇവരൊക്കെ മറ്റുള്ള എൻ്റെ ടീം മെമ്പേഴ്സ് കാണുന്നത് പോലെ തന്നെ അവരും കാണുന്നത് കൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഈസിയാണ്. ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെടുക്കുന്ന രീതി, ആ ഒരു രീതിക്ക് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് ടീമും ഞാനുമായിട്ടൊരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്. നമ്മളെപ്പോഴും പറയാറില്ലേ, നമ്മൾ പെർഫോമൻസ് നോക്കണം, പെർഫോമൻസ് ഇല്ലെങ്കിൽ ടെക് എന്ന് പറഞ്ഞ് പുറത്താക്കണം, ഔട്ട് ചെയ്യണം എന്നൊക്കെ. ശരി തന്നെയാണ്, ബിസിനസ്സിലൊരു എത്തിക്സ് അത് കീപ്പ് ചെയ്യണം, ശരി തന്നെയാണ്. ഞാൻ അങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പെർഫോമൻസ് നോക്കുന്നതിന് പകരം
ആ സ്റ്റാഫിൻ്റെ ഒരു ബിഹേവിയറും അയാളുടെ ഒരു ക്വാളിറ്റിയും അവൻ്റെ ഒരു ആളുകളോട് ഇടപഴകുന്ന രീതിയും അതൊക്കെയാണ് ഞാൻ നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഞാനും അവരുമായിട്ടുണ്ടായിരുന്നു. അവർക്ക് സ്വാഭാവികമായിട്ടും ഞാൻ ഒന്നും പഠിക്കാത്ത ഒരവസ്ഥയിൽ നിന്ന് ഇതുവരെ എത്തി. സ്വാഭാവികമായിട്ടും എൻ്റെ ടീമിനും പലതും അറിയാത്തതുണ്ടായിരിക്കാം. അപ്പോൾ അവർക്കും അതിനുള്ള സ്പേസ് കൊടുക്കണം, സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ വളർത്തി വരുമ്പോൾ അങ്ങനെ വളർന്നു വരുന്ന ആളുകളായതുകൊണ്ട് ഇപ്പം ഞാൻ ഒരു ഔട്ട്സോഴ്സിൽ നിന്ന് നല്ലൊരു ടാലൻ്റ് ഉള്ള ആളുകളെ കൊടുത്തിട്ട് നിന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ബോണ്ടല്ല, ഒന്നും അറിയാത്ത ഒരാൾ വന്ന് എൻ്റെ കൂടെ നിന്ന് പഠിച്ചിട്ട് വരുന്ന സമയത്ത് നമ്മൾ അവരോട് ഒരു കാര്യം പറയുമ്പം അവർ നമുക്ക് തരുന്നൊരു വാല്യൂ വേറെ തന്നെ ആയിരിക്കും. കാരണം അവരല്ല ഇവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങിയത്. ആ ഒരു ബോണ്ട്, ഒരു ഇമോഷണൽ ബോണ്ട് ഞാനും അവരും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിലവിലുണ്ട്. സോ ടീം എപ്പോഴും എനിക്ക് ഹാപ്പിനെസ് നൽകിയിട്ടേ ഉള്ളൂ. ഇടയ്ക്ക് ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും മോസ്റ്റ്ലി എല്ലാവരും എന്നെ എപ്പോഴും ഹാപ്പിയാക്കി, ഞാൻ അവരെ ഹാപ്പിയാക്കുന്നു, അവരെന്നെ ഹാപ്പിയാക്കാറുണ്ട്. അവരുടെയൊക്കെ നിഹാലിക്കയാണ് അല്ലേ, അവരുടെയൊക്കെ ഒരു ഹീറോ ആണ്. അവരങ്ങനെ അങ്ങനെ പറയുന്നുണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്ത് എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ സെയിൽസ്മാൻ ആയ സമയത്ത് ഒരു സ്റ്റാഫ് എങ്ങനെ ഹാപ്പി ആവണം എന്നുള്ളതും ആ സ്റ്റാഫ് എപ്പോഴാണ് അവൻ ഡൗൺ ആവുക എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത ആളായതുകൊണ്ട് അപ്പോൾ ഒരു സ്റ്റാഫിനെ ഏത് മൊമെന്റിലാണ് ഹാപ്പി ആക്കേണ്ടത്, അവൻ ഏത് സമയത്ത് അവന് കൂടെ നിൽക്കേണ്ടത്, അവൻ എങ്ങനെ പറയുമ്പോഴാണ് അവൻ ഡൗൺ ആയി പോലെ എന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നമുക്കൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ വാക്കുകൾ പറയാം, പക്ഷെ ആ ഒരു ടോൺ, നമ്മൾ പറയുന്ന ഒരു മോഡുലേഷൻ എല്ലാം നമ്മളൊക്കെ പഠിക്കുന്ന കാര്യമാണ്. ഞാനത് നന്നായിട്ട് ശ്രദ്ധിച്ച് സംസാരിക്കാറുള്ളൂ. എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയും, ആ പറയുന്നത് കൊണ്ട് തന്നെ അവരത് ആ രീതിക്ക് തന്നെ മനസ്സിലാക്കും. ചീത്തയാണെങ്കിൽ പോലും, ഞാൻ ഒരു വഴക്ക് പറയുകയാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യും, ആ രീതിയിൽ അതിനെ ഉൾക്കൊള്ളും. ഹൃദയം കൊണ്ട് സംസാരിക്കുമല്ലേ. അത് സ്വാഭാവികമായിട്ടും എനിക്ക് സെയിൽസിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് അതെല്ലാം. എനിക്ക് മുമ്പ് ആ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് എൻ്റെ ഒരു സൗണ്ടും അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ മാക്സിമം നല്ല ക്ഷമയുള്ള ആളാണ്. ഞാൻ ക്ഷമിക്കാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതെൻ്റെ ഉമ്മാൻ്റെ അടുത്ത് കിട്ടിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ക്ഷമ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിനും ആ രീതിയിൽ തന്നെ കാണും. എൻ്റെ കമ്പനിയിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇമോഷണൽ ബോണ്ട്, ആ ഇമോഷണൽ ബോണ്ട് ഒരിക്കലും വെറുതെ ഉണ്ടായതല്ല. ഇപ്പം ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എനിക്കുണ്ടായ കുറച്ച് പെയിനുകളുണ്ട്. എനിക്ക് പെയിൻ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഓൾറെഡി ജോലി ചെയ്യുന്ന സമയത്ത് ഒരു തവണ എൻ്റെ ഫാമിലിയിൽ ഒരു ക്യാഷിന്, എൻ്റെ ഒരു എളാപ്പ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു 10,000 രൂപയുടെ ആവശ്യം വന്നു. ഞാൻ ജ്വല്ലറി വർക്ക് ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് ആൾ എന്നോട് ഒരു എമൗണ്ട് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് എൻ്റെ കൂടെയുള്ള സുഹൃത്ത് പറഞ്ഞു, കമ്പനിയിൽ ഇങ്ങനെ കടം, മാനേജറോട് സംസാരിച്ചില്ല, നമുക്കിങ്ങനെ ഒരു എമൗണ്ട് ലോണായിട്ട് തരുമല്ലോ, അപ്പോൾ നമുക്ക് സാലറിന്ന് അഡ്വാൻസ് ആയിട്ട് എടുക്കൂല. സാലറി അഡ്വാൻസ് സാലറിന്ന് മൊത്തം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മാസത്തെ ഫിക്സഡ് എക്സ്പെൻസിനെ ബാധിക്കും. നമുക്ക് എന്തെങ്കിലും മാസം ഓരോ ചിലവുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഓരോ മാസം ചെറിയ ചെറിയ എമൗണ്ട് അടച്ചു വീട്ടുന്ന സംവിധാനമാണെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് ആ പയ്യൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര പ്രതീക്ഷയിൽ എന്ത് ചെയ്തു, മാനേജറുടെ അടുത്ത് പോയിട്ട്, സാർ എനിക്ക് സംസാരിക്കാനുണ്ട്. മാനേജറോട് ഞാൻ പോയിട്ട് കഥ പറഞ്ഞു. എൻ്റെ എളാപ്പയാണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത, അല്ലെങ്കിൽ എന്നെ ഒരുപാട് സ്നേഹിച്ച ഒരാളാണ്, ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ ഒരു ക്യാഷ് കൊടുക്കണം. അപ്പോൾ ആൾ മുഴുവൻ കഥയും കേട്ടിട്ട് ആൾ പറഞ്ഞു, എടാ അതിന് ഇങ്ങനെ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ മറ്റേ സ്റ്റാഫ് ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ എടാ അവൻ നിന്നെ പറ്റിച്ചതാണ്, കളിയാക്കിയതാണ്, നീ അതിലൊക്കെ നിന്ന് കൊടുക്കാൻ നിൽക്കല്ലേ, നമ്മളെ കമ്പനിയിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എനിക്കന്ന് ഭയങ്കര പ്രയാസമായി മാറി. കാരണം ഞാൻ ക്യാഷ് കൊടുക്കാന്നുള്ള അവനോട് പറഞ്ഞു, എനിക്ക് ക്യാഷ് കൊടുക്കാൻ പറ്റിയില്ല. എനിക്ക് എൻ്റെ സാലറിക്ക് അപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഒരു പെയിൻ എൻ്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ കമ്പനിയിൽ എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു, ഒരു ലോൺ സിസ്റ്റം. ഇന്ന് എൻ്റെ കമ്പനിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവരെ ശമ്പളത്തിനെ ബാധിക്കാത്ത രീതിയിൽ അവർക്ക് ഒരു ലോൺ, അതിൻ്റെ എമൗണ്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 50 lakhിൻ്റെ എബോവ് ഞാൻ എൻ്റെ സ്റ്റാഫിന് ലോൺ കൊടുത്തിട്ടുണ്ട്. പല ആൾക്കാരായിട്ട് വീട് പണിക്കായിക്കോട്ടെ, വണ്ടി എടുക്കാനായിക്കോട്ടെ, ഹോസ്പിറ്റലിനായിക്കോട്ടെ, എപ്പോഴും ഒരു ഫണ്ടിന് ആവശ്യം വന്നാൽ അവർക്ക് തൊട്ടപ്പുറത്തൊരു കോളിന് ഞാനുണ്ടാവും. അത് അവർക്കറിയാം. എന്നാൽ അവരാരും അത് മിസ്യൂസ് ചെയ്യൂല. അത്രക്കും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ അവരത് വിളിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവർ പെടൂല എന്ന് അവർക്കറിയാം. കാരണം ഉണ്ടെന്നല്ലേ, അവർക്ക് ഈ ഒരു ഞാനെന്ന് പറഞ്ഞതിൽ അപ്പുറത്ത് ഈ ഗോൾഡൻ കപ്പ് ഉണ്ടല്ലോ എന്നുള്ളതായിരിക്കും. കാരണം ഗോൾഡൻ കപ്പ് ഉണ്ട്, കാരണം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രതീക്ഷ അവർക്കുണ്ട്. ഞാനത് മനസ്സിലാക്കും. ജെന്യൂൻ ആണെങ്കിൽ നമ്മൾ വേഗം എന്ത് ചെയ്യും, ഫണ്ട് റിലീസ് ചെയ്ത് കൊടുക്കും. അവരെ സാലറിയിൽ നിന്ന് അവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ അവർക്ക് ചിലപ്പം അവരോട് ചോദിക്കും, ഞാൻ എത്ര വെച്ചാൽ കട്ട് ചെയ്യേണ്ടത്. അവർ പറയും, ഞാനൊക്കെ നിങ്ങൾ ഇത്ര വെച്ച് പിടിച്ചോളൂ, അത്ര വെച്ച് പിടിക്കും. ചിലപ്പം 2, 3, 4 വർഷമൊക്കെ പിടിക്കുമായിരിക്കും ആ ഫണ്ട് തിരിച്ചു കിട്ടുമ്പോൾ. അപ്പം സ്വാഭാവികമായിട്ടും ആ സ്റ്റാഫിന് നമ്മളോട് ഡെഡിക്കേഷനും കൂടുതലായിരിക്കും. അവനക്ക് അവൻ്റെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ഞാൻ അതിലൊരു കൺട്രോൾ വെച്ചിട്ടില്ല.
അതായത് എപ്പോഴും ഞാൻ പറയും സ്റ്റാഫിനോട് ഇനി കേട്ടോ ഇനി ലോൺ തരില്ല എന്നൊക്കെ ഞാൻ പറയുമെങ്കിൽ പോലും അവർക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, വിളിക്കാം. അതൊരു ഓപ്പറേഷൻ ഹോസ്പിറ്റൽ എക്സ്പെൻസ് ആയിക്കോട്ടെ, സംതിങ് അവരുടെ ആഗ്രഹം, ഒരു വണ്ടി എടുക്കാനായിക്കോട്ടെ, ഞാൻ ഇന്നതിന്ന് ചെയ്യാറില്ല. ഒരാളുടെ ഒരു മാരേജ് ഉറപ്പിക്കുന്നു, ആ സ്റ്റാഫിന് ഒരു കുഴപ്പമില്ല, അവനക്കറിയാം എങ്ങനെയായാലും സപ്പോർട്ട് മേ ബി കിട്ടും എന്നുള്ളത് അറിയാം. സപ്പോർട്ട് അവർ ഞാൻ ഈ പറഞ്ഞ മിസ്യൂസ് ചെയ്യൂല. എൻ്റെ ടീം അത് കണ്ടറിഞ്ഞിട്ട് അവർ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്കറിയാം അത് നിർത്തേണ്ടി വരുന്നുള്ളത്. മിസ്യൂസ് ചെയ്യാതെ അവരുടെ അത്യാവശ്യങ്ങൾക്ക് മാത്രം അവരെന്നെ വിളിച്ച് ഈ കാര്യം ഇപ്പം ഇതൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കൊണ്ടായിരിക്കണം അവർക്ക് എന്നോട് ഈ പറയുന്നൊരു ഇതൊരു റീസൺ ആയിരിക്കും മേ ബി. അവരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കില്ലേ നിഹാൽ സ്വപ്നം കണ്ടതിനേക്കാളും പെട്ടെന്ന് വളരാൻ സാധിച്ചത്? തീർച്ചയായിട്ടും. നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, അവരുടെ ഫാമിലി, ഇപ്പം ഫാമിലി ഞാൻ എടുത്തു പറയാൻ കാരണം എൻ്റെ കമ്പനിയിൽ വന്നിട്ടുള്ള ടീം മെമ്പേഴ്സിനെ അല്ലെങ്കിൽ സ്റ്റാഫുകളെ കാണുമ്പം ഔട്ട് സൈഡിൽ നിന്ന് എൻ്റെ കസ്റ്റമേഴ്സ് പലരും പറയാറുണ്ട്, നിങ്ങളെന്താ എല്ലാവരും ഒരേപോലെ സംസാരിക്കുന്നു, ഒരേപോലെ ബിഹേവ് ചെയ്യുന്നു, ഒരു യൂണിഫോമിറ്റി നിങ്ങളുടെ ബിഹേവിയറിൽ ഉണ്ടല്ലോ എന്ന് പറയും. ഞാൻ ഒരു വ്യക്തി ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ സത്യത്തിൽ അവൻ എത്ര പെർഫോം ചെയ്യുന്നുണ്ട്, അവൻ അടിപൊളിയാവണം, അവൻ്റെ സ്കില്ല് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവൻ എന്തോ ആയിക്കോട്ടെ, അപ്പോൾ അവന് എങ്ങനെ നടന്നയച്ചത് കമ്പനിയിൽ അവൻ അടിപൊളിയായിരിക്കണം, നല്ല സ്കില്ല് യൂസ് ചെയ്യുന്ന, നല്ല സ്കില്ല്, അവൻ്റെ മാക്സിമം പ്രൊഡക്ടിവിറ്റി യൂസ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന രീതിയല്ല ഞാൻ ചെയ്തിരുന്നത്. അവൻ എത്ര പ്രൊഡക്ടിവിറ്റി ഉള്ള ആളാണെങ്കിലും ഇല്ലാത്ത ആളാണെങ്കിലും ആസ് എ ഹ്യൂമൻ ആള് എന്തായിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം, അയാളുടെ വീട്ടുകാരായിട്ടുള്ള ബിഹേവിയർ നന്നായിരിക്കണം, കൂട്ടത്തിൽ ഇടപെടുന്ന ആൾക്കാരോട് മറ്റു മോശമായ രീതിയിൽ സംസാരിക്കാൻ പാടില്ല, ഒരു പുകവലി പോലും പാടില്ല എന്നുള്ളത് നിർബന്ധമാണ്. ആ നിർബന്ധ ബുദ്ധിയുടെ പേരിലാണ് ഇപ്പം നമ്മൾ ഈ ഓപ്പറേഷൻ തൂഫാൻ എല്ലാം നടക്കുന്നു. ഇപ്പം നമ്മളെ ഗവൺമെന്റിന്റെ കീഴിൽ ഞങ്ങൾ അതിന് മുൻപ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ കമ്പനിയിൽ റാൻഡമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ആളുകളുടെയും ബ്ലഡ് ചെക്കപ്പ് ചെയ്യും. അത് കമ്പനിയുള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ ഞാൻ ആ ബ്ലഡ് ചെക്കപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, എന്തെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതായിട്ട് വല്ല ന്യൂസോ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ അവരെ നമ്മൾ പുറത്താക്കും. എന്തെങ്കിലും അവർ ഇപ്പൊ എന്തെങ്കിലും കളവ് കേസുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും തെഫ്റ്റ് നടന്നെങ്കിലും നമ്മൾ പുറത്താക്കും. സംതിങ് അവരുടെ അടുത്ത് എന്തെങ്കിലും അത് നമ്മൾ അവർക്ക് ചില ആളുകളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് റിക്കവറി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ചില ആളുകൾ ഇപ്പം അവരെ സാഹചര്യം മനസ്സിലാക്കുന്നു, അവർ പെട്ടുപോയതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ നമ്മൾ അതിൻ്റെ ഇതിൽ ട്രീറ്റ് ചെയ്തിട്ട് അതിന് എന്താണ് എക്സ്പെൻസ് അതും കമ്പനി വഹിക്കും. ഞാൻ അവർക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്ത് കൊടുത്തിട്ട് കാരണം ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടാവുന്ന വെച്ചാൽ ബാക്കിയുള്ള സ്റ്റാഫുകൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഭയം വരുന്നു. അതിലോട്ട് പോയി കഴിഞ്ഞാൽ എന്നോടൊരു സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ട്, ഈ അടുത്ത് ഞാൻ അവനോട് സംസാരിച്ചു, അപ്പോൾ അവനൊരു സംഭവം യൂസ് ചെയ്തിരുന്നു, അപ്പം ഞാൻ അവനെ വിളിച്ചു സംസാരിച്ചു, അപ്പം അവൻ പറഞ്ഞത് ഉപയോഗിക്കുന്നില്ല എന്ന്. അപ്പം ഞാൻ അവൻ്റെ ബ്ലഡ് ചെക്കപ്പ് കാണിച്ചു കൊടുത്തു, നിൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്ത റിസൾട്ടാണിത്, ആ റിസൾട്ട് ഇത് പോസിറ്റീവാണ്. അപ്പോൾ അവൻ ലാസ്റ്റ് സമ്മതിച്ചോ പറഞ്ഞു, ഞങ്ങൾക്ക് ഞാൻ 10th കഴിഞ്ഞത് മുതൽ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നോട് എൻ്റെ വീട്ടിൽ നിന്ന് പോലും ആരും ഇതുവരെ എന്നെ അഡ്വൈസ് ചെയ്തിട്ടില്ല, ഞാനിങ്ങനെ പോയിക്കോട്ടെ എന്ന് അവർ വിചാരിച്ചത്, പക്ഷേ ഇനി മുതൽ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞ് എൻ്റെ മുമ്പിൽ സംസാരിച്ചു. ഞാനത് ആരെയും അറിയിക്കാതെ അവൻ എന്ത് ചെയ്തു, അവനക്കൊരു തെറ്റ് പറ്റി, ഓക്കെ അവൻ ക്ഷമിച്ച് ഇതൊന്ന് ഷോപ്പിൽ കയറ്റി. ഇന്ന് ആ പയ്യനെ ഒന്നും ഉപയോഗിക്കാതെ അടിപൊളിയായിട്ട് ഷോപ്പിൽ നിൽക്കുന്നുണ്ട്, നല്ല പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പം അവൻ ചിലപ്പോൾ അവൻ്റെ സ്റ്റോറി വേറെ ആയിട്ടും പറയുന്നുണ്ടായിരിക്കും, നമ്മളായിട്ട് വേറെ ഒരു പേരെടുത്ത് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പം അവൻക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ആളുകൾക്ക് ഈ കമ്പനിയിൽ വന്നതുകൊണ്ട് ഒരു ഫിനാൻഷ്യലി അവർ ഗ്രോത്ത് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തോട്ട് നാളെ ഈ കമ്പനിയിൽ നിന്ന് പോയാലും അവർക്ക് നല്ലൊരു പേഴ്സണാലിറ്റിയിൽ അവർ എന്ത് ചെയ്യണം, ഇവിടുന്ന് പോകണം. ഞാൻ എപ്പോഴും ടീമിനോട് പറയും, നിങ്ങൾ ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്, നാളെ കൂടെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പേഴ്സണാലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ഫാമിലിയിലായിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായിക്കോട്ടെ, നിങ്ങളെ മറ്റു നിങ്ങൾ മേഖലകളിലായിക്കോട്ടെ, നിങ്ങൾക്ക് ആ ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ അത് നിങ്ങൾ ഇവിടുന്ന് നേടിയെടുത്തിട്ട് വേണം ഇവിടുന്ന് പോകാൻ എന്നൊരു തീരുമാനം ഉള്ളത് കൊണ്ടായിരിക്കണം അവരുടെ ഫാമിലീസിൻ്റെ ഒക്കെ ഒരു പ്രാർത്ഥന എപ്പോഴും നമുക്ക് കിട്ടാറുണ്ട്. നിഹാലിക്ക നിങ്ങൾ അടിപൊളിയാട്ടോ. കാരണം ഭയങ്കര ഭയങ്കര ഇമോഷണലായിട്ട് കേട്ടിരിക്കുന്നു ഞാൻ. ഒരു ഓൺട്രപ്രണർ വന്നിരുന്ന് പലപ്പോഴും സംസാരിക്കാറില്ല, ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്തു, ബിസിനസ് എങ്ങനെ ഇന്ന് കാണുന്ന കോടികളുടെ ടേൺ ഓവറിലേക്ക് എത്തിച്ചു, ബിസിനസ്സിൽ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. പക്ഷേ അതിനേക്കാളപ്പുറം ഒരു മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കണം, കൂടുതൽ എംപ്ലോയീസിനെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കുന്നത്, അവർക്ക് തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളൊന്നും അവർക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം കരുതൽ താങ്കൾ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്ന ഈ ഒരു 5 മിനിറ്റ് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്കും ഈ വീഡിയോയുടെ കീഴൊരു കമന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു, നിഹാലിക്ക നിങ്ങൾ അടിപൊളിയാണെന്ന്. അല്ല, ഞാൻ സത്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് എൻ്റെ ക്വാളിറ്റി എന്നല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളും അതേ ലെവലിൽ എന്നോട് നിന്നതുകൊണ്ടാണ് എനിക്കിതിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ എൻ്റെ ടീം നന്നാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോന്നിൻ്റെയും ഗുണം
ഒരു ഷോറൂമിലെ സ്റ്റാഫുകൾ നന്നാവുന്നുണ്ടെങ്കിൽ അതിന്റെ മാനേജറിനാണ് അതിന്റെ പ്ലസ് പോയിന്റ്. കാരണം ആ വ്യക്തിയായിരിക്കും അവരെ കൺട്രോൾ ചെയ്യുന്നത്. ആ വ്യക്തിനെ കൺട്രോൾ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ റീജിയണൽ ടീമും അതിന് മേലെ കോർ ടീമും ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എല്ലാവരും ഈ എത്തിക്സിനെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ബിസിനസ്സിലുള്ള നമ്മുടെ കോർ വാല്യൂസ് നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എത്തിക്സ് വിട്ട് കളിച്ചിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പക്കാ ഒരു ബിസിനസ് മൈൻഡിൽ മാത്രം ഞാൻ ചിന്തിക്കാത്തത്, ഇപ്പോൾ സെയ്തുപ്പ എനിക്ക് തന്ന ആദ്യത്തെ ഒരു വാക്കുണ്ട്. കാരണം ഒരു സമ്പത്ത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും അതൊക്കെ ഒരു നസീബാന്ന് പറയും. നസീബ് എന്ന് പറഞ്ഞാൽ അത് സെയ്തുപ്പാൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ അതൊക്കെ പടച്ചോൻ തീരുമാനിക്കുന്നവർക്ക് അത് എത്തിപ്പെടും. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നല്ല നോളജും കഴിവുള്ള ആൾക്കാരുണ്ടായിരിക്കും, പക്ഷെ അവർക്ക് ഫിനാൻഷ്യലി വന്നോളണമെന്നില്ല. നമ്മളിപ്പോൾ പല രീതിയിലും മാനിഫെസ്റ്റേഷനൊക്കെ പറയുന്നുണ്ട്, അതിന് അഗൈൻസ്റ്റ് ആയിട്ട് പറയല്ല, ആളുടെ ഒരു എത്തിക്സ് ഞാൻ പറഞ്ഞതാണ്. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ ഒരു ജീവിച്ച് മരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ പലർക്കും പല ഇതിലും സമ്പത്ത് വരുന്നു. ആ സമ്പത്ത് ചിലപ്പം അവരൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഉണ്ടാക്കിയതായിരിക്കാം. ഒരുപാടുള്ള സമ്പത്ത് ഒരുപാട് പഠിച്ച ആൾക്കാർ നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ നല്ല സമ്പത്തുണ്ട്, അവര് നല്ല ഹൈ പ്രൊഫഷനിൽ പഠിച്ചിട്ടുണ്ട്, ബിസിനസ് ചെയ്യാനൊക്കെ അറിയാം, അവർ മൊത്തം കൂടി നഷ്ടപ്പെടുത്തുന്നു. ഇപ്പോഴത്തെ ഒന്നും അറിയാത്ത ആൾക്കാർ അത് ഉണ്ടാക്കിയെടുക്കുന്നു. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. സമ്പത്ത് ആ രീതിയിൽ വരും പോവും. നമ്മളതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം, എല്ലാം ചെയ്യണം. അത് വെറുതെ ഇരുന്നാൽ കിട്ടുന്നില്ല, നമ്മളതിന് വർക്ക് ചെയ്യണം. പക്ഷെ അതാവരുത് ഫോക്കസ്. നമ്മൾ സ്വാഭാവികമായിട്ടും പഠിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ സമ്പത്തിന് ഫോക്കസ് ചെയ്യാതെ നമ്മൾ ജീവിച്ച ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഓരോരുത്തർക്കും നമ്മളെ കൊണ്ട് ആ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ പറയുന്ന സെയ്തുപ്പാൻ്റെ സ്റ്റോറി, സെയ്തുപ്പാനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു അത്രയും വലിയൊരാളാന്ന് കണ്ടാൽ പറയില്ല. നമ്മളിപ്പോൾ ആരെയും കണ്ടാൽ ചിലപ്പോൾ അല്ലെങ്കിൽ ചില്ലറ പൈസ എടുത്ത് കൊടുക്കും സെയ്തുപ്പാക്ക്. സെയ്തുപ്പ അങ്ങനെയാണ് ചിലപ്പോൾ ഒരു പഴയൊരു ജീപ്പിലാണ് സെയ്തുപ്പ പോയിരുന്നത്. ആ നാട്ടിലെ വലിയ അറിയപ്പെടുന്ന ഒരു ധനികനായിട്ട് പോലും ആൾ ജീവിച്ച ജീവിത രീതി അങ്ങനെയാണ്. പക്ഷെ അത് ആളുടെ ഇഷ്ടമാണ്, നമ്മൾ അങ്ങനെ നിൽക്കണം എന്നല്ല, ആളുടെ ഇഷ്ടം അതായിരുന്നു. ആൾ അങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്കതൊക്കെ പഠിക്കാനുണ്ടായിരുന്നു പല കാര്യങ്ങളും. നമുക്ക് ഈ സമ്പത്തും ഇതൊക്കെ വരുമ്പോൾ നമ്മളൊരു കൺകുളിർമ അതിലായി പോകരുത് എന്നുള്ളൊരു ലെസൺ അതിൽ നിന്നുണ്ടായിരുന്നു. ഞാൻ അതിപ്പോഴും കീപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന രീതിയിൽ ടീമിന് മാക്സിമം അവർക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആവുക എന്നുള്ളതല്ല, ടീമിന് ഗ്രോത്ത് ഉണ്ടാവണം. എല്ലാ ഓണ്ടർപ്രണേഴ്സും, ഞാൻ മാത്രമല്ല, എല്ലാ ഓണ്ടർപ്രണേഴ്സും ഇങ്ങനെ തന്നെ അവൻ ചിന്തിക്കുന്നുണ്ടാവില്ലേ. ഞാനും അതുപോലെ തന്നെയാണ്. ടീമിൻ്റെ ഗ്രോത്ത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ മുഖ്യമെന്നുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 23 വയസ്സുകാരനിൽ ഒരു ഉറപ്പുമില്ലാതെ, ഒരു പേപ്പർ പോലും ഇല്ലാതെ, ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഇല്ലാതെ, ഒരു പ്രൊജക്ഷൻ ഇല്ലാതെ, ഒന്നുമില്ലാതെ ഒരു വാക്കിൻ്റെ പുറത്താണ് ഇത് ചെയ്തോ ഞാൻ പൈസ ഇറക്കാമെന്ന് ചെയ്തപ്പോൾ പറയുന്നത്. അങ്ങനെ ഒരുപാട് പേര് ലൈഫിൽ വന്നു പോയിട്ടുണ്ട്. ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്, ഒരുപാട് പേര് പരിഹസിച്ചിട്ടുണ്ട്. ഇവൻ ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാതെ നടന്നിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും വർഷം കൊണ്ട് ലൈഫിൽ എന്താ പഠിച്ചത്? എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മുടെ ഉദ്ദേശം എന്ത് കാര്യത്തിനായിക്കോട്ടെ, നമ്മൾ നല്ല രീതിയിൽ തന്നെ ആ ഉദ്ദേശത്തെ മുൻപിൽ കാണുക. നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മൾ എന്തിലാണോ ഇൻവോൾവ് ചെയ്യുന്നത് അതിനെ 100% നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഞാൻ ജ്വല്ലറി ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എനിക്കറിയാം ഞാൻ അവിടുത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള സെയിൽസ്മാൻ ആയിരുന്നു. ഞാൻ കസ്റ്റമർ ഉണ്ടെങ്കിൽ ഉച്ചക്ക് ഭക്ഷണം വന്നാൽ പോലും ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവില്ല. എനിക്ക് കസ്റ്റമർ കഴിഞ്ഞിട്ട് മതി എന്നുള്ളതാണ്. അത് ഇപ്പോഴും ഞാൻ 10-11 വർഷം മുമ്പ് ഞാൻ അറ്റൻഡ് ചെയ്ത കസ്റ്റമേഴ്സ് എന്നെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞങ്ങൾ പണ്ട് കണ്ണൂർ നിന്റെ കസ്റ്റമർ ആയിരുന്നു പറയാറുണ്ട്. അപ്പോൾ ആ കസ്റ്റമർ എന്നെ എപ്പോഴും ഓർത്ത് വെക്കണമെന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമാണത്. ഞാൻ മനസ്സിലാക്കി ഞാൻ അന്ന് ഏറ്റവും പെർഫെക്റ്റ് ആയിരുന്നു അന്ന്. ഞാൻ അതിനുശേഷം സെയ്തുപ്പ എൻ്റെ ഒരു കാര്യം ഏൽപ്പിച്ചപ്പോഴും ഞാൻ അതിൽ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. സെയ്തുപ്പാൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഷോറൂം സത്യം പറഞ്ഞാൽ ഇന്ന് ഇല്ല. ആ ഷോറൂം ഓൾറെഡി ക്ലോസ് ചെയ്യേണ്ടി വന്നു. പിന്നീട് അവിടെയാണ് ഞാൻ എൻ്റെ ഓഫീസൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നീടുള്ള ഷോപ്പുകളിലൊന്നും ഞാൻ സെയ്തുപ്പാൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് സെയ്തുപ്പാൻ്റെ മരണശേഷവും ഞാൻ അവരുടെ ഫാമിലിക്ക് ഒരു പ്രോഫിറ്റിൻ്റെ ഒരു വീതം കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഞാൻ മനസ്സിലാക്കുന്ന ആ ഒരു ഡിസിഷൻ എനിക്ക് പടച്ചോനെടുക്കാൻ തന്നത് നല്ല ഉദ്ദേശം കൊണ്ടായിരിക്കാം. ചില കാര്യങ്ങൾ നമ്മൾ നല്ലത് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഉദ്ദേശം നല്ലതായിക്കൊണ്ട് പടച്ചോൻ ചെയ്യിപ്പിക്കുന്നതാണ്. നമ്മളെ കൊണ്ട് ആ രീതിയിൽ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പല ഡിസിഷൻസും നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അത് ഞാനൊരു നല്ല ആളായതുകൊണ്ടെന്ന് എനിക്ക് തോന്നലല്ല, പടച്ചവൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും ഇതെല്ലാം ഇങ്ങനെ കൊടുക്കണം എന്നുള്ളതും. കാരണം ആളന്ന് തന്നെ ഹെൽപ്പ് ചെയ്തു. ആള് ഒരു ഡീഡിൽ പറഞ്ഞതിനേക്കാൾ അപ്പുറം ഞാൻ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും അത് ഞാൻ നിർത്താതെ എന്ത് ചെയ്യുന്നു, അവരുടെ ഫാമിലിക്കും അത് കിട്ടുന്നത്. ഇന്ന് ആ ഫാമിലിക്ക് എൻ്റെ അടുത്ത് വരുമാനം അവർക്ക് വളരെ ഒരു ഉപകാരമാണ് ആ സമയത്ത് അവർക്ക് കിട്ടുന്നതൊക്കെ. എൻ്റെ ഓഫീസ് ഞാൻ ഇപ്പോഴും ആ മാളിൽ തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. സെയ്തുപ്പ ഇരുന്ന ചെയറിലാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. സെയ്തുപ്പാൻ്റെ എൻ്റെയും ഫോട്ടോ ഞാൻ നേരെ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ അതൊക്കെ ഞാനത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരിക്കലും നന്ദിയോട് കാണിക്കാൻ പാടില്ലല്ലോ, മറക്കാൻ പാടില്ല. അപ്പം ഞാനതിങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നു. ദെൻ അതൊക്കെയാണ് ഞാനിത് പഠിച്ച ഏറ്റവും വലിയ പാഠങ്ങൾ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറുപ്പകാലങ്ങളിൽ ചിലപ്പം പല ആളുകളുടെ അടുത്തും കളിയാക്കലുകൾ വന്നിട്ടുണ്ടായിരിക്കാം.
സംഭവം ഫാമിലിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരിക്കാം, നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് വന്നിട്ടുണ്ടായിരിക്കാം. ഏത് കളിയാക്കലുകളും ആ കളിയാക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. പക്ഷേ ഇപ്പം ചിന്തിച്ച് നോക്കുമ്പോൾ ആ കളിയാക്കുന്ന ആളുകളൊക്കെ പോയി നമ്മൾ കൈ കൊടുത്തിട്ടൊരു താങ്ക് യു പറയണം. കാരണം അവരുടെ കളിയാക്കലുകൾ ഒക്കെ നമുക്ക് എവിടെ ഒരു സ്പാർക്കായിരുന്നു. നമ്മളത് പിന്നീടാണ് തിരിച്ചറിയുന്നത്. അത് മാത്രമല്ല, ഇന്ന് നമ്മൾ അവർ നമുക്ക് തരുന്നൊരു വാല്യൂ, നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായിക്കോട്ടെ, റിലേറ്റീവ്സിൻ്റെ ഇടയിലായിക്കോട്ടെ, ഒരു ബഹുമാനം നൽകുന്ന സമയത്ത് സത്യത്തിൽ നമ്മൾ ആ പഴയത് ആലോചിച്ച് കണക്ട് ചെയ്യുമ്പോഴാണ് ആ വാല്യൂലൊരു രസമുള്ളത്. സംതിങ് ഫാമിലി, ഐ മീൻ എല്ലാവരും കളിയാക്കി എന്നല്ല, കാരണം ചില ആളുകളൊക്കെ തമാശക്ക് കളിയാക്കുന്നതായിരിക്കാം. നമുക്ക് വേദനിക്കും. നമ്മൾ ആ ചെറിയ പ്രായത്തിൽ വേദനിക്കുന്നത് ആരും മനസ്സിലാക്കില്ല. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഒരാളെയും കളിയാക്കാൻ പാടില്ല, അല്ലെങ്കിൽ കളിയാക്കരുത് എന്നുള്ളത്, പ്രത്യേകിച്ച് ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് പോലും ഞാൻ ഒരു അബദ്ധങ്ങളായിക്കോട്ടെ ആ വ്യക്തിക്ക് വേദനിക്കുന്ന തരത്തിൽ ഞാൻ കളിയാക്കാൻ ശ്രമിക്കാറില്ല, കളിയാക്കാൻ അതിനെ എതിർക്കാറുണ്ട് ഞാൻ. അപ്പം ഞാൻ വേറൊരു വലിയൊരു കാര്യം പഠിച്ചതാണ്, ഒരാളെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാൻ എന്നെ ചിന്തിക്കുമ്പം, ഞാൻ ഫസ്റ്റ് ജ്വല്ലറി ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഫെയിലായ ഞാൻ പിന്നീട് അതേ കമ്പനിയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമറായിട്ട് മാറി. ഞാൻ ചിന്തിക്കുന്നത് ഞാൻ അന്ന് എന്നെ വിലയിരുത്തിയത് അയ്യോ ഒന്നിനും പറ്റില്ലല്ലോ, ഒന്നും എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ വിലയിരുത്തി. പക്ഷേ അതല്ല ഒരു ഹ്യൂമൻ്റെ പവർ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ കമ്പനിയിൽ ഏതൊരു സ്റ്റാഫ് വന്നു കഴിഞ്ഞാലും, ആരാണെങ്കിലും ഇപ്പം എന്നെക്കാളും എത്ര പ്രായം കുറഞ്ഞ ഇപ്പം എൻ്റെ അനിയന്മാരായിക്കോട്ടെ, ഒരു കാര്യം എന്നോട് പറയുമ്പം ഞാൻ ശ്രദ്ധിച്ച് കേൾക്കും. നാളെ ഇവരെവിടെയാവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അവരുടെയൊക്കെ അവർ തരുന്ന വാക്കുകൾ, സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഭയങ്കര വാല്യൂ, റെസ്പെക്ട് ചെയ്തെല്ലാം കേൾക്കുള്ളൂ. സംതിങ് എന്തെങ്കിലും ഞാൻ പഠിക്കാനുണ്ടാവും, അല്ലെങ്കിൽ അവർ പറയുന്നത് അത് കേൾക്കേ വേണ്ടെന്ന് ഒരിക്കലും വെക്കാറില്ല. ആരും ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറില്ല, കൃത്യമായിട്ട് കേൾക്കാറുണ്ട്. അവരുടെ ഒപ്പീനിയനെ മാനിക്കാറുണ്ട്. ഒരു വ്യക്തിത്വത്തിനെ അപമാനിക്കാതിരിക്കാനും മാക്സിമം അവർക്ക് പെയിൻ ആകാതിരിക്കാനും പരമാവധി ശ്രമിക്കാറുണ്ട്. അടിപൊളി. എൻ്റെ സ്പാർക്കിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം, ഞാൻ ഒരുപാട് നിങ്ങളുടെ ഇൻഡസ്ട്രിയെക്കുറിച്ച് ചോദിക്കണമെന്നൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഇൻഡസ്ട്രി എങ്ങനെയാണ് പോകുന്നത്, ഇൻഡസ്ട്രിയിൽ അപ്സ് ആൻഡ് ഡൗൺസ് എന്നാണ്. പക്ഷേ ഈ ഇൻ്റർവ്യൂവിൽ അതൊന്നും ഉൾപ്പെടുത്തുന്നില്ല. ഈ ഒരു സ്റ്റോറിയുടെ ഒരു ഭംഗി നഷ്ടപ്പെടുന്ന പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യും. എൻ്റെ അവസാനത്തെ ചോദ്യം, ലൈഫിലെ പ്രൗഡ് മൊമെൻറ്റ് എന്താണ്? ലൈഫിലെ പ്രൗഡ് മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ നമ്മൾ ഒരിക്കലും ഡ്രീം കാണാത്ത പല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ, ഇപ്പോൾ ഞാൻ ഒരു സ്വന്തമായിട്ടൊരു വീട് വെച്ച സമയത്തായിക്കോട്ടെ, അതുപോലെ തന്നെ എൻ്റെ ബ്രാഞ്ചുകൾ ഒരുപാട് വളർന്നു വന്ന സമയത്തായിക്കോട്ടെ, ഞാനൊരു വാഹനം എടുത്ത സമയത്തായിക്കോട്ടെ, ഒരുപാട് നമുക്ക് പ്രൗഡ് മൊമെൻ്റ് തന്നെ ആയിരുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ ഏറെ എനിക്കിപ്പോൾ മനസ്സിലോട്ട് ഓർമ്മ വരുന്നത്, ഒന്ന് രണ്ട് സാഹചര്യം പറയുകയാണെങ്കിൽ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളുകൾ വാഹനം എടുത്തപ്പോൾ, ഐ മീൻ എൻ്റെ ജനറൽ മാനേജർ, അവൻ ഒരു ക്രെറ്റ വണ്ടി എടുത്ത സമയം ഉണ്ടായിരുന്നു. ആ വണ്ടി അവനത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എന്നെയും വിളിച്ചു. ഞാൻ എന്തായാലും വേണമെന്ന് വാശി പിടിച്ചു. ഞാൻ ചെയ്ത സമയത്ത് അവൻ്റെ ഉപ്പയും ഉമ്മയും അവിടെ ഉണ്ടായിരുന്നു. അവർ ആ വണ്ടിയിൽ കയറിയിട്ട് ആ വണ്ടിയിൽ അവൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന മൊമെന്റ് അതെനിക്ക്, കാരണം ആ ഉപ്പാനെയും ഉമ്മാനെയൊക്കെ അവർക്ക് ഞാൻ മകനെ പോലെയാണ്. അവൻ്റെ കല്യാണം ആലോചിക്കുന്ന സമയത്തും എന്നോട് ചോദിച്ചിട്ടാണ് ഉറപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞതിന് ശേഷമാണ് തീരുമാനം എടുക്കുന്നത്, എല്ലാം എന്നോട് ചോദിക്കും. അപ്പം അവര് വളരെ ലോ ലെവലിൽ നിന്ന് വന്നിട്ട് അവരൊരു വാഹനമൊക്കെ എടുത്ത് ഭയങ്കര സന്തോഷിക്കുന്ന ഒരു നിമിഷം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പ്രൗഡായിരുന്നു ഞാൻ. കാരണം എൻ്റെ കൂടെ നിന്നു, അവനക്കൊരു വാഹനം എടുക്കാൻ കഴിഞ്ഞല്ലോ, അവൻ മാരേജൊക്കെ കഴിഞ്ഞ് സെറ്റിലായി. അതുപോലെ തന്നെ വേറെ ഒരുപാട് ആളുകൾ ഇതേപോലെ നല്ല നല്ല മൊമെൻ്റ് ഉണ്ടായി. അതിനോട് കണക്ട് ചെയ്ത് ഒന്ന് രണ്ട് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ കമ്പനിയിലെ ആനുവൽ ഡേ നടത്തണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. എല്ലാ ഷോറൂമും ഒരുമിച്ച് ക്ലോസ് ചെയ്തിട്ട് എല്ലാവരും ഒരുമിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞ എൻ്റെ ഡയറക്ടർ അനസിനോട് ഞാൻ ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ അവൻ അതിന് നമുക്ക് ചെയ്യാം, സെറ്റാകുന്നുണ്ട്. അവൻ മുഴുവൻ കോർഡിനേറ്റ് ചെയ്തു. ആനുവൽ ഡേ വെച്ചു. ആദ്യത്തെ വർഷത്തെ ആനുവൽ ഡേ, അതായത് ഞങ്ങൾ 5-6 വർഷം കഴിഞ്ഞിട്ട് ആദ്യത്തെ ആനുവൽ ഡേ വെക്കുന്നത് തന്നെ, ഫസ്റ്റ് ആനുവൽ ഡേ അടിപൊളിയായി. രണ്ടാമത്തെ ആനുവൽ ഡേക്ക് എന്ത് ചെയ്തു, ഇതേപോലെ ഭയങ്കര എക്സ്പെക്ടേഷൻ ഞങ്ങൾ നിന്നു. ആ ആനുവൽ ഡേയിൽ എൻ്റെ ഇക്കാക്ക ഓൾറെഡി എൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു ബിസിനസ്സിൽ പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇക്കാക്കും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ നിന്നിരുന്ന ആളായിരുന്നു. പക്ഷേ ഇക്കാക്ക് ഞാനൊക്കെ ആദ്യം ബോണ്ടിങ് കുറവായിരുന്നു. പക്ഷേ ഇക്കാക്ക എൻ്റെ കൂടെ നിന്നു. ഇക്കാക്ക് ഒന്ന് സെറ്റിലായി ഫാമിലി. അപ്പോൾ ഇക്കാക്ക അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്റ്റേജിൽ കയറേണ്ട ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക സ്റ്റേജിൽ കയറിയിട്ട്, ഇക്കാക്കാൻ്റെ ആ ഒരു പരിപാടിയിൽ ഞങ്ങൾ സ്റ്റേജിൽ കയറി സംസാരിപ്പിക്കാൻ പ്ലാൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇക്കാക്ക സ്റ്റേജിൽ കയറി ഇക്കാക്ക സംസാരിച്ചിട്ട് പറഞ്ഞു, എല്ലാ കുടുംബത്തിലും ജ്യേഷ്ഠന്മാരായിരിക്കും വഴി കാട്ടൽ എല്ലാവർക്കും വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ കുടുംബത്തിൽ ഞാനല്ല വഴി കാട്ടിയത്, നിഹാലാണ് ഞങ്ങൾക്ക് വഴി കാട്ടി തന്നത്.
അതിൽ ഒരു ജ്യേഷ്ഠനെ പോലെ അവനായിരുന്നു ഞങ്ങളൊക്കെ നോക്കി, അല്ലെങ്കിൽ ഞങ്ങളെല്ലാ ഫാമിലിയിൽ ഒന്ന് കരക്ക് പിടിച്ചെന്നൊക്കെ പറഞ്ഞ് അവൻ സംസാരിച്ച സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടവും കരച്ചിലും ഭയങ്കര ഫീലായി. കാരണം എൻ്റെ ഇക്കാക്ക അങ്ങനെ പറയുമ്പം ഒരു ഇക്കാക്കാനെ മനസ്സ് തുറന്ന് പറയാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അംഗീകരിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ഇക്കാക്കാനെ സംബന്ധിച്ചിട്ട് കാക്ക അത്രയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഞാൻ സംശയം ഉണ്ടാകുമ്പോൾ ഒരു ഡൗൺ ആകുമ്പോൾ കാക്കാൻ്റെ അടുത്ത് ഞാൻ പോയിരിക്കും, അല്ലെങ്കിൽ കാക്കാനോട് അഭിപ്രായം ചോദിക്കും, കാക്ക സംസാരിക്കും. ആള് കുറച്ച് മെന്റലി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് നല്ല നല്ല അഡ്വൈസുകൾ തരും. ആ ഇക്കാക്കയാണ് ഇവിടെ സ്റ്റേജിൽ കയറി ഇത്രയും ആളുകളുടെ മുമ്പിൽ പറയുന്നത്. ഞാൻ ചിന്തിച്ചു ഞാൻ അത്രക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷെ ഇക്കാക്ക അത് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു എനിക്ക്. അതുപോലെ തന്നെ രണ്ട് കാര്യം കൂടി പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഞാൻ ഉംറക്ക് പോയി. ഞാൻ ഉംറ നിർവഹിക്കുക എന്നുള്ളതിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ റമദാനിൽ ഉംറ നിർവഹിച്ച് വന്നപ്പം ഞാൻ ചിന്തിച്ചത് ഈ ഉംറയൊക്കെ നിർവഹിക്കാൻ എനിക്ക് കാരണമായത് എൻ്റെ ഈ കമ്പനിയാണ്. അതുകൊണ്ട് എൻ്റെ ഈ കമ്പനിയിൽ ഓരോ വർഷത്തിലും ഉംറ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഉമ്മാനെ ഞാൻ ഉംറക്ക് കൊണ്ടുപോയി, ഞാനും ഉംറക്ക് പോയി. ഞാൻ ആലോചിച്ചു എൻ്റെ ടീം മെമ്പേഴ്സിനും ഇതേപോലെ ഉംറ ചെയ്യണമല്ലോ, ഏകദേശം ഒരു 1 lakh നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. ഞാൻ ഈ വർഷം ഡിസിഷൻ എടുത്തു, ഓരോ വർഷത്തിനും ഓരോ പേർക്ക് ഉംറ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കാം. അത് ഞാൻ ഗ്രൂപ്പിൽ വോയിസ് അയച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉംറ ചെയ്യാൻ അതിയായ ആഗ്രഹം, എന്നാൽ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ ചെയ്യാതിരിക്കുന്ന ആൾക്കാർ, നിങ്ങളിൽ ഫിനാൻഷ്യൽ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നിട്ട് നിങ്ങൾ ഉംറക്ക് പോകുന്നില്ല, അവരിതിൽ അപ്ലൈ ചെയ്യരുത്. കാരണം നിങ്ങൾ മറ്റുള്ളൊരു അവസരം മുടക്കുന്ന പോലെ ആയിരിക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കമ്പനിയിലെ 300ഓളം സ്റ്റാഫുകളിൽ നിന്ന് 35 പേരെ അപ്ലൈ ചെയ്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ആ വാക്ക് അതേപടി സ്വീകരിച്ചു. അവർക്ക് വേണമെങ്കിൽ അവർക്ക് പറഞ്ഞേക്കാം അവർ മാതാപിതാക്കൾ, പക്ഷെ അവരെന്തോ ഇങ്ങനെ മറ്റെന്തോ കാരണം കൊണ്ട് പറഞ്ഞേക്കാത്തതാണ്. ഫിനാൻഷ്യലി ബുദ്ധിമുട്ടാവുന്ന ആൾക്കാർ മാത്രം അപ്ലൈ ചെയ്തപ്പോൾ അതിൽ നിന്നൊരു ഫാമിലിനെ നറുക്കെടുപ്പിലൂടെ ചൂസ് ചെയ്തു. അവരിപ്പോൾ ഉംറ നിർവഹിച്ചു തിരിച്ചു വന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ ഫൈനലി ഞാൻ വീട് വെച്ചപ്പോൾ എൻ്റെ വീട്ട് ഹൗസ് വാമിങ്ങിന് എൻ്റെ സ്റ്റാഫുകൾ എല്ലാവരും വന്നു, എനിക്ക് ഗിഫ്റ്റുകൾ നൽകി. ഞാൻ ആലോചിച്ചു, ഞാൻ ഈ കമ്പനിയിൽ അല്ലെങ്കിൽ എനിക്ക് കമ്പനി തുടങ്ങാൻ പറ്റിയതിന് ശേഷമാണ് എനിക്കൊരു വീട് വെക്കാൻ പറ്റിയത്. സ്വാഭാവികമായിട്ടും എൻ്റെ ടീമിനും വീട് വെക്കണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കി എൻ്റെ ടീമായിട്ട് ഡിസ്കസ് ചെയ്ത് ഞാൻ പറഞ്ഞു, നമുക്ക് ഓരോരുത്തർക്കും ഓരോ വീട് വെച്ച് കൊടുത്താലെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ കൂട്ടത്തിലൊരു 4 വർഷം വർക്ക് ചെയ്തൊരു വിഷ്ണുപ്രിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. അവൾ കോട്ടക്കൽ ബ്രാഞ്ചിൽ വർക്ക് ചെയ്തിരുന്നത്, ഇപ്പം പത്തടിപ്പാലത്ത് കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവളുടെ ഫാമിലി വളരെ പിറകോട്ടാണ്. ആ കുട്ടീനെ +2 കഴിഞ്ഞ പാടത്തെ അച്ഛനും ഷോപ്പിൽ കൊടുന്ന് ആക്കിയതാണ്. വളരെ പ്രയാസപ്പെടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. സംസാരിച്ചപ്പോൾ അവർക്ക് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നാൽ വീട് ഞങ്ങൾ വെച്ചുതരാമെന്ന് പറഞ്ഞു. എന്നാൽ വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, 2-3 മാസമുള്ള വീട് ഫിനിഷാവും. അപ്പോൾ അതും ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിട്ട് ഇത് ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. കാരണം നമുക്ക് അതിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഈ ടീമും സ്ട്രെങ്ത്തും എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. സോ അതൊക്കെ ലൈഫിലെ വലിയൊരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. ഞാൻ എൻ്റെ അവസാനത്തെ ചോദ്യം ഒന്നോടെ ചോദിക്കുകയാണ്, നിഹാലിന് എന്താണ് ഗോൾഡൻ കപ്പ്? എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗോൾഡൻ കപ്പാണ്. ഞാൻ ഗോൾഡൻ കപ്പിലോട്ട് എത്തുമ്പോഴേ ഞാൻ സന്തോഷിക്കുന്നുള്ളൂ. അതല്ലാതെ എനിക്കൊരു സന്തോഷമില്ല. അത് ടീമിനകത്ത് സംതിങ് ഓരോരുത്തരെ കാണുമ്പോഴായിക്കോട്ടെ, നമുക്ക് അവരുടെ അടുത്തേക്ക് കയറി ചെല്ലുമ്പോഴായിക്കോട്ടെ, നമുക്ക് കിട്ടുന്നൊരു സ്നേഹമുണ്ട്. അതായത് അതെല്ലാവർക്കും കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്നെ ഒട്ടും ഭയമില്ലാതെ എന്നാൽ വളരെ റെസ്പെക്റ്റാണ് അവർ നൽകുന്ന സ്നേഹം. നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ, കുറേ കാലത്തിന് ശേഷം നമ്മൾ പോകുമ്പോൾ അവർ ഇടുന്നൊരു ഒരു സ്വീകരണം ഉണ്ടല്ലോ, അതുപോലെ ആയിരിക്കും അവരെ ഒരു വെൽക്കം നമുക്ക് നൽകുന്നത്. ഭയങ്കര രസമായിരിക്കും. എനിക്ക് കിട്ടിയ ടീം മെമ്പേഴ്സും ഞാൻ ഭയങ്കര ലക്കിയാണ് ഞാൻ ആ കാര്യത്തിൽ. എനിക്ക് കിട്ടിയ പാർട്ട്നേഴ്സ്, ഞാൻ പറഞ്ഞ എൻ്റെ വെർട്ടിക്കൽ ബിസിനസ്സിൽ അല്ലൂറ എന്ന് പറഞ്ഞ പ്രീമിയം റെൻ്റൽസ് ഉണ്ട്. ഒരു കോമ്പറ്റീറ്ററാണ് എൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ട് പോലും ഞാനും ഒരുമിച്ച് ഞങ്ങൾ ഈക്വലായിട്ട് ഞങ്ങൾ പാർട്ട്ണർഷിപ്പിൽ അവരുടെ ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ 6ാമത്തെ ഔട്ട്ലെറ്റാണ് ഞാൻ 2-ാം തീയതി ഓഗസ്റ്റ് 2 ഓപ്പണിംഗ് വരുന്നത്. അവരും വളരെ നല്ല രീതിയിൽ നല്ല റിലേഷൻ, അവരൊക്കെ ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല രീതിയിൽ മുൻപോട്ട് വന്നു, മാഷാ അല്ലാഹ്. അതേപോലെ തന്നെ ടീമിനകത്ത് കിട്ടുന്ന ഒരു സ്നേഹം എൻ്റെ ഫാമിലി ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, ഇപ്പോൾ ഞാനൊരു ഹോസ്പിറ്റലിലായി കഴിഞ്ഞാൽ ഫ്രണ്ട് സർക്കിൾ വളരെ കുറവാണ്. ഒരു കോള് മതി, ഷോപ്പിൽ നിന്ന് അവിടുന്ന് പോകുന്ന ആൾക്കാർ ഓടി വരും. എല്ലാവരും പിന്നെ നോക്കുന്നത് സ്റ്റാഫുകളായിരിക്കും. അതിന് ഓരോരുത്തരുടെ സെക്ഷനിൽ ഉണ്ടാവും ഓരോ കാര്യങ്ങൾ നോക്കാനും. ഇപ്പം എൻ്റെ ഹൗസ് വാമിംഗ് ആയിക്കോട്ടെ, എന്ത് പരിപാടിക്കും ഞാനത് ഇവരെ വിളിക്കൽ. എന്തിനും ഏതിനും ഞാൻ എവിടേക്ക് യാത്ര ചെയ്യുമ്പോഴും എൻ്റെ ഫ്രണ്ട്സോ അങ്ങനെ ആരും എൻ്റെ കൂടെ ഉണ്ടാവില്ല. ടീമിനകത്തു നിന്നായിരിക്കും ഓരോരുത്തർ വരില്ല, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ എവിടേക്കെങ്കിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ എന്നെ ഒറ്റയ്ക്ക് വിടില്ല. ആദ്യമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുമായിരുന്നു ലോങ്ങിലോട്ടൊക്കെ. ഇപ്പം ടീമിനകത്ത് സ്ട്രിക്റ്റ് ആണ്, ആൾക്കാരെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല, ഒരാളെപ്പോഴും കൂടെ വേണം. കാരണം ആൾ ചിലപ്പം ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഉറങ്ങാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ തന്നെ ഒരു തീരുമാനമാണ് എൻ്റെ കൂടെ ആരെങ്കിലൊക്കെ ഉണ്ടാകും. അങ്ങനെ ഒരു പ്രൊട്ടക്റ്റൊക്കെ ചെയ്തിട്ട് സേഫായിട്ട് കൊണ്ടുവന്നു. ഇതിനിടയ്ക്ക് ഒരു സംഭവം കൂടി ഉണ്ടായിട്ടോ. അതായത് ഞാനിപ്പോൾ അടുത്ത് കമ്പനിയിൽ സംഭവം കൊണ്ടുവന്നു. ഞാനൊരു ദിവസം എൻ്റെ ക്യാബിലിരിക്കുന്ന സമയത്ത് എനിക്ക് ഓഫീസിൽ നിന്ന് നട്ട്സ്, ഒരു ഡേറ്റ്സും നട്ട്സൊക്കെ കൂട്ടിലൊരു ചെറിയൊരു ബോക്സ് കൊടുന്നിട്ട് എന്നോട് പറഞ്ഞു,
എൻ്റെ ഫിനാൻസ് മാനേജറാണെന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞു ആൾ നല്ല ഏജുള്ള ഒരാളാണ്. അവരൊക്കെ എനിക്ക് എപ്പോഴും ഇത് നിറച്ച് വെക്കും. അപ്പോൾ എന്തിനാ വെച്ചാൽ എനിക്കത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വെറുതെ കഴിച്ചോട്ടെ വെച്ചിട്ട് ഞാൻ ഇതിങ്ങനെ പിസ്ത ബദാം ഇങ്ങനെ കഴിക്കും. അപ്പോൾ എപ്പോൾ ഞാൻ ക്യാബിൽ ഇത് അവിടെ ഉണ്ടാകും എനിക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ ടീം മെമ്പേഴ്സൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുകയാണെന്ന് അവരും വല്ല ക്യാബിൽ കയറിയാണ്ട് ഇവരിത് കഴിക്കാനാണ് കയറുന്നത്, ഇവരിത് കഴിച്ചാണ്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ഞാൻ എപ്പോൾ നോക്കുമ്പോഴും എൻ്റെ ക്യാബിൽ ഇതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്നും ഇത് കഴിക്കുന്നു, എനിക്കിത് കഴിക്കാൻ പറ്റുന്നു, എന്തുകൊണ്ട് നമ്മളെ പിള്ളേർക്കും ഇത് കഴിച്ചുകൂടാ? നമ്മുടെ ടീമിനുള്ള പിള്ളേരും പലരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാൻ നേരെ അപ്പോൾ തന്നെ HR വിളിച്ചു. ഞാൻ പറഞ്ഞു നമുക്കൊരു പുതിയൊരു പദ്ധതി തുടങ്ങണം. നമുക്ക് എനിക്ക് തന്ന പോലത്തെ ഡേറ്റ്സ് എല്ലാ ദിവസവും, കാരണം ഇതിൽ കുറേ നമുക്ക് വേണ്ട വൈറ്റമിൻസും എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ടല്ലോ. സോ നമുക്ക് നമ്മളെ ടീമിനെല്ലാവർക്കും ഞാൻ എന്താണോ കഴിക്കുന്നത് എല്ലാവർക്കും എല്ലാ ദിവസവും കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ HR പറഞ്ഞു ഞങ്ങൾക്ക് അത് കുറച്ച് പോസിബിൾ ആണോ, നമ്മൾ എല്ലാ ബ്രാഞ്ചുക്കും ഇത് ദിവസം കൊടുക്കാൻ തന്നെ. ഓൾറെഡി നമ്മൾ ടീ എക്സ്പെൻസും ഫുഡ് എക്സ്പെൻസും അല്ലെങ്കിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണെങ്കിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി എക്സ്പെൻസ് അധികമാണ്, എനിക്ക് ഇതും കൂടെ എക്സ്പെൻസ് ആക്കണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാനിതൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അവരും ഇതേപോലെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പദ്ധതി തുടങ്ങി, ഗോൾഡൻ ബ്രേക്ക് എന്ന് പറഞ്ഞ പദ്ധതി തുടങ്ങി. ആ ഗോൾഡൻ ബ്രേക്കിൽ എല്ലാ ദിവസവും രാവിലെ 11 മണിയാകുമ്പോൾ ടീമിലുള്ള എല്ലാവരും എന്ത് ചെയ്യണം, നേരെ അവർക്ക് എല്ലാവർക്കും ഒരു പാക്ക് ഉണ്ടാവും. ആ പാക്കിൽ ഡേറ്റ്സ് ഉണ്ടാവും, ബദാം ഉണ്ടാവും, പിന്നെ അതേപോലെ തന്നെ സീഡ്സ് ഉണ്ടാവും, പിന്നെ പിസ്ത ഉണ്ടാവും, കുറച്ച് കളക്ഷൻ ഇറങ്ങിയ ഒരു പാക്ക് ഉണ്ടാവും. ഇതെല്ലാവരും കഴിച്ചിരിക്കണം. ഇപ്പം ഒരു 2 മാസമായിട്ട് കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും പിള്ളേർക്ക് ഇത് കഴിക്കാം. കാരണം അത് കഴിച്ചിട്ട് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന സംതിങ് എന്തൊക്കെ വൈറ്റമിൻസ് കിട്ടും അതൊക്കെ അവർക്കും കിട്ടണം എന്നുള്ളൊരു സംഭവം. അപ്പോൾ അത് എൻ്റെ ഉദ്ദേശം എല്ലാവരും കഴിക്കണം എന്നായിരുന്നെങ്കിൽ പോലും സ്റ്റാഫുകൾ ആ ഫസ്റ്റ് ഡേയിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ നിമിഷം ഇവർ ഗ്രൂപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് കിട്ടിയ സമയത്ത് എല്ലാവരും അത് ഗ്രൂപ്പിൽ എല്ലാവരും ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് താങ്ക് യു പറയുന്നു. അപ്പോൾ ഞാനതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല, അവരിപ്പോൾ എന്നോട് താങ്ക് യു പറയൂ അങ്ങനെയൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കത് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ, എല്ലാവർക്കും ഇതൊക്കെ നമുക്കിതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാം ഈ ഗോൾഡൻ കപ്പ് ഉള്ളത് കൊണ്ടാണ് എനിക്കിതൊക്കെ പറ്റിയത്. സോ നിഹാലിന്റെ ഹാപ്പി പ്ലേസ് ആണ്, സത്യം സമാധാനമാണ്, എൻ്റെ സമാധാനമാണ്, ഹാപ്പി പ്ലേസ് ആണ്. എല്ലാവരും കാണാൻ ഇവരൊക്കെ കൂടെ കുറേ കാലം ജീവിക്കണം എന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കല്. എപ്പോഴും ഞാൻ എൻ്റെ വൈഫിനോടും പറയും, കാരണം ആ ഒരു കമ്പനി, ആ ഒരു ടീം മെമ്പേഴ്സ്, കാരണം ഇത് വിട്ടിട്ട് വേറെ സ്ഥലത്ത് എനിക്ക് മാറാൻ കഴിയുന്നില്ല. കാരണം എല്ലാവരും കൂടെ ഇടപഴകുന്ന നിമിഷങ്ങൾ, ആ ഒരു സാഹചര്യം, സന്ദർഭം, ഞാനെപ്പോഴും എൻ്റെ ടീമിനോടും പറയും, ഞാനില്ലാത്തൊരു സമയത്തും നിങ്ങൾ ഇതേപോലെ കൊണ്ടുപോകണം. സിസ്റ്റം ബാക്കിലുണ്ട്, എന്നാലും നിങ്ങൾ ഇതേപോലെ കൊണ്ടുപോകണം. കാരണം നമ്മൾ ഒന്നും അല്ലാത്തോടുന്ന് വന്നു, ഇന്ന് നമ്മളൊരു കസ്റ്റമർ സൈഡിലേക്ക് നോക്കുമ്പോൾ വേറെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ ടീമിനകത്തോട്ട് നോക്കുമ്പോൾ അതിനേക്കാൾ ഏറെയാണ്. ടീമിൻ്റെ ഗ്രോത്തിനാണ് നമുക്ക് എപ്പോഴും ഓടാനുള്ളൊരു ഫ്യൂൽ, ഒരു എനർജി നമുക്ക് കിട്ടുന്നത്. സോ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അതിനപ്പുറത്തോട്ട് ഇന്ന് ഞാൻ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്നൊരു വാല്യൂ, കസ്റ്റമേഴ്സ് ഇന്നിപ്പോൾ ഞാൻ റീസെൻ്റ്ലി ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു പ്രോഗ്രാമിന്. ചെന്നൈയിൽ ഗോൾഡൻ കപ്പ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഇല്ല. ഞാനൊരു ലാസ്റ്റ് 4 ദിവസം ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ ഒരു കണ്ണൻ രാജമാണിക് എന്ന് പറയുന്ന മലേഷ്യയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്ന പല മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെയും മാസ്റ്ററാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിന് എന്നെ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തു. അവിടുന്ന് നല്ല രീതിയിൽ അവർ നമ്മളെ കെയർ ചെയ്തു, നമ്മളെ ആദരിച്ചു. എൻ്റെ ബ്രാഞ്ച് അവിടെ വന്നിട്ടില്ല, പക്ഷെ അവരുടെ ഒരു ക്ലാസ്സിന് ഞാൻ ജ്വല്ലറി കൊളാബ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ മലേഷ്യയിൽ അവർക്കൊരു ക്ലാസ് വെച്ച സമയത്തും ഗോൾഡൻ കപ്പിനെ അവർ വിളിച്ചു. നമ്മൾ മലേഷ്യയിൽ പോയി അവിടെ നമ്മൾ ജ്വല്ലറി ഒക്കെ കൊടുത്തപ്പം സംതിങ് ജ്വല്ലറി, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഒരു നമ്മൾ അവർക്ക് കൊടുത്ത സർവീസ്, ഇതിൻ്റെ എല്ലാം വാല്യൂ കൊണ്ട് നമ്മൾ ചെന്നൈയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായ സമയത്ത് ഗസ്റ്റായിട്ട് അവിടെ ഇൻവൈറ്റ് ചെയ്തപ്പം ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. കാരണം കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഔട്ട് സൈഡുള്ള ഒരു വാല്യൂ ഈ ബ്രാൻഡിന്, അത് ഈ പറഞ്ഞ പോലെ സേതുപ്പെട്ട പേരിനും അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിനും ടീമിൻ്റെ ഒരു ഒത്തൊരുമയ്ക്കും എല്ലാത്തിനും കൂടി കിട്ടുന്ന ഒരു വാല്യൂ ആണ് ഈ ഗോൾഡൻ കപ്പ്. ഇത്രയൊക്കെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഇതൊന്നും അത്ര ഈസി ആയിരുന്നില്ല. അതെ. ലൈഫിൽ ഏറ്റവും സ്ട്രഗിൾസ് എന്തായിരുന്നു? ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾസ് വരിക എന്നുള്ളത് ഈ നെക്സ്റ്റ് ലെവലിലോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പുതിയ സ്ഥാപനങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന ഒരു ഫിനാൻഷ്യൽ, ഒരു ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തുക, ടീമിനെ ഗ്രോ ചെയ്യുക, അതുപോലെ തന്നെ സിസ്റ്റം ബിൽഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇതിനെല്ലാം അപ്പുറത്തോട്ട് ഇൻറ്റേർണൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. മുൻപ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു. HR അത് ഞാൻ തന്നെ, അക്കൗണ്ടന്റ് അത് ഞാൻ തന്നെ, മീറ്റിംഗും ട്രെയിനിങ് എടുക്കല് അത് ഞാൻ തന്നെ, പർച്ചേസിങ് അത് ഞാൻ തന്നെ. ഏകദേശം 8 വർഷം ഇപ്പോഴാണ് എൻ്റെ ടീമിൽ ഞാൻ പർച്ചേസിങ് ഹാൻഡിൽ ചെയ്തത്. ഇതുവരെ ഞാൻ എടുക്കുന്ന ജ്വല്ലറിയെ ഞാൻ വെച്ചിരുന്നുള്ളൂ. പക്ഷെ ഒരു എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ബിസിനസ്സിന് അങ്ങനെയല്ല എൻ്റെ മെത്തേഡ് എനിക്ക് അറിയാമെങ്കിൽ പോലും ഞാൻ അന്ന് അതൊക്കെ ഒറ്റയ്ക്കും ചെയ്തു. അപ്പം ഇതൊക്കെ എനിക്ക് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. കാരണം ഇതിനെല്ലാം ഇടയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്റേണൽ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇതെല്ലാത്തിൻ്റെയും കൂടെ ഇതൊക്കെ കൂടി വരുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ഷോറൂമിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ആ ഷോപ്പിൻ്റെ ഇൻറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻവോൾവ് ആയൊരു സമയം ഉണ്ടായിരുന്നു.
അപ്പം ആ സാഹചര്യങ്ങളിൽ ഒരു ഇന്റേണൽ പ്രശ്നം ഇപ്പുറത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മെയിൻ ടീമിൻ്റെ അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ മെയിൻ കോർ ടീമിൻ്റെ ഇടയിലൊക്കെ വിഷയങ്ങൾ വരുമ്പോൾ അത് കൃത്യമായിട്ട് ചിലപ്പം അവർ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, പക്ഷെ എന്നാലും കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഡിസിഷൻ എടുക്കുന്നിടത്താണ് എനിക്ക് ആ സ്ട്രഗിൾ വിജയം സത്യമായിട്ടും. കാരണം ഇമോഷണലി അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ഇമോഷണലി അങ്ങനെ ഒരു വീക്കാവുന്ന ഒരാളാണെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ ഇമോഷണലി അതിനെ കാണാതെ ചിലപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് ദേഷ്യപ്പെട്ട സ്റ്റാഫുകൾ വരെയുണ്ട്. അതായത് എന്നോട് ഇങ്ങോട്ട് ഞാൻ ശമ്പളം കൊടുത്ത് എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ അവന് സാലറി കൊടുത്ത് നിന്നിട്ട് അവൻ എന്നോട് ഇങ്ങോട്ട് ചൂടാവുന്നു. ഞാൻ തിരിച്ചൊന്നും അവന് പറഞ്ഞിട്ടില്ല, കാരണം എനിക്ക് മനസ്സിലായി അത് അവന്റെ ഇമോഷന്റെ പുറത്ത് പറയാണ്. ഞാനും അതേപോലെ ചൂടായി കഴിഞ്ഞാൽ വ്യത്യാസമില്ല. സോ ഞാനത് മുഴുവൻ കേട്ടു. അവനോടൊക്കെ ഓക്കെ നീ പറയാളൊക്കെ പറഞ്ഞോ, അവന്റെ ഒരു ഫ്രസ്ട്രേഷനിൽ തീർന്നോട്ടെ, പറയാള് പറഞ്ഞോ, ഞാൻ കേട്ടോളാം. ഞാൻ മുഴുവൻ കേട്ടിട്ട് പിന്നെ അവനെ തോള് കയറ്റിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആൾ കരയും. അപ്പോൾ ആ ഇമോഷൻ തീർന്നതാണ് അവിടെ. സ്വാഭാവികമായിട്ടും പല സാഹചര്യങ്ങൾ വന്നു. ചില സമയത്ത് ഒരേ സമയത്ത് 5-6 പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമുക്ക് കയ്യിൽ നിന്നെല്ലാം പോകുന്നു തോന്നിപ്പോവും. ആ സമയത്ത് ഞാൻ എല്ലാത്തിനും ഒരുമിച്ചെടുക്കാതെ ടോക്കൺ കൊടുക്കുന്ന പോലെ എന്ത് ചെയ്യും, ഓരോന്നിനെടുക്കും, വരിവരിക്കുവാന്ന് പറയും. അങ്ങനെ ഓരോ പ്രശ്നത്തിനും എടുത്തിട്ട് എന്ത് ചെയ്യും, ആ ഓരോ പ്രശ്നം എന്താണെന്ന് കേൾക്കും, കൃത്യമായിട്ട് ആലോചിക്കും, അതിന് ഡിസിഷൻ കാണും, അത് ആക്ഷൻ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞു, നെക്സ്റ്റ് അടുത്ത ആൾ വരട്ടെ. അങ്ങനെ ആ പ്രോബ്ലംസിന് അങ്ങനെ എടുക്കുമ്പോൾ ഓരോ ഘട്ടത്തിൽ നമുക്ക് അതിനെ ഓവർകം ചെയ്ത് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നോട് ചോദിച്ചല്ലോ ഇതിൻ്റെ ഒരു എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവില്ല എന്നുള്ളത്. ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഗോൾഡൻ കപ്പിൽ ഓൾറെഡി ഗോൾഡൻ കപ്പിൻ്റെ 300-ലധികം വരുന്ന ഫാമിലി അവരുടെ പ്രാർത്ഥനകൾക്ക് അപ്പുറത്തോട്ട് ഞാൻ പുതിയൊരു സംവിധാനം കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബ്രാഞ്ച്, ആ ബ്രാഞ്ചിൽ നിന്ന് ഒരു വരുമാനം, ഒരു ഉദാഹരണം പറഞ്ഞാൽ 5,000 ആണ് ഒരു വരുമാനം. ആ സറൗണ്ടിലുള്ള ഏതെങ്കിലും ഒരു ഫാമിലിക്ക്, നമ്മുടെ കമ്പനി ഇൻഹൗസിലുള്ള ഒരാൾക്കല്ല, ഒരു വീടിന് നമ്മൾ ചൂസ് ചെയ്യും. ആ ചൂസിൽ അവർക്ക്, ആ വീട്ടുകാർക്ക് മറ്റൊരു വരുമാനം ഇല്ലാത്ത, അവർക്ക് ചിലപ്പോൾ ഹസ്ബൻഡ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ആളായിരിക്കാം, രോഗമുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഒരു വരുമാനം ഇല്ല, അവർ ആരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ, ഇങ്ങനെയുള്ളൊരു ഫാമിലിനെ ടേക്ക് ഓവർ ചെയ്തിട്ട് ആ ഫാമിലി എന്നാണോ അവർ ആ സാഹചര്യത്തിൽ നിന്ന് മാറുന്നത് അത്രയും കാലത്തോളം ഓരോ ബ്രാഞ്ചിൽ നിന്നും ഓരോ ഫാമിലിനെ ഏറ്റെടുത്തിട്ട് നമ്മൾ എല്ലാ മാസവും 5,000 വെച്ചിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. നിലവിൽ ഞങ്ങൾ ഓരോ ഫാമിലിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് പരിചയപ്പെട്ട ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, അലക്സേട്ടൻ എന്ന് പറയും. ഈ അലക്സേട്ടൻ ഞാൻ പരിചയപ്പെടുന്നത് തിരൂരിൽ നിന്നാണ്. തിരൂർ ആളൊരു പള്ളിയുടെ മുൻപിൽ ആളൊരു ബോട്ട് അപകടത്തിൽ ആളുടെ കാല് എന്തോ കട്ടായിട്ട് ഭയങ്കര നീരൊക്കെ വന്നിട്ട് കാല് കണ്ടാൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ ആകെ വിഷമം തോന്നും. അങ്ങനത്തെ കാല് വെച്ച് നടക്കാൻ പറ്റില്ല. ആ കാല് വെച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് വന്ന് ട്രെയിനിൽ വന്നിട്ട് എപ്പോഴും ഈ തിരൂരുള്ള പള്ളിയുടെ മുമ്പിൽ ഇരിക്കുന്നത് കാണാം. ഞാൻ ആളായിട്ട് സംസാരിച്ച സമയത്ത് ആൾ സിറ്റുവേഷൻ മനസ്സിലാക്കി. ഞങ്ങൾ അലക്സേട്ടൻ ത്രൂ ആണ് ഞാൻ ഇതിലേക്ക് എത്തുന്നത്. ആളുടെ അവസ്ഥ മനസ്സിലാക്കിയപ്പോഴാണ് ഈ ഒരു മൈൻഡ് സെറ്റ് വരുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, ആളുടെ ഫാമിലിക്കും ഇപ്പം കൊടുക്കുന്നുണ്ട്. അതിലൂടെ വേറെ ഒരുപാട് ഫാമിലി നമ്മൾ ടേക്ക് ഓവർ ചെയ്തിട്ട് എല്ലാ മാസം ഗോൾഡൻ കപ്പിൻ്റെ ഓരോ ബ്രാഞ്ചിൽ നിന്നും 5,000 വെച്ചിട്ട് ഒരു ആ ഫാമിലിക്ക് കൊടുക്കുക. അവരെന്നാണോ അവർ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നത് അവരതിൽ നിന്ന് ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ആ ചാൻസ് അടുത്ത ഫാമിലിക്ക് കൊടുക്കും. ഇത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ മാത്രമേ, ഇതെൻ്റെ ടീമിന് പോലും അറിയുണ്ടാവില്ല ഈ സംഭവം, എൻ്റെ സ്റ്റാഫുകൾക്ക് പോലും പലർക്കും ഈ സംഭവം അറിയില്ല. ഞാൻ ഇവിടെ ജസ്റ്റ് അത് പറഞ്ഞപ്പോൾ, കാരണം അവരുടെയും കൂടി പ്രാർത്ഥന ഇതിൻ്റെ പിന്നിലുണ്ട്. സത്യത്തിൽ ഈ പ്രാർത്ഥനയൊക്കെ തന്നെയാണ് ഇതിന് മുൻപോട്ട് കൊണ്ട് നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജി യൂസ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും ഇതിനൊക്കെ പിന്നിലൊരു ദൈവിക കണക്ഷൻസ് ഉണ്ട്. ഇത് വർക്കാവണം, പടച്ചോൻ വിചാരിക്കണം. അതിനൊക്കെ അപ്പുറത്തോട്ട് നമ്മൾ ചെയ്യണ എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൂടെ ഇത്രയും ആളുകളുടെ പ്രാർത്ഥനകൾ കൂടി ആകുമ്പോൾ ആ ഗോൾഡൻ കപ്പിൻ്റെ വളർച്ച ഇനിയും മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അത് ഇന്ത്യയിലൊട്ടാകെ ബ്രാഞ്ചുകൾ വളരാൻ അതൊക്കെ ഒരു കാരണമായി മാറട്ടെ. അതെ, കാരണമായി മാറും അല്ലേ? എനിക്ക് ഉറപ്പാണ്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എനിക്കറിയില്ല കസ്റ്റമേഴ്സ് അവിടേക്ക് ഗോൾഡൻ കപ്പിൻ്റെ ഓർണമെൻറ്റ്സ് എടുക്കാൻ വരുമോന്നോ, നിഹാലിനെ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ കച്ചവടം കൂടുമെന്നൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ് പറയാം, ഒരു പുതിയ തലമുറ അല്ലെങ്കിൽ അവരുടെ പേരൻസ് ഗോൾഡൻ കപ്പിലൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കും. അത് ഞാൻ ടച്ച്വുഡ് അങ്ങനെ തന്നെ. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ എല്ലാവരുടെ ഫ്യൂച്ചർ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന്. ഞാൻ നിഹാലിനോട് ചോദിക്കുന്നില്ല. ഫ്യൂച്ചറിൽ ഇന്ത്യ ഒട്ടാകെ വളരണം. കാരണം നിഹാലിൻ്റെ ടീമിൽ അത്രയും അധികം ആൾക്കാരെ, ഒരു പുതിയ തലമുറയെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നിഹാൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഈറിനടിച്ച് കേട്ടൊരു കഥ എന്നോട് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ക്യാമറ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്താ പറയണത്, നമ്മളെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു ഓൺട്രപ്രണർ, നമ്മൾ പല സ്റ്റോറി കേൾക്കുമ്പോഴും തോന്നും ഇങ്ങനെയാണോ ഓൺട്രപ്രണർ, ഇങ്ങനെ ആവണോ, ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ചിന്തിക്കുന്നിടത്ത് നിന്ന് തൻ്റെ ശരികളെ മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ഒരുപാട് വളരണം,
വളരേണ്ട ആവശ്യം പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ പേരൻസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഫ്യൂച്ചർ ഞാൻ ചോദിക്കുന്നില്ല. ഒരു 5 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഒട്ടാകെ വളരാൻ ആഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. എന്നെ സംബന്ധിച്ച് വളരെ പ്രൗഡ് മൊമെൻ്റാണ്. ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും ഞാൻ ഒരുപാട് സംസാരിക്കും. അവരുടെ ദീർഘവീക്ഷണങ്ങൾ ചോദിക്കും, അവരുടെ ബിസിനസ് ഐഡിയാസ് ചോദിക്കും, സ്ട്രാറ്റജീസ് ചോദിക്കും. ഇതിലെനിക്കൊന്നും പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് നിഹാൽ. താങ്ക് യു.